ഭഗവാന്റെ കഥ പറയുമ്പോൾ പറയും കൃഷ്ണസ്യാസിയിൽ സഖാ കശ്ചിൽ ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ. പണ്ട് ഇപ്പോഴൊന്നല്ല, പണ്ടേ കൃഷ്ണസ്യാസിയിൽ ഭഗവാൻ ഉണ്ടായി. എങ്ങനെയുണ്ടായത്? കശ്ചിൽ സഖ, ഭഗവാന് പണ്ടൊരു സുഹൃത്തുണ്ടായി. അതാണ് ആരാത്? ബ്രാഹ്മണോ, ബ്രാഹ്മണനാർന്നോ? അതാണ് ബ്രാഹ്മണനാ. എന്താ ബ്രാഹ്മണനാന്ന് പറയാൻ കാരണം? ബ്രഹ്മവിത്തമ, അദ്ദേഹം നല്ല വേദങ്ങളും ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച ആളാണ്. അങ്ങനെ വേദവിത്തമനായ വിദ്വാനായ ഒരു ബ്രാഹ്മണൻ ഭഗവാന്റെ ഉണ്ടായി എന്നാ പറഞ്ഞത്. ഇവിടെ പറയുമ്പോൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. എന്താ പറഞ്ഞത്? ഭഗവാന് പണ്ടൊരു സുഹൃത്തുണ്ടായി, ബ്രാഹ്മണൻ എന്നാ പറഞ്ഞത്. ബ്രാഹ്മണന്റെ സുഹൃത്തായിരുന്നു ഭഗവാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പറഞ്ഞതൊക്കെ മനസ്സിലാവട്ടോ നിശ്ചയില്ല. ഭഗവാൻ തൻ്റെ സുഹൃത്തായിട്ട് കണക്കാക്കി ഉള്ളിൽ കൊണ്ടു നടന്ന ഒരാളുടെ കഥയാണ് പറയുന്നത്. ആര്? ഭഗവാൻ സുഹൃത്തായിട്ട്, ഈ ബ്രാഹ്മണൻ എൻ്റെ സുഹൃത്താണ്, ഈ ബ്രാഹ്മണൻ എൻ്റെ സുഹൃത്താണെന്ന് ഭഗവാൻ ഉള്ളിൽ കൊണ്ട് നടന്നിട്ടുണ്ട്. അങ്ങനെ പക്ഷെ ബ്രാഹ്മണൻ ഭഗവാനെ കൊണ്ട് ഇതെൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞിട്ടുമില്ല. വ്യത്യാസം മനസ്സിലാവുണ്ടാവുമായിരിക്കും കുറേശ്ശൊക്കെ. അത് മതി എന്നാ. അപ്പൊ അദ്ദേഹത്തിന്റെ മേൽവിലാസം പിടികിട്ടിയില്ലേ? ഇപ്പൊ പറയാൻ പോണ ആളുടെ അതാണ്. ഭഗവാൻ പോലും തൻ്റെ അകത്ത് സൗഹൃദത്തോടെ പ്രകാശത്തോടെ സൂക്ഷിച്ചു വെച്ച വലിയൊരു പഴയ മഹാബന്ധത്തിന്റെ മഹിമയെന്ന് പറയുന്നത്. അത്രയ്ക്ക് കേമനാണ് ആ വിദ്വാനായ ബ്രാഹ്മണനെ. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? വിരക്തത ഇന്ദ്രിയാർത്ഥേഷു. ഇന്ദ്രിയാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ വിഷയങ്ങളാണ്. ഈ ഇന്ദ്രിയ വിഷയങ്ങളിലൊക്കെ ഭ്രമം മാറിയിട്ടില്ല. ഭ്രമം വെച്ചാൽ മനസ്സിലാവില്ലേ? ആ ഒരു പരക്കം പാച്ചലില്ലേ, അതൊന്നും ഇല്ല. അത്രയ്ക്കേ ഉള്ളൂ. നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ എനിക്ക് വേഗം ഇന്ദ്രിയങ്ങളൊക്കെ പരക്കം പാഞ്ഞ കഷ്ടത്തിലാവുകയെ, അതൊന്നും ഇല്ല. തന്നെയല്ല, ഇന്ദ്രിയങ്ങൾക്ക് ആ ഭ്രമം മാറിയതുകൊണ്ട് പ്രശാന്താത്മ. എന്തേ പ്രശാന്താത്മ എന്ന് പറഞ്ഞാൽ നല്ല മനസ്സിന് നല്ല ശാന്തതയുണ്ട്. ഇന്ദ്രിയങ്ങൾ അടങ്ങുമ്പോഴേ മനസ്സ് ശാന്താവുള്ളൂ. ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ പട്ടപ്പെട്ടാന്ന് പടയ്ക്കുമ്പം മനസ്സൊന്നും അടങ്ങില്ല, അതിങ്ങനെ പടച്ചുകൊണ്ടിരിക്കും. ഇതാണ് കഥ. അപ്പൊ അതുകൊണ്ട് ജിതേന്ദ്രിയ, ഇദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളൊക്കെ ഇദ്ദേഹം പറയുന്ന ഇക്കിലേക്ക് പോകുള്ളൂ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ പറയുന്ന ഇക്കിലേക്ക് നമ്മൾ പോണത്. ഇന്ദ്രിയങ്ങൾ വലിച്ചു കൊണ്ടുപോകുക നമ്മളെ. പക്ഷെ അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങൾ അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന പറഞ്ഞത്. അത്രയ്ക്ക് യോഗ്യനായ വിദ്വാനാണ് മഹാത്മാവ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ പറയും യദൃച്ഛയോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമീ. ഗൃഹാശ്രമി എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച വിവാഹമൊക്കെ കഴിച്ച് ഗൃഹസ്ഥനാണെന്ന് മനസ്സിലായി. എങ്ങനെ? യദൃച്ഛയോപപന്നേന, യാദൃച്ഛികമായിട്ട് കിട്ടിയതുകൊണ്ട് സന്തോഷമായിട്ട് കഴിയുന്ന ആളാണ് ആര്? ആ മഹാത്മാവ്. എങ്ങനെ? കിട്ടിയതുകൊണ്ട് സന്തോഷമായിട്ട് കഴിയുന്ന ആളാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നിടത്തോളം സന്തോഷമായിട്ട് കഴിയണവരാണ്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഇല്ലേ? കിട്ടിയതുകൊണ്ട് സന്തോഷമായിട്ട് കഴിയുന്നതും കിട്ടുന്നിടത്തോളം സന്തോഷാവണം തമ്മിൽ വ്യത്യാസമില്ലേ? അതാ ആ മഹാത്മാവിൻ്റെ വ്യത്യാസം പറയാനാണ് നമ്മുടെ ചില കഥകളൊക്കെ പറയണതേ. അങ്ങനെ കഴിച്ചു കൂട്ടിനെ ആ മഹാത്മാവ് പറയുമ്പോൾ പറയും. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചാലേ ഒരു വിശേഷമുണ്ട്. തസ്യ ഭാര്യ കുചൈലസ്യ ക്ഷുൽക്ഷാമാച തഥാവിധ. ഇദ്ദേഹത്തിൻ്റെ പേരെന്താ? ഈ ബ്രാഹ്മണന്റെ പേര് കുചേലസ്യ എന്നാ പറയുന്നത്. കുചേലൻ എന്ന് അവിടെ പറഞ്ഞത്. ഈ കുചേലൻ എന്നൊന്നും പറഞ്ഞത് പേരൊന്നുമല്ല. ഈ പേരെന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരാൾക്ക് പേരിടുമ്പം നല്ലതല്ലേ പേരായിട്ടിടുക? നല്ല നല്ല പേരുകൾ. നമ്മൾ മോശമാണെങ്കിൽ പേര് നന്നാവും. അത് കണ്ടിട്ടില്ലേ? സത്യശീലൻ എന്നാണ് പേര്. വായ തുറക്കുക, ഇഡലി കഴിക്കാനും പിന്നെ എന്തെങ്കിലും ആവട്ടെ. പക്ഷെ പേര് ആളും തമ്മിൽ പേര് നല്ല പേരാവും, ആള് മോശമായാലും പേര് നന്നാവും. ശരിയല്ലേ? പേരെന്താ? പീതാംബരൻ. മുണ്ടുമുക്കി തിരുമ്പിയിട്ട് 4 മാസമായി. അപ്പൊ പേര് നന്നാവും, ആള് മോശമാവുന്നു. മോശമായ പേര് ആർക്കും ഇടില്ല. ഇടില്ല. അപ്പൊ കുചേലൻ എന്ന് പറഞ്ഞാൽ എന്താ പേരിന്റെ അർത്ഥം? കുൽസിത ചേല യസ്യ സഹ് കുചേല. കുൽസിതമായ കീറി പറഞ്ഞ വസ്ത്രം ധരിച്ചു. അങ്ങനെ ഒരു പേരിട ഒരാൾക്ക് ഇടില്ല. അപ്പൊ അതാരുട്ട പേരൊന്നുമല്ല. പിന്നെ എന്താ അത്? അദ്ദേഹത്തിന്റെ ആ സമ്പ്രദായം കൊണ്ട് വന്നുകൂടിയ ദാരിദ്ര്യാദി ക്ലേശം കൊണ്ട് വന്നുകൂടിയ ഒരു സംജ്ഞ എന്നാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് പറയുമ്പം പറയും ക്ഷുൽക്ഷാമാച തഥാവിധ. ക്ഷുൽക്ഷാമ എന്ന് പറഞ്ഞാൽ ക്ഷുത്ത് എന്ന് പറഞ്ഞാൽ വിശപ്പ്, ക്ഷാമം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം. അപ്പൊ അതും പേരല്ല എന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഈ ബ്രാഹ്മണന്റെ പേര് ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ വാസ്തവത്തില്. സുധാമാവ് എന്നല്ലേ അതെവിടെയാ പറഞ്ഞത്? പുസ്തകത്തിലൊന്നും എവിടെയില്ല. ചില ഗ്രന്ഥങ്ങളുടെ അവസാനിപ്പിക്കുന്ന സമയത്ത് ഇത് സുധാമചരിതയെ എന്നൊരു പ്രയോഗമുണ്ട്. ആ ഒരു പ്രയോഗം വെച്ചിട്ടാണ് നമ്മൾ അദ്ദേഹത്തിന്റെ പേര് തന്നെ പറയണ്ട. എന്ത് പേര് പറഞ്ഞാലും ഇവിടെ ഒരു വിരോധവും ഇല്ല. പേരല്ല, അദ്ദേഹത്തിന്റെ സമ്പ്രദായമാണ്
മനസ്സിലാക്കേണ്ടതെന്നാണ്. അതിലാണ് മഹിമ കിടക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, മഹാവിദ്വാനായ ബ്രാഹ്മണൻ ഭാര്യയോടുകൂടി കഴിച്ചു കൂട്ടിയിരിക്കുന്ന കാലത്ത് എല്ലാം ഉണ്ടെങ്കിലും ആകെ കൂടി ഒരു സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? ദാരിദ്ര്യമാണ് സമ്പാദ്യം. ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങനെ ആർത്തി മോഹമൊന്നും ഇല്ലാത്തതുകൊണ്ട് ബ്രാഹ്മണന്റെ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ അധ്യയനം, അധ്യാപനം, യജനം, യാചനം, ദാനം, പ്രതിഗ്രഹം എന്ന് പറഞ്ഞ 6 കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ദാരിദ്ര്യങ്ങളൊക്കെ ഉണ്ടാവും. പഠിക്കുക, പഠിപ്പിക്കുക, ഈശ്വര വിചാരം ചെയ്യുക, ഈശ്വര വിചാരം ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ വല്ലവരും വലിയ നടക്കുമ്പോൾ ഉള്ളത് എന്താ വെച്ചാൽ എടുത്ത് കൊടുക്കുക. ആരെങ്കിലും ഇങ്ങനെ കഷ്ടത്തിലായി നമുക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് തന്നാൽ വേണ്ടതാണെങ്കിൽ വാങ്ങി അനുഗ്രഹിക്കുക. ഇതിലൊന്നും ജീവിതത്തിന്റെ വൃത്തി പറയുന്നില്ലേ? ക്ഷത്രിയനും നികുതി പിടിച്ചിട്ടും വൈശ്യനും കൃഷി കച്ചവടം ചെയ്തിട്ടും ശൂദ്രനെ സേവ ചെയ്തിട്ടും ജീവിക്കാൻ വകുപ്പുണ്ട്. ബ്രാഹ്മണൻ അങ്ങനെ ഒരു വകുപ്പൊന്നും ഇല്ല. അദ്ദേഹത്തിന് ലോകസേവയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ദാരിദ്ര്യം ഉണ്ടാവും, ശരി തന്നെയാണ്. പക്ഷെ ഈ ദാരിദ്ര്യം ഉണ്ടെച്ചാലും അദ്ദേഹം താൻ ദരിദ്രനാണ്, അല്ലെങ്കിൽ തനിക്ക് ദാരിദ്ര്യം ഉണ്ട്, കഷ്ടമുണ്ട്, ക്ലേശമുണ്ട് എന്നുള്ളൊരു ഭാവത്തിൽ അങ്ങനെ ഉള്ളോണ്ട് ധനികനാണ് ആര്? ഈ ബ്രാഹ്മണനെ. ബാഹ്യമായ ദാരിദ്ര്യമുള്ള ഉള്ളിൽ ഈ ഭഗവാന്റെ മഹിമ നല്ലോണം ഉണ്ടാവുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ദാരിദ്ര്യത്തിന്റെ അംശമൊന്നും ഉള്ളിലില്ല. അക്കാലത്ത് ഈ ദാരിദ്ര്യത്തിന്റെ വിഷമം അങ്ങനെ ഇരിക്കുമ്പോൾ മഹാനായ ബ്രാഹ്മണന് അത്രയ്ക്ക് വിഷമമൊന്നും ഇല്ലെങ്കിലും ഭാര്യഭാവം അങ്ങനെ വിഷമിച്ച് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, അദ്ദേഹം എത്ര കാലമായി ഇങ്ങനെ വയറ് നിറച്ചു കൊണ്ടിട്ട്, എത്ര കാലമായി ഉണ്ണാണ്ട് ഇരുന്നിട്ട്, എത്ര കാലം അങ്ങനെ കഴിക്കുക, അദ്ദേഹത്തിന്റെ ഇലയിലേക്ക് എന്തെങ്കിലും ഒരു ലേശം വിളമ്പി കൊടുത്തിട്ട് എത്ര കാലം. ഈ ഒരു വേദന ആരുടെ ഉള്ളിലുണ്ട്? ഈ ബ്രാഹ്മണ പത്നിയുടെ ഉള്ളിലുണ്ട്. അപ്പൊ ആ ബ്രാഹ്മണ പത്നി ഇടയ്ക്കിടയ്ക്ക് ചെന്നിട്ട് ആരോട് പറയും? ഭർത്താവിനോട് ഇങ്ങനെ എന്ത് പറയും? ഈ വിഷമങ്ങളുടെ കഥകൾ പറയേ. അങ്ങേക്ക് ഇപ്പൊ എന്താ? ചില്ലീന മാനസാപതേ ചിരന്തനായ പുമാൻ ചില്ലി ചുളിച്ചൊന്നോ കടാക്ഷിപ്പാൻ ഓർക്കേണം. ഇല്ല ദാരിദ്ര്യാർത്തിയോളം വലുതായിട്ടൊരാർത്തിയും ഇല്ലം വീണോ കുത്തുമാറായതു കണ്ടാലും. അങ്ങനെയല്ലേ ഉള്ളത്? അങ്ങയുടെ മനസ്സ് ആ ഭഗവാന്റെ തൃപാദത്തിൽ ഉറച്ചിരിക്കുക. കാരണം അങ്ങക്ക് ഇപ്പം എന്ത് തോന്നില്ല, ഇതൊന്നും വിഷമായിട്ട് തോന്നില്ല. പക്ഷെ എന്താ വെച്ചാൽ നോക്കൂ, ദാരിദ്ര്യ ദുഃഖത്തോളം വലിയ ദുഃഖം ഇപ്പം എന്താ ഉള്ളത്? ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി കിടക്കുന്നത് കണ്ടില്ലേ? അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യും? ഒന്നും മനസ്സിരുത്ത്. എങ്ങനെ? പതിവ്രത പതിംബ്രാഹ മ്ലായതാമദനേന സാ ദരിദ്രാസീതമാനസ വേപമാനാഭിഗമ്യ ച. വരച്ച് വിഷമിച്ച് ഭർത്താവിൻ്റെ അടുത്ത് വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, ഹേ ബ്രാഹ്മണോത്തമ, അങ്ങൊന്നും അനുസരിത്തോ, നമ്മുടെ വിഷമവും കഷ്ടപ്പാടും ഒക്കെ ഒന്ന് അനുസരിത്തി നോക്കോ. നമ്മളിങ്ങനെ നരകിച്ച് ദുരിതപ്പെട്ട കഷ്ടത്തിലായി കഴിയണു. അങ്ങയുടെ കൂടെ ഒന്നിച്ച് പണ്ട് ഗുരുകുലത്തിൽ പഠിച്ച ആളല്ലേ ഭഗവാൻ. ആ ഭഗവാൻ അല്ലേ അവിടെ ഇരുന്ന് ദ്വാരകയിലിരുന്ന് ലോകം വാണ് അനുഗ്രഹിക്കുന്നുണ്ട്. ആ ഭഗവാൻ എന്ന് ചെന്ന് കണ്ടു വെച്ചാൽ എന്തോ ഒരു ബ്രാഹ്മണ ഭക്തിയാ ഭഗവാന്. ആര് ചെന്നാലും അവിടുത്തെ ആശ്രിതവത്സലനായ ഭഗവാൻ കളയില്ല. അതുകൊണ്ട് ഭഗവാൻ എന്ന് ചെന്നു കണ്ടു തൊഴുതു നമസ്കരിച്ചു വെച്ചാൽ എന്തെല്ലാം തരാവും. ഒന്നങ്ങോട്ട് ചെല്ലരുതേ. തമുപൈഹി മഹാഭാഗ്യ സാധൂനാം ച പരായണം. സജ്ജനങ്ങളുടെ ആശ്രയസ്ഥാനായ ഭഗവാനെ അടക്കം ഒന്ന് ചെന്ന് കണ്ടൂടെ, ഒന്ന് ചെന്ന് കണ്ടൂടെ. ആരും ഇങ്ങനെ ചോദിക്കും. ഈ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ ബ്രാഹ്മണന്റെ അടുത്ത് വന്നിട്ട് ഈ ഭാര്യ ആവർത്തിച്ച് ഈ വിഷമത്തിന്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞ് പുറപ്പെട്ട സമയത്ത് പറയുകയും ചെയ്തു, ഭഗവാനെ കണ്ട് തൊഴാനായിട്ടൊന്ന് പോയി ചെന്ന് കണ്ട് നമസ്കരിച്ചു വെച്ച്. ഇപ്പോഴാണെങ്കിലോ ഭഗവാൻ എവിടെ ഇരിക്കണോ? ദ്വാരകാപുരിയിൽ ആസ്തേധുനാ ദ്വാരവത്യാം ഭോജവൃഷ്ണ്യന്ധകേശ്വര. ഭോജന്മാരുടെയും വൃഷ്ണികളുടെയും അന്ധകന്മാരുടെയും യാദവന്മാരുടെയും നാഥനായിട്ട് ദ്വാരകാപുരിയിൽ ഇരുന്ന് വാഴണു. ഒന്ന് ചെന്ന് കണ്ടു. അങ്ങനെയാണ് ഭഗവാന്റെ സ്വഭാവം. സ്മരത പാദകമലം. സ്മരിക്കണവർക്ക്, ഭഗവാന്റെ പാദങ്ങളെ സ്മരിക്കണവർക്ക് ഭഗവാൻ ആത്മാനമഭിയച്ഛതി എന്ന് അവനവനെ തന്നെ അങ്ങോട്ട് കൊടുക്കും. കിന്നോ അർത്ഥകാമാൻ. പിന്നെയാണോ ലേശാർത്ഥം കാമൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ട്. ഇതൊന്നും ഭഗവാന്റെ കയ്യിൽ ഒരു ബുദ്ധിമുട്ടുള്ള കഥയല്ല. അതുകൊണ്ട് ചെല്ലൂ ബ്രാഹ്മണോത്തമ, ഒന്നങ്ങോട്ട് ചെന്നോളൂ. ഒന്നങ്ങോട്ട് ചെന്നാൽ അതിന്റെ ഗുണം ഉണ്ടാവും, നന്മയുണ്ടാവും. ഇതിങ്ങനെ ആവർത്തിച്ച് ഈ ബ്രാഹ്മണന്റെ മുമ്പിൽ വന്നിട്ട് ആ ഭാര്യ പറയും എന്നല്ല അവിടെ പറഞ്ഞത്. പിന്നെ എങ്ങനെയാ പറഞ്ഞെന്നറിയോ? സയേവം ഭാര്യയാ വിപ്രോ ബഹുശ പ്രാർത്ഥിതോ മൃദു. ചെന്ന് പ്രാർത്ഥിക്കുക ചെയ്തത്. എങ്ങനെ? മൃദു. മൃദു എന്ന് പറഞ്ഞാൽ 2 അക്ഷരേ വേണ്ട ആ ഭാര്യയുടെ യോഗ്യത പറയാൻ. ഈ ബ്രാഹ്മണന്റെ ഉള്ളില് ഒരു വേദനയോ ഒരു വിഷമോ ഒരു വിചാരോ ഒരു വേവലാതിയോ ഉണ്ടാക്കാത്ത വിധത്തിലാണ് ആരുടെ ഭാഷ. അപ്പൊ അങ്ങനെയുള്ളൊരു സൗമ്യ സ്വരൂപിണിയാണ് ആര്? ആ ഭാര്യ. ഇതിങ്ങനെ വന്ന് തുടരെ ആവർത്തിച്ച് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമൊക്കെ ബ്രാഹ്മണൻ വിചാരിക്കും, ഇതിപ്പോ എന്താ ഇപ്പൊ ഭഗവാന്റെ അടുത്തേക്ക് പോവുക എന്നൊരു ദാരിദ്ര്യമാണ് എന്നൊക്കെ അവിടെ ചെന്ന് പറയുക, എന്നിട്ട് എന്തെങ്കിലും കിട്ടിയത് കൊണ്ടുവരിക, എന്നിട്ട് ഇവിടെ വന്ന് സന്തോഷമായിട്ട് കഴിയും. രണ്ടാന്തരം. ഇതൊന്നും
ഇതൊന്നും ഒരു ചേർന്ന കഥയല്ല, നമുക്ക് ചേർന്ന കഥയല്ല. അതുകൊണ്ട് ബ്രാഹ്മണൻ അത് കണക്കാക്കാറില്ല. ചെല്ലോ ഭഗവാന്റെ അടുത്ത് ചെല്ലോ, കഷ്ടപ്പാട് ഭഗവാന്റെ അടുത്ത് പോയിട്ട് കഷ്ടപ്പാടാ പറയേണ്ടത്. അത് ഞാൻ പറയില്ല. ആര് വിചാരിച്ചു? ബ്രാഹ്മണൻ. പക്ഷെ ആവർത്തിച്ച് ഈ ഭാര്യ ഈ വർത്തമാനം പറയുന്നത് കേട്ടപ്പം ഈ ബ്രാഹ്മണന്റെ ഉള്ളിലൊരു ചിന്ത വന്നു. എന്താ വെച്ചാൽ ആരെന്ത് പറഞ്ഞാലും വേണ്ടതും നല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം. ആര് പറഞ്ഞാലും അതിൽ നല്ലതുണ്ടെങ്കിൽ നമ്മൾ എടുക്കാതെ പോകരുത്. അതൊരു രണ്ടാം തരം എടുക്കാണ്ട പോയാല്. ഇവിടെ അപ്പൊ എന്താ ഭാര്യ ഇപ്പൊ എന്താ പറഞ്ഞത്? ഒന്ന് അങ്ങോട്ട് ചെന്നോളൂ, ഭഗവാന്റെ അടുത്തേക്ക് ഒന്ന് തൊഴുതു നമസ്കരിച്ചു, എന്താ വേണ്ടേശ തരും എന്നൊക്കെയല്ലേ പറഞ്ഞത്. ഇത് കേട്ട ഈ ഭാര്യ പറഞ്ഞ വർത്തമാനം കേട്ട് ദ്വാരകയിലൊന്ന് പോയാൽ ഗുണമുണ്ട്. അവിടെ ചെല്ലണയാൾക്ക് ഇപ്പൊ അവിടെ ചെന്ന് എന്തെങ്കിലും ചോദിക്കണോ വാങ്ങണോ എന്നൊക്കെ പോണ ആള് തീരുമാനിച്ചാൽ മതി, ശരിയല്ലേ? പക്ഷെ ഇത് കേട്ട് പോയാലൊരു സൗകര്യം വേറെ ഉണ്ട്. അത് ആലോചിച്ചപ്പോൾ ആ ബ്രാഹ്മണന് മനസ്സിലായത്, അതെന്ത് എന്താ അവിടെ പോയാലൊരു ഗുണം? അയം ഹി, അതല്ലേ ഏത്? അയം ഹി പരമോലാഭ ഉത്തമ ശ്ലോക ദർശനം. ഈ പേരും പറഞ്ഞ് ദ്വാരകയിൽ പോയാൽ എന്ത് ചെയ്യാം? ഉത്തമ ശ്ലോകനായ ഭഗവാനെ ഒന്ന് കാണാം. എത്ര കാലായിട്ടില്ലേ? പണ്ട് ഗുരുകുലത്തിൽ കഴിച്ചു കൂട്ടിയ കാലത്ത് തോളത്ത് കൈയിട്ട് നടന്നൊരു കഥയൊക്കെ ഉണ്ട്. എത്ര കാലമായി കണ്ടിട്ട്. ഒന്ന് പോയി ഒന്ന് കാണാലോ, ഒന്ന് പോയാലേ ഒരു സന്തോഷം. കാണാലോ എന്നിങ്ങോട്ട് തോന്നിയപ്പോ അപ്പൊ തന്നെ പോണമെന്നും തോന്നി. ആർക്ക്? ബ്രാഹ്മണന്. ഇനിയിപ്പോ താമസിപ്പിക്കാൻ വയ്യേ. അതുകൊണ്ട് ഒട്ടന്നെ അങ്ങോട്ട് പോവാന്ന് തീരുമാനിച്ചു. അതേമാരോളെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഞാൻ പോവാന്നിരിക്കണ്ട. ഇത്ര കാലായി ഞാൻ പറയണു, ഞാൻ പോവാന്നിരിക്കണ്ടേ. എങ്ങനെ? അതുകൊണ്ട് എന്താ? ഇതി സഞ്ചിന്യ മനസാം ഗമനായ മതിം ദധേ. പോവാനായിട്ട് മനസ്സ് വെച്ചു. അപ്പൊ പോവാനായിട്ട് മനസ്സ് വെച്ചപ്പോൾ ആ വേറെ ഒരു സംഗതി ചിന്തയിൽ വന്നു. അങ്ങനെയപ്പം അങ്ങോട്ട് പോവുക, വെറുതെ മുണ്ടും തോളത്തിട്ട് അങ്ങോട്ട് പോയാൽ മതിയോ? പോരായൊന്നും ഇല്ല, എന്നാലും അതൊരു പോരായ തന്നെയാണ്. എന്ത്? അങ്ങനെ പോകുമ്പം അതേമാരോളെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, അഭ്യസ്തി ഉപായനം കിഞ്ചിൽ കല്യാണി ഗൃഹേ ചോദിച്ചു. എന്താ ചോദിച്ചത്? അഭ്യസ്തി ഉപായനം കിഞ്ചിൽ ഗൃഹേ കല്യാണി ചോദിച്ചു. കല്യാണി എന്ന് വിളിച്ചതേ ഭാര്യയെ വിളിച്ച പേരാ. കല്യാണി എന്ന് പറഞ്ഞാലേ മംഗളസ്വരൂപിണി എന്നർത്ഥം. ദാരിദ്ര്യം കുത്തി വാഴുമ്പോൾ ആ ഭാര്യയെ കല്യാണി എന്നൊക്കെ വിളിക്കണ്ടേ. നമ്മൾ ലോട്ടറി അടിച്ചെന്ന് എന്താ വിളിക്കുക ഭാര്യയെ? ആ പേരൊക്കെ ഒന്ന് സ്മരിച്ചു നോക്കൂല്ലേ? ആ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയിൽ ആലോചിച്ച് നോക്കൂ. അതൊന്നും കാശ് കൊടുത്ത് വാങ്ങാൻ കിട്ടില്ല. എന്താ? സാരിയും മുണ്ടും കുപ്പായം വീടും പറമ്പൊക്കെ വാങ്ങാൻ കിട്ടും. സംസ്കാരമൊക്കെ എന്ത് വേണം? അതാണ് ആ ബ്രാഹ്മണൻ അത്ര കഷ്ടത്തിലായിരിക്കുമ്പോൾ ആ ഭാര്യയെ വിളിച്ച പേരാണ് കല്യാണി, മംഗളസ്വരൂപിണി. അതെ, ഞാനൊന്ന് ചോദിക്കട്ടെ, അഭ്യസ്തി ഉപായനം കിഞ്ചിൽ ഇവിടെ ഉണ്ടാവുമോ? ലേശം എന്തെങ്കിലും കൊടുത്തയക്കാൻ ഉണ്ടാവുമോ? കിഞ്ചിൽ എന്നാ ചോദിച്ചത്. ധാരാളം ഒന്നും വേണ്ട. ധാരാളം ഇവിടെ ഉണ്ടാവില്ല, കിശല്ലേ. അതല്ല, ലേശം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ? എന്താ അഭ്യസ്തി ഉപായനം കിഞ്ചിൽ ഗൃഹേ കല്യാണി ഉണ്ടെങ്കിൽ ദീയത തരുവിട്ടോ. ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഇലയിൽ വിളമ്പില്ലേ? എന്തുണ്ട് ഇവിടെ? ഒന്നുമില്ല. എന്നാലും ആ ഭാര്യ ഉണ്ടല്ലോ, ഇല്ല വയ്യ എന്ന് പറഞ്ഞ് ശീലിച്ച കൂട്ടല്ല. ചിലരങ്ങനെയുണ്ട്, എന്തുണ്ടെങ്കിലും അതില്ല എന്നേ പറയില്ല, പിന്നെ തരും ചെയ്യും. ഒരു ശീലാണ്. ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും ആദ്യം വയ്യെന്നേ പറയുള്ളൂ, പിന്നെയൊക്കെ ചെയ്യും. അങ്ങനത്തെ ഒരു സമ്പ്രദായം കണ്ടിട്ടില്ലേ? ഇതല്ല, ഇത് വയ്യാന്നോ ഇല്ലയെന്നോ പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ട് ആ ബ്രാഹ്മണ പത്നി എന്ത് ചെയ്തു? പറഞ്ഞു, നോക്കട്ടെ കേട്ടോ, ഞാനൊന്ന് ഉത്സാഹിക്കട്ടെ. എന്താ വെച്ചാൽ ഭഗവാനെ കാണാൻ പോകുമ്പോൾ അങ്ങനെ കയ്യും വീശി പോവുക രണ്ടാം തരാണ്. എന്തെങ്കിലും ഒന്ന് കയ്യില് ഭഗവാനെ കാണാൻ പോകുമ്പോൾ കയ്യിൽ കരുതണം എന്നാണ്. അങ്ങനെയാണ് അത് ചിലരൊക്കെ. ഇപ്പൊ ഗുരുനാഥനെ കാണാൻ പോകുമ്പോഴും ഭഗവാനെ കാണാൻ പോകുമ്പോഴും കാരണവന്മാരുള്ള കുടുംബത്തേക്ക് പോകുമ്പോഴും കുട്ടികളുള്ള കുടുംബത്തേക്ക് പോകുമ്പോഴൊക്കെ കയ്യിൽ എന്തെങ്കിലും കണക്കാക്കണം. കുട്ടികളൊക്കെ ഉള്ള കുടുംബത്തേക്ക് നമ്മൾ കയ്യും വീശി വലിയ ആളാണെന്ന് ഞെളിഞ്ഞ് ചെന്നാൽ കുട്ടികളെ പറയാം ഏതോ ഒരുത്തം വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. വലിയ അങ്ങനെ ശ്വാസം പിടിച്ചിരിക്കണുണ്ട് അവിടെ, അവർക്ക് ഇഷ്ടാവില്ല. എന്നാൽ നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും ഒരു പഴമോ മിഠായിയോ കൊണ്ട്, ഉണ്ണികളെ ഒന്നും ഇങ്ങോട്ട് വരിക, കുട്ടികൾക്ക് മിഠായി ഒന്നും വേണ്ടി വരില്ല, എന്നാലും കൊടുത്താൽ അതാ മുത്തപ്പ വന്നപ്പോൾ കൊണ്ടുവന്നു. ആ ഒരു സന്തോഷം എന്താ? അപ്പം ആരെങ്കിലും ലേശം സന്തോഷിച്ചോട്ടെ. ഇതൊക്കെ അപ്പം അത്ര വലിയ ചിലവുള്ള കാര്യമാണോ? അങ്ങനെ കാരണവന്മാരെയൊക്കെ കാണാൻ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകണം. വെറ്റിലി അടക്കൊക്കെ കൊണ്ടുപോകും കൊടുക്കും. വെറ്റിലി അടക്കൊക്കെ മുറുക്ക് നിർത്തിയിട്ട് 16 കൊല്ലമായിരുന്നാലും കൊണ്ടുപോകും. അതങ്ങനെ മടിയിൽ വെച്ചിട്ട് പറയും, ഇത് കുട്ടൻ വരുമ്പം കൊണ്ടുപോകുന്നതാ, കുട്ടൻ വരുമ്പം കൊണ്ടുപോകുന്നതാ, കുട്ടൻ. തിന്നാനൊന്നും പറ്റില്ല, വെറ്റില തിന്നല്ലോ, എന്നാലും അത് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു സന്തോഷം. മുണ്ടും കോടിയൊക്കെ കൊണ്ടുപോയി കൊടുത്ത് ഉടുക്കൊന്നുമില്ല, എന്നാൽ തൊട്ടിട്ട് പറയും, ഇതേ കുഞ്ഞൂട്ടൻ്റെ ഉണ്ടാത്ത. അത് അവരെ ഓർമ്മ ഉണ്ടാവുന്നിടത്തോളം സന്തോഷാണേ. ഉടുത്തിട്ടൊന്നുമല്ല, ഉടുക്കാനൊന്നും ആർക്കും വേണ്ട, എന്നാലും
സന്തോഷത്തിൽ. അത് കാരണവന്മാരുടെ കുടുംബത്തേക്ക് പോകുമ്പോൾ, ഭഗവാനെ കാണാൻ പോകുമ്പോൾ അങ്ങനെ വെറുതെ അങ്ങനെയില്ലേ, ത്രിഭുവന മടക്കി വാണിരുന്നരുളുന്ന മഹാപ്രഭുവിനെ കാണാൻ കൈക്കേലേതും കൂടാതെ സ്വഭവനത്തിങ്കൽ നിന്നോ ഗമിക്കരുതാരും കൈക്കേലി ഭാവുമാം ഇലയുമാം കുസുമവുമാം അവലുമാം മലരുമാം ഫലവുമാം യഥാശക്തി മലർക്കന്യാമണവളനൊക്കെയുമാകും. അങ്ങനെയൊക്കെയാണ്. അതിപ്പോ അവലായാലും മലരായാലും പൂവായാലും ഇനി അതൊരു കിണ്ടി വെള്ളമായാലും എന്തായാലും ഇവിടത്തേക്ക് അങ്ങനെ പക്ഷഭേദമൊന്നുമില്ല. ഇനി ഒന്നുമില്ലെങ്കിലും അങ്ങനെയുണ്ട്. കൈക്കേലർത്ഥമൊന്നോമില്ലഞ്ഞെന്റെ ഭക്തന്മാരർപ്പിച്ചാൽ കൈക്കും കാഞ്ഞിരക്കുരുവോമെനിക്കമൃതം. അങ്ങനെയുണ്ട്. കയ്യിൽ ഇനിയിപ്പോ ഒന്നും ഇല്ലാതെ വന്നു വഴിയുന്ന ആ മരത്തിന്റെ ചോടുന്ന കാഞ്ഞിരക്കുരു കിട്ടി, ഭഗവാനെ ഇതേ ഉള്ളു അടിയനേ എന്നും പറഞ്ഞ തൃപ്പടിയമേൽ സമർപ്പിച്ചാലും ഭഗവാൻ അത് കൽക്കണ്ടം പോലെ എടുത്ത് കഴിക്കും. എന്താ കാരണം എന്നറിയൂ? കാഞ്ഞിരക്കുരുവിന് കയ്പാണെങ്കിലും ഈ കൊണ്ടുവന്നവന്റെ ഹൃദയത്തിന്റെ ഒരു മധുരം ഇതിലേക്ക് ഇങ്ങോട്ട് കൂട്ടുമ്പോൾ കയ്പ് ഉണ്ടാവില്ല. കുരുവിന് ഒരു നല്ല കദളിപ്പഴം പോലെയൊക്കെ തോന്നും ചിലപ്പോൾ. കണ്ടിട്ടില്ലേ? ഇനിയിപ്പോൾ ഈ ഉള്ളിൽ ഈ മധുരം ഇല്ലാത്തവൻ നല്ല കദളിപ്പഴം കൊണ്ടുവന്നാലും കാഞ്ഞിരക്കുരു പോലെ ഒരു ഏറും ഉണ്ടാവും. എന്താ കാരണം? വ്യത്യാസം മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ അല്ലേ ഭഗവാന്റെ പ്രമാണം. ഒന്നും ഇല്ലാണ്ട് എങ്ങനെയാ പോവുക? ഈ ഭാര്യ പുറത്തേക്ക് അപ്പുറത്തേക്ക് എങ്ങോട്ട് പോയിട്ട് ആ വടക്കേ വാതിൽ കടന്ന് അപ്പുറത്തെ ഇല്ലത്തെ ചെന്നിട്ട് അവിടെ ചെന്ന് ചോദിച്ചു എന്തെങ്കിലും ഉണ്ടാവും ഒരു ലേശം. ആ വേഷ്ടിത്തലയിലേക്ക് ഇങ്ങനെ ലേശം, അപ്പൊ അവിടുന്ന് ഒരു പിടി അവല് കൊടുത്തു. തൊട്ടപ്പുറത്തെ ലേശം അവിടുന്ന് കിട്ടി ഒരു പിടി അവല്. അപ്പൊ ലേശം അങ്ങനെ 4 ദിക്കിൽ ചെന്നു. യാചിത്വാ ചതുരോ മുഷ്ടീൻ വിപ്രാൻ പൃഥുക തണ്ടുലാൻ ചൈലഖണ്ഡേന താൻ ബദ്ധ്വാ ഭർത്രേ പ്രാതാൽ ഉപായനം. ഇനി 4 പിടി അവല, ഓരോ പിടിയായിട്ട് 4 പിടിയെ കിട്ടിയത്. ഒരു ദിക്കുന്ന നെല്ല, ഒരു ദിക്കുന്ന അരി, ഒരു ദിക്കുന്ന അവല, ഒരു ദിക്കുന്ന മലര്, ഇതൊക്കെ കൊടുത്താൽ പോലെ. എല്ലാവരും ഒരേ വസ്തു കൊടുക്കണമെന്നൊന്നും ഭിക്ഷ കൊടുക്കുമ്പോൾ നിർബന്ധമില്ല. അതിപ്പോ അവനവന്റെ കയ്യിലുള്ളതല്ലേ കൊടുക്കുക. ഒരു ദിക്കുന്ന അവല കൊടുത്തു, മറ്റേ ദിക്കുന്ന മലര കിട്ടിയത്, ഒരു ദിക്കുന്ന അരി കിട്ടി, ഒരു ദിക്കുന്ന നെല്ല് കിട്ടി. എന്ത് ചെയ്യും? പക്ഷെ അങ്ങനെയൊന്നും കിട്ടിയില്ല. എല്ലാ ദിക്കിന്നും കിട്ടിയത് എന്താണ്? അവല കിട്ടിയത്. ഒരേ വസ്തു. എന്താ കാരണം എന്നറിയൂ? 4 ദിക്കിലും ചെല്ലുമ്പം ഒരേ ഭാവ. എന്താ ഭാവം? ഭഗവാന്. കണ്ടോ? ഭാവൻ അങ്ങനെയാ വെച്ചാൽ അതിനനുസരിച്ചല്ലേ ഫലം. ആ ഭാവത്തിനനുസരിച്ച് ഫലം ഉണ്ടായി. ഈ 4 പിടി അവല യാചിച്ചു വാങ്ങിയെന്നാണ് കേട്ടോ ഭാഗവതത്തില്. നമ്മൾ കേട്ടത് അങ്ങനെയാവില്ല. എന്ത്? ഇപ്രകാരം ഭർത്താവിൻ്റെ വാക്കു കേട്ടിട്ടനന്തരം വിപ്രഭാമിനി യാചിച്ചു കൊണ്ടുവന്ന ധാന്യം ക്ഷിപ്രമിരുട്ടത്തേടിക്ക കൊണ്ടോ കല്ലും നെല്ലുമേറും അപ്രഥുകം പൊതിഞ്ഞൊരു തുണിയിൽ കെട്ടി കാലത്തെഴുന്നേറ്റു കുളിച്ചു വന്ന പതിയുടെ കാലടി വന്ദിച്ചു പൊതി കയ്യിൽ കൊടുത്തു. കൂലം കഷാകുതൂഹലം കുടയുമെടുത്തിട്ടനുകൂലയായ പത്നിയോടു യാത്രയും ചൊല്ലി ബാലാദിത്യവട്ടം തുടങ്ങിയ നേരം കൃഷ്ണനാമജാലങ്ങളെ ജപിപ്പോതും ചെയ്തു കുചേലൻ. ചാലേ വലത്തൊട്ടൊഴിഞ്ഞ ചകോരാതി പക്ഷികളെ കോലാഹലം കേട്ടുകൊണ്ടു വിനിർഗമിച്ചു. അങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ വെച്ചാല് അവല കൊടുത്തു തന്നെയാണ് പറഞ്ഞത്. ഇടിച്ച പൊടിച്ചു കൊടുത്തു എന്നല്ല. ആ 4 പിടി അവല് ചൈലഖണ്ഡേന താൻ ബദ്ധ്വ, ഒരു കഷ്ണം മുണ്ടെടുത്തിട്ട് അതിൽ നല്ലോണം പൊതിഞ്ഞ് കെട്ടി വരിഞ്ഞ് മുറുക്കി കിഴിയാക്കിയിട്ട് ഭർത്രേ പ്രാതാൽ ഉപായനം, ഭർത്താവിന്റെ പാദത്തിൽ അവിടെ വെച്ച് തൊഴുതു. ദേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഭർത്താവ് പറഞ്ഞു ഇതേ ഉള്ളൂ എന്നോ. അത്രയ്ക്കൊക്കെ ഉണ്ടായില്ലേ? ഹൗ ഭാഗ്യായി. എന്താ കാരണം? ഇത്രയൊക്കെ എങ്ങനെയാ ഇപ്പൊ തരാക്കിയത്? ഇപ്പൊ കഷ്ടപ്പെട്ട് തരാക്കിയില്ലേ? സന്തോഷായി. അദ്ദേഹം ആ പൊതി ഇങ്ങോട്ട് വാങ്ങി സന്തോഷമായിട്ടോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷം പറഞ്ഞ് നേരെ ഇറങ്ങി. വെളിച്ചാവുമ്പം നേരത്തെ പുറപ്പെട്ടു. എവിടേക്ക്? ഭഗവാനെ കാണാനായിട്ട്. അദ്ദേഹം ഇങ്ങനെ ഭഗവാനെ കാണാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട് പോകുമ്പോഴൊക്കെ ഇങ്ങനെ ആ ഭഗവത് വിചാരം മാത്രമേ ഉള്ളൂ, വേറൊരു വിചാരവും ഇല്ലേ. പോകുമ്പോ അദ്ദേഹം ചിന്തിച്ചു, എന്താ അല്ലേ എത്ര കാലമായിട്ട് ഭഗവാനെ കാണണം നിരീക്ഷിച്ചിരിക്കുക. എന്നിട്ടോ ഒന്നും പോയില്ല. എപ്പോഴാ പോണത്? നമ്മൾ എന്ത് ചെയ്യും? ഭഗവാന്റെ കാര്യമാകുമ്പോ നാളെ ആവട്ടെ
നാളെ ആവട്ടെ, ഈ മട്ടായിട്ട് കണക്കി കൂട്ടും. അങ്ങനെ ഈ ഭഗവത് കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യരുത്? ഈ നാളെ നാളെ എന്നുള്ള കഥ പാടില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടോ? നാളെ നാളെ എന്നായിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നാളെ നാളെ എന്നായിട്ടോ ഭഗവാനെ കാൺമാൻ ഇത്ര നാളും പുറപ്പെടാത്ത ഞാൻ ഇന്നോ ചെല്ലുമ്പോൾ നാളിക നായനെന്തോ തോന്നുന്നോ ഇന്നോ നമ്മോട് നാളികം കരിമ്പനമേലെയ്ത പോലെയോ. നാളെ ആവാ നിരീച്ച ഭഗവാനെ കാണാൻ ഞാൻ പങ്കെടുത്ത് ചെല്ലുമ്പം ഈ നാളികം പറഞ്ഞ താമരപ്പൂവാണേ. കരിമ്പന നല്ല ഉറപ്പുള്ള ജാതി മരാണേ. ഈ കരിമ്പനേമയ്ക്ക് താമരപ്പൂവ് എയ്യ പറഞ്ഞ അർത്ഥം താമരപ്പൂവ് കൊണ്ട് കരിമ്പനേമയ്ക്ക് എറിഞ്ഞാൽ എന്താ ഉണ്ടാവണേ? പൂവ് ചതയ്യല്ലേ ഉണ്ടാവുള്ളൂ, പനയ്ക്കൊരു കേടും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ മതി. എൻ്റെ ഈ പ്രയത്നം നിഷ്ഫലാവോ എന്നൊരു സംശയം ഉടനെ ചിന്തിച്ചേ, അതുണ്ടാവില്ല. എന്താ ഇത് ദ്രോണനും ദ്രുപദനും ഒന്നും അല്ലല്ലോ, പിന്നെ ആരാത്? പണ്ട് ദ്രോണനും ദ്രുപദനും രണ്ടുപേരുണ്ടായിരുന്നു. അവര് ഒന്നിച്ച് ഗുരുകുലത്തിൽ കഴിച്ചു കൂട്ടിയിട്ട് പ്രായമായപ്പം കണ്ടുമുട്ടിയപ്പണ്ടായ സ്വഭാവ സമ്പ്രദായം നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതങ്ങനെയൊന്നും അല്ലല്ലോ, അത് ഭഗവാനല്ലേ. ഭഗവാനെ കുട്ടിക്കാലം മുതലേ കണ്ട മനസ്സിലാക്കിയിട്ടുള്ള കഥയുണ്ട് കയ്യിൽ. അതുകൊണ്ട് ഞാൻ പങ്കിട്ട് ചെല്ലുമിക്ക് നിശണ്ട ഭഗവാൻ എന്നെ കണ്ട എന്തായാലും അങ്ങനെയുണ്ടല്ലോ, എന്തായാലും ചെന്താമരക്കണ്ണൻ എന്നെ കാണും നേരം സന്തോഷിക്കും സൽക്കരിച്ചയക്കുകയും ചെയ്യും. സംശയമില്ല, എന്തായാലും അത് ഉറപ്പാണ്. എന്താ അങ്ങോട്ട് ചെല്ലുമ്പം ഭഗവാൻ എന്നെ അങ്ങോട്ട് കാണും, വലിയ സന്തോഷവും സൽക്കരിക്കുകയും ചെയ്യും. സംശയമൊന്നുമില്ല. അദ്ദേഹം ഈ ചിന്തയിൽ ഇങ്ങനെ മുഴുകി അകത്തോ ഭഗവാന്റെ തൃപ്പാദം, പുറത്തു നാവിന്റെ മുകളിലോ ഭഗവാന്റെ മഹിമ, വേറെ ഒന്നുമില്ല. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഇത്രയേ ഉള്ളൂ കയ്യില്. ആ ലയിച്ച മുഴുകി അതിലങ്ങട്ട് ലയിച്ചു പോയി. അങ്ങനെ ദേഹം ഇങ്ങനെ പോയി ആ ലയത്തില്, ഭഗവത് ലയത്തില്, നാമജപ ലയത്തില്, ഭഗവത് ധ്യാനത്തിന്റെ മഹിമയിൽ വേറൊരു ചിന്തയില്ലാതെ അദ്ദേഹം ഇങ്ങനെ പോകുമ്പം വഴി പോയതൊന്നും മുമ്പിലേക്ക് എത്തിയതൊന്നും അദ്ദേഹം അറിഞ്ഞില്ലേ. അതങ്ങനെയുണ്ട്. അദ്ദേഹത്തിന് എത്തിച്ചത് ആരാന്ന് ചോദിച്ചാൽ പറയും, ഭക്തിയായ കാറ്റ്. ഏത് കാറ്റ്? അതൊരു വല്ലാത്ത കാറ്റത്. ഭക്തിയായ കാറ്റ് കൈകണക്കിലേറ്റു പെരുകിയ ഭാഗ്യപരവാര ഭംഗ പരമ്പരയാം ശക്തിയോടുകൂടി വന്നോ മാറിയെടുത്തിട്ട ശർങ്കിയുടെ പൂരദ്വാരം പൂജിക്കപ്പെട്ടു. അങ്ങനെ ഉണ്ടായത്. ആ ഭക്തിയുടെ കാറ്റ് ഇങ്ങനെ വീശേണേ. ഭാഗ്യസമുദ്രത്തിലാണ് ബ്രാഹ്മണൻ കിടക്കണത്. ഭാഗ്യം വല്ലാത്തൊരു കടലാണ്. ആ ഭാഗ്യത്തെ കടലിൽ നമ്മൾ എന്ത് കൊണ്ടുപോയിട്ടാലും കാറ്റത്ത് എവിടെ എത്തും? കരയിലേക്ക് അടിച്ചു കയറി വരില്ലേ? അതേ മട്ടിൽ ഈ ഭഗവാന്റെ ഈ മഹിമ ചിന്തിച്ച് പുറപ്പെടുന്ന ഈ ബ്രാഹ്മണോത്തമൻ അദ്ദേഹം ഭാഗ്യസമുദ്രത്തിൽ പെട്ടുവച്ചാലും ഭക്തിയുടെ കാറ്റത്ത് പോന്ന് ശർങ്കിയുടെ പൂരദ്വാരം പൂജിക്കപ്പെട്ടു. ഭഗവാന്റെ ദ്വാരകാപുരിയുടെ ഗോപുരത്തിന്റെ മുമ്പിൽ വന്ന് എത്തിപ്പെട്ട് ആ ദ്വാരകയുടെ മുമ്പിൽ എത്തിപ്പെട്ടപ്പോഴാണ് അമ്പോ എന്തോ ഒരു സ്വർണ്ണവർണ്ണമാർന്ന മാളിക. ഹൈ, എന്താ ഇവിടത്തെ കേമത്തരം. അദ്ദേഹം ഗോപുരത്തിന്റെ മുമ്പിൽ അവിടെ നിന്ന് ഉള്ളിക്ക് കയറാൻ തന്നെ പോലെ ഇങ്ങനെയുള്ള ആളുകളൊന്നും ഇവിടെ ഇല്ലേ. ഇവിടെ ഉള്ളവരൊക്കെ നല്ല സുന്ദരന്മാര്, നല്ല വേഷങ്ങൾ ധരിച്ച ആഭരണങ്ങളൊക്കെ അണിഞ്ഞ വലിയ കേമായിട്ട് നടക്കണോന്റെ ഇടയ്ക്ക് ഈ നാറി ഇങ്ങനെ കീറി മുണ്ടൊക്കെ കൊടുത്തു പോയി ചോദിക്കില്ലേ, ആരാണ്? ഞാനേ ഭഗവാന്റെ കൂടെ പഠിച്ച ആളാണ്. എന്നാ ജാതി ആൾക്കാരൊന്നും ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞത് ഭഗവാനോട് പറയുമ്പോൾ ഭഗവാനും തോന്നില്ലേ, മോശമാവില്ലേ, നമ്മളിങ്ങനെ ഒരാളെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. വേണ്ട ഇവിടെ നിൽക്കുക, കുറച്ചു നേരം എന്തെങ്കിലും നോക്കിയിട്ടാവാം എന്നൊക്കെ നിരീച്ചു ബ്രാഹ്മണൻ ഇങ്ങനെ നിൽക്കുമ്പം ദ്വാരകയുടെ ഉള്ളിൽ എന്താ കഥ എന്നറിയൂ. ആ 7ാം നില മാളികയുടെ മുകളിലെ ചപ്രമഞ്ചക്കട്ടിലിന്റെ മുകളിൽ ഭഗവാൻ ഇങ്ങനെ ഇരിക്കണോ. അപ്പുറത്ത് രുക്മിണി ഇരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. രുക്മിണി ഭഗവാനോട് കാര്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഭഗവാൻ ഇങ്ങനെ ഓരോ മൂളലടക്കുണ്ടെന്നല്ലാതെ കണ്ണ് എവിടേക്കാന്നറിയോ?
ഗോപുരത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണേ. ഇവിടേക്ക് ഒരു മൂളലേ ഉള്ളൂ, അവിടേക്കാണ് നോക്കണത്. ശ്രദ്ധ എവിടെയാണ്? അവിടെ ഗോപുരത്തേക്കാണ്. ഇവിടെ മൂളല ഇവിടേക്കും. രുക്മിണി ഇങ്ങനെ പറയണുണ്ട്. ഇങ്ങനെ വെച്ചാൽ പുറപ്പെട്ടത് അറിയാലോ, അവിടെ എത്തിയിട്ട് കാണാനും ഇല്ല. നോക്കി നോക്കി നിന്നപ്പോ എന്ത് കണ്ടു? അമ്പോ ഒന്നും പറയണ്ട, ദൂരെ ആരെ കണ്ടു? ആ ഗോപുരദ്വാരത്തില് ബ്രാഹ്മണോത്തമൻ ഇങ്ങനെ വന്ന് നിൽക്കണത് കണ്ടു. കണ്ടപ്പോഴല്ലേ മനസ്സിലായത്, ഏഴാം നില മാളികയുടെ മുകളിലിരിക്കണേ ആ ബ്രാഹ്മണനെ കണ്ട ഭഗവാൻ കൂട്ടി ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങിയിട്ട് ഒരു ഓട്ടം ഗോപുരത്തിലേക്ക്. എങ്ങനെ? അത് പറയും. തം വിലോക്യാച്യുതോ ദൂരാൽ പ്രിയാ പര്യംഗമാസ്ഥിതാം സഹസോത്ഥായ ച ഭേത്യ ദുർഭ്യാം പര്യഗൃഹീൽ മുദാ. അതേ ഉണ്ടായത്. കൂട്ടി അങ്ങോട്ട് ചെന്ന് ആരോടും ഒന്നും മിണ്ടിയില്ല, ഒരാളോടും മിണ്ടിയില്ല. ഭഗവാൻ ഓടി അങ്ങോട്ട് ചെന്നിട്ട് ആ ബ്രാഹ്മണനെ ഒരു ഒറ്റപ്പെടുത്തം എന്ന് ചോദിച്ചോ, ഇയാൾ തന്നെയല്ലേ? അങ്ങനെയൊക്കെ തന്നെയില്ല, ആള് മാറിയിട്ടൊന്നുമില്ലല്ലോ. അതൊന്നും ചോദിക്കാൻ നിന്നില്ല. ചെന്ന ഒറ്റ കെട്ടിപ്പിടുത്തം, കെട്ടിക്കിട്ട പിടിച്ച് കുറച്ച് നേരം. അപ്പോഴേക്ക് ഈ ദ്വാരകാപുരിവാസികളെല്ലാവരും ഭഗവാന്റെ ഈ ഓട്ടവും ആ പരക്കം പാച്ചിലും ആ കെട്ടിപ്പിടുത്തം ആ ഒരു ധൃതിയൊക്കെ കണ്ടിട്ട് എല്ലാവരും ഭഗവാന്റെ കൂടെ ഓടി ചെന്നവരൊക്കെ കണ്ടത് എന്താ? ഗോപുരത്തിന്റെ പുറത്ത് നിൽക്കണ ഒരു കീറി പറഞ്ഞ മുണ്ടൊക്കെ ചുറ്റി വന്ന ഒരാളെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. പിടിച്ചിട്ട് വിടണില്ല. അത് പിടിച്ചത് ഈ പിടുത്തം പിടിച്ചിട്ട് ഭഗവാൻ വിട്ടില്ലേ. ബ്രാഹ്മണനുണ്ടോ വല്ല കഥയും? അദ്ദേഹം അങ്ങോട്ട് ബ്രഹ്മാനന്ദം ഗതോ യഥാ. അദ്ദേഹത്തിന്റെ സ്ഥിതി അതാ. എങ്ങനെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രഹ്മാനന്ദം ഗതോ യഥാ, ബ്രഹ്മാനന്ദ ലഹരിയിൽ ലയിച്ച മാതിരിയായിപ്പോയി ബ്രാഹ്മണൻ. ഭഗവാൻ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചവിടെ നിന്നു. അപ്പോൾ ഈ ദ്വാരകാപുരിയിലുള്ളവരൊക്കെ വന്നവര് ചോദിച്ചു, ആർക്കും അറിയില്ലേ? തമ്മിൽ ചോദിക്കുക, ആരാത് ചോദിച്ചു. ഒരുത്തനോട് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, അത് ഭഗവാന്റെ വല്യേട്ടനാന്നാ തോന്നുന്നു. വല്യേട്ടൻ ഇവിടെയുള്ള രാമേട്ടനല്ലേ ചോദിച്ചു. ഇത് അതിലും വല്യേട്ടനാണെന്നും പറഞ്ഞു. തൻ്റെ ജ്യേഷ്ഠനെ അച്ഛനെ പോലെയാണല്ലോ ബഹുമാനിക്കുക. അതുപോലെയാണ് ബ്രാഹ്മണനെ ആര് ബഹുമാനിക്കുന്നത്? ഭഗവാനെ. അപ്പൊ ആ ബഹുമാനിക്കണതിന്റെ വിധം കണ്ടിട്ട് ഊഹിച്ചതാണ് എന്താ? വല്യേട്ടനാവുമെന്ന്. അങ്ങനെയാണല്ലോ പതിവ്. അതൊക്കെ ഉണ്ടായി. കുറെ നേരം കെട്ടിപ്പിടുത്തൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. ഭഗവാന്റെ ആ ഒരു ഭാവം ഒന്നും പറയണ്ട. കെട്ടിപ്പിടുത്തം അങ്ങോട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ പിടുത്തം അങ്ങോട്ട് വിട്ടു. പിടുത്തം വിട്ടിട്ട് ഭഗവാൻ ആ ബ്രാഹ്മണനെ ഒന്ന് നോക്കി. എന്തല്ലേ കഥ! ഭഗവാന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുമ്പോ അവിടെ എന്താ ഉണ്ടായത്? അതൊന്നും പറയണ്ട. കണ്ടാലെത്ര കഷ്ടം. പണ്ടൊക്കെ കണ്ടതും ഇപ്പോഴത്തെ കാഴ്ചയും. കണ്ടാലെത്ര കഷ്ടം, എത്രയും മുഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ടു തറ്റുടുത്തിട്ടു തരിയേവുമിട്ടു. പറയണ്ട. മുണ്ടിൽ പോതിഞ്ഞ പോതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിങ്കലിടുക്കിക്കൊണ്ടും ഭദ്രമായ ഭസ്മവും ധരിച്ചോ നമസ്കാര കീണമുദ്രയും മുഖരമായ പുള്ളിക്കോടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്തോ ചിദ്രൂപത്തിങ്കലുറച്ചോ ചഞ്ചമ്മേ ചെല്ലും. അന്തണനെ കണ്ടിട്ടോ സന്തോഷം കൊണ്ടോ തസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞോ ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നെങ്കിലും? ഒന്നും പതിവില്ല. എങ്ങനെ ഇരുന്നതാണ്. ഭഗവാന്റെ രണ്ട് കണ്ണും അങ്ങോട്ട് നിറഞ്ഞു. എങ്ങനെ? അതല്ലേ പറയുന്നത്. അന്തണനെ കണ്ടിട്ടോ സന്തോഷം കൊണ്ടോ. ബ്രാഹ്മണനെ കണ്ട് സന്തോഷം കൊണ്ടാണോ? തസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ. എന്തുകൊണ്ടാന്ന് നിശ്ചല്യ, എന്തുകൊണ്ടേ ഇരിക്കാവോ? അതല്ലേ പറയുന്നത്. അതല്ല, സന്തോഷം കൊണ്ട് തന്നെയാണ്. പ്രീതോ ദ്യമുഞ്ചത ബിന്ദോൻ നേത്രാഭ്യാമരവിന്ദാക്ഷ
ആദ്യാം പുഷ്കരേക്ഷണ. സന്തോഷം കൊണ്ടാത്രേ കണ്ണങ്ങോട്ട് നിറഞ്ഞു. ഒന്നും പറയണ്ട. ബ്രാഹ്മണൻ എന്തെങ്കിലും മിണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടലൊന്നും ഉണ്ടായില്ല. രണ്ടാളും കൂടി ഇങ്ങനെ കണ്ണോട് കണ്ണു നോക്കി നിന്നു. ബ്രാഹ്മണനെ രണ്ട് കൈകൊണ്ട് ആനയിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. ദ്വാരകാപുരിയുടെ ആ നല്ല വലിയ സഭയുടെ നടുക്കിയിരിക്കുന്ന സ്വർണസിംഹാസനത്തില് ബ്രാഹ്മണനെ അങ്ങോട്ട് ഇരുത്തി. അദ്ദേഹത്തിന്റെ രണ്ട് പാദങ്ങളും ആ സ്വർണത്തിന്റെ താലത്തിലേക്ക് അങ്ങോട്ട് എടുത്തു വെച്ചു. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ആ പാദങ്ങൾ രണ്ട് കൈകൊണ്ടും തൻ്റെ കൈകൊണ്ട് ബ്രാഹ്മണന്റെ പാദങ്ങളെ എങ്ങനെ പള്ളിപ്പാണികളെ കൊണ്ടോ പാദം കഴുകിച്ചോ പരൻ ഭള്ളൊഴിഞ്ഞോ ഭഗവതി വെള്ളമൊഴിച്ചു. ഭഗവാന്റെ തൃപാദം ഭക്തന്മാര് എപ്രകാരത്തിലാണോ ഈ വിധത്തിൽ ശുശ്രൂഷിച്ച് കഴുകി ശുദ്ധം വരുത്തി അങ്ങനെ കൊണ്ടാടുന്നത്, അതേ പ്രകാരത്തില് ബ്രാഹ്മണൻ ഇല്ലേ അങ്ങനെ ഇരിക്കണോ. ഭഗവാൻ ആ ബ്രാഹ്മണന്റെ പാദം ഇങ്ങനെ ഏത് കൈയുണ്ട് പള്ളിപ്പാണികളെ കൊണ്ടോ പാദം കഴുകിച്ചു പരൻ ഭള്ളൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു. ലക്ഷ്മീദേവി ഭഗവതി രുക്മിണീദേവി ആ സ്വർണ്ണക്കിണ്ടിന്ന് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്തു. ഭഗവാൻ അങ്ങനെ പാദം ഇങ്ങനെ കഴിയിക്കണം. ബ്രാഹ്മണനാണെങ്കിലോ ഒന്നും പറയണ്ട, ഒന്നും അങ്ങോട്ട് ചെയ്യാൻ വയ്യണ്ടേ. ബ്രാഹ്മണന്റെ ഭാഷയെ പറഞ്ഞാ പറയും പങ്കജാക്ഷ കൃപ കൊണ്ടു മുട്ടി കൂചേലൻ. വല്ലാത്ത മുട്ടായി പോയത്. എന്താണ് നമ്മളൊക്കെ എപ്പോഴും മുട്ടിൽ തന്നെയാ, പല ജാതി ബുദ്ധിമുട്ട്. ഇവിടെ എന്താണ്ടായത്? പങ്കജാക്ഷ കൃപ കൊണ്ടു മുട്ടി കൂചേലൻ. ആ പങ്കജാക്ഷ ഭഗവാന്റെ കാരുണ്യം കെട്ടാണ് ആ പൊട്ടി പുറപ്പെട്ട സമയത്ത് എന്താ വേണ്ടേ നിശ്ചയില്ലാത്ത മട്ടായിട്ട് തീർന്നു ആര്? ആ ബ്രാഹ്മണോത്തമൻ. അദ്ദേഹം എങ്ങനെ ഇരിക്കണോ? ഭഗവാൻ പാദമൊക്കെ നല്ലോണം പ്രക്ഷാളനം ചെയ്തു, വേണ്ട മാതിരി ശുശ്രൂഷിച്ചു, ആഹാരമൊക്കെ കഴിച്ചു, സന്തോഷമായി, സമാധാനമായി, ക്ഷീണമൊക്കെ തീർത്തു. ഒക്കെ ഇങ്ങോട്ട് കഴിഞ്ഞപ്പം ബ്രാഹ്മണൻ ആ സിംഹാസനത്തിൽ ഇരിക്കല്ലേ. ഭഗവാൻ എന്ത് ചെയ്തു? അപ്പുറത്തൊരു പലകേട്ട അവിടെ ഇരുന്നു, തൊഴുതു, ചോദിച്ചു ബ്രാഹ്മണോത്തമ ആദ്യമായിട്ട് വർത്തമാനം പറയാൻ. ഇപ്പം നമ്മുടെ കുടുംബത്തേക്ക് ഒരാൾ വന്നാൽ നമ്മൾ ആതിഥേയനും വന്നയാള് അതിഥിയും. അതിഥി വന്നാൽ ആതിഥേയൻ ആദ്യം മിണ്ടണം എന്നാ പ്രമാണം. നമ്മുടെ കുടുംബത്തേക്ക് ഒരാൾ വന്നാൽ നമ്മൾ അങ്ങോട്ട് എവിടെന്നാ വരിക, ഇരിക്കുക, എന്തൊക്കെയാ അത്, വെയിലൊക്കെ ഉണ്ടായിയോ ഒക്കെ ചോദിക്കണം. നല്ല രാവിലെ വന്നാലും ചോദിക്കണം എന്നൊക്കെ അങ്ങനെ ചോദിക്കും. നമ്മൾ അങ്ങനെ അല്ല, നമ്മളൊരു കുടുംബത്തേക്ക് കയറി ചെന്നിട്ട് ആ വീട്ടുകാർ നമ്മളെ കണ്ടിട്ട് ഈ കഴങ്ങ പൊഴുങ്ങിയ മാതിരി ഇരുന്നാൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും? നമുക്ക് ഇറങ്ങി പോരാൻ തോന്നില്ലേ? അദ്ദേഹം ഇങ്ങോട്ട് മിണ്ടിയും ചോദിച്ചും തുടങ്ങിയാൽ നമുക്ക് മിണ്ടാം. ഒന്നും മിണ്ടിയില്ല വെച്ചാൽ നമുക്ക് അങ്ങോട്ട് മിണ്ടാൻ ഒരു വൈഷമ്യം തോന്നും. ശരിയല്ലേ? അതാണ് ഭഗവാൻ അടുത്തേക്ക് ചെന്ന് ചാരി ഇരുന്നിട്ട് ചോദിച്ചു അഭിബ്രഹ്മൻ അല്ലേ ബ്രാഹ്മണോത്തമ അഭിബ്രഹ്മൻ ഗുരുകുലാത് ഭവതാലബ്ധ ദക്ഷിണാൽ. അതല്ലേ ഉണ്ടായത്? സമാവർത്തന ധർമ്മജ്ഞ ഭാര്യോഢാസദൃശീന്നവ. അങ്ങ് ഗുരുകുലത്തിലെ പഠിപ്പൊക്കെ കഴിഞ്ഞില്ലത്തേക്ക് മടങ്ങി വന്ന് സമാവർത്തനമൊക്കെ കഴിച്ചിട്ടേ വേളി കഴിച്ചു. ആരോട് ചോദിച്ചു? ഭഗവാൻ ചോദിച്ചു ബ്രാഹ്മണനോട്. ഒന്നും മിണ്ടിയില്ല. ആര്? ബ്രാഹ്മണനൊന്നും മിണ്ടിയില്ല. എന്താ ശരി, ഒന്നും മിണ്ടിയില്ല. ഇപ്പൊ ചോദിച്ചു കച്ചിൽ ഗുരുകുലേവാസം സ്മരസി ചോദിച്ചു. നമ്മള് ഗുരുകുലത്തില് കഴിഞ്ഞത് പുറത്തേക്ക് ഓർമ്മയില്ലേ ബ്രാഹ്മണ? അക്ഷരമിണ്ടിയില്ല, മറുപടിയില്ല. മൂന്നാമത് ചോദിച്ചു പിന്നെ സ്മര്യതേ ബ്രഹ്മൻ. അതങ്ങക്ക് ഓർമ്മയില്ല എപ്പോഴും? ഉണ്ടാവും, മറക്കില്ല അങ്ങ് കിശന്റെ. എന്താ അത്? സ്മര്യതേ ബ്രഹ്മൻ. എന്ത്? നമ്മൾ പണ്ട് ഗുരുകുലത്തിലെ കഴിഞ്ഞ കാലത്തെ ഒരു ദിവസം സന്ധ്യാസമയത്ത് ഗുരുപത്നി പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങളെ വെളിച്ചാമ്പളയ്ക്ക് വിറകില്ല കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അമ്മേ ആ പിശാത്തി ഇങ്ങോട്ട് തരും, ഉപ്പ കൊണ്ടുവരിക എന്ന് പറഞ്ഞ് വെട്ടുകത്തിയൊക്കെ നമ്മളെ കാട്ടിക്ക് പോയി വിറകൊക്കെ വെട്ടിക്കീറി നേരെയാക്കി വള്ളി കൊണ്ട് കൂട്ടിക്കെട്ടി ഈ രണ്ട് കെട്ടാക്കി. ഒരു കെട്ട് അങ്ങും ഒരു കെട്ട് ഞാനും തലയിൽ വെച്ച് മുണ്ടിന്റെ തല വലിച്ച അരയിൽ കുത്തി നമ്മൾ രണ്ടാളും കൂടി ഇടവഴി കൂടി മെല്ലെ മെല്ലെ നടന്നു വരുന്ന സമയം ഇപ്പോഴൊക്കെ ഇടവഴിയിലൊക്കെ ഇരുട്ട് വീണ് പടിഞ്ഞാട്ട് തിരിയേണ്ട ഇടവഴിക്ക് പകരം കിഴക്കോട്ട് തിരിഞ്ഞ് നമ്മളെ കാടിന്റെ ഉള്ളിൽ ചെന്ന് പെട്ട് വഴി എങ്ങടാ നിശ്ചയില്ലാതെ കണ്ട് അങ്ങനെ വഴി തെറ്റി ഇരിക്കുക. മഴയും പെയ്തു, കാറ്റും വീശി, വിറകിന്റെ കെട്ട് ഒരു മരത്തിന്റെ ചോട്ടിൽ വെച്ച് ആ മരത്തിന്റെ അടിയിൽ കിട്ടാന്ന് പറച്ച് എങ്ങടാ പോണ്ടേന്നറിയാതെ വിഷമിച്ച് ഇങ്ങനെ നരകിച്ചെന്ന് ഇരുന്ന സമയത്ത് ഗുരുനാഥൻ രാത്രി മുഴുവനും നമ്മളെ തെരഞ്ഞ് നടന്ന കാണാതെ വെളിച്ചായപ്പം ആ മരത്തിന്റെ ചോട്ടിൽ നമ്മളിങ്ങനെ വറച്ച് നനഞ്ഞ് പിണ്ടിയായിട്ട് ഇരിക്കണത് കണ്ട് ഓടി വന്ന് അഹോ ഹേ പുത്രകായൂയം അസ്മദർത്ഥേ അതിദുഃഖിതാ. പുണ്യോളെ, എൻ്റെ കാര്യത്തിനല്ലേ നിങ്ങളിങ്ങനെ വിഷമിച്ച് ദുഃഖിച്ചത് എന്ന് ചോദിച്ച് കെട്ടിപ്പിടിച്ച് മൂർധാവില് കൈ വെച്ച് തലോടി
പുറത്തൊക്കെ നമ്മളെ തലോടി അനുഗ്രഹിച്ചിട്ട് പറയും ചെയ്തു, ഉണ്ണിയോളെ ഓരോ ജീവിക്കും അവനവന്റെ ജീവിതം ജന്മം ശരീരം എന്നൊക്കെ പറഞ്ഞ് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണെന്നിരിക്കും. അത് കണക്കാക്കാതെ അല്ലേ ഉണ്ണിയോളെ നിങ്ങൾ ഗുരുനാഥന്റെ കാര്യത്തിനാണെന്ന് പറഞ്ഞ് ജാതി നരകിച്ചത്. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ ആ ഒരു ഭാവം, ആ ഗുരുനാഥനോടുള്ളതായ സർവാർത്ഥാത്മാർപ്പണം ഗുരൗ, ആ ഒരു സർവാർത്ഥം സമർപ്പിക്കല്, ആ നമസ്കാരല്ലേ, അതിങ്ങനെ ചിന്തിക്കുമ്പോ തുഷ്ടോഹം ഭോ, സന്തോഷായി ഉണ്ണിയോളെ, വലിയ സന്തോഷായി. അതുകൊണ്ട് അനുഗ്രഹിച്ചില്ലേ നമ്മളെന്ന്. സത്യാസന്തോ മനോരഥാഹ, ഒക്കെ നേരെയായി വരട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ തലയിൽ കൈ വെച്ചത് ഓർമ്മയുണ്ടോ? അവിടത്തേക്ക് ഉണ്ടാവും. അങ്ങനെ മറക്കണ കൂടുതലുള്ള ആളൊന്നും അല്ലേ പറയച്ച. ഇല്ലെങ്കിൽ ഇപ്പൊ എന്തേ പറയണ്ടോ? ഭഗവാന്റെ ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ, ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ടല്ലേ ഇല്ലെങ്കിൽ മനുഷ്യന് പൂർണ്ണത ഉണ്ടാവുള്ളൂ, നന്മ ഉണ്ടാവുള്ളൂ. ആ ഗുരുകുലത്തിലെ കാര്യം ഇത്രയേ ആര് പറഞ്ഞുള്ളൂ. ഭഗവാൻ എന്തെങ്കിട്ട് പറഞ്ഞപ്പോഴൊക്കെ ഈ ബ്രാഹ്മണോത്തമൻ ഇരുന്നിരിപ്പെന്ന് ചാടി എണ്ണീട്ടിട്ട് ഒരൊറ്റ നമസ്കാരം എന്നിട്ട് പറയുകയും ചെയ്തു, ശ്രീ ഗുരുഭ്യോ നമഃ. ഔ, ആദ്യമായിട്ട് വായ തുറന്നത് അപ്പത് ആര്? ബ്രാഹ്മണൻ. എന്നിട്ട് ബ്രാഹ്മണൻ പറയുകയും ചെയ്തു, ഭഗവാനെ കിമസ്മാഭിരനിർവൃത്തം ദേവദേവ ജഗദ്ഗുരു, ഞങ്ങൾക്ക് ഇനി എന്ത് സൗഭാഗ്യം ഉണ്ടാവേണ്ടത്? ഭവതാ സത്യകാമേന യേഷാം വാസോ ഗുരാവഭൂൽ, സത്യകാമനായ അങ്ങയുടെ കൂടെ ഗുരുനാഥന്റെ ഇല്ലത്ത് ഒന്നിച്ചിരുന്ന് പഠിച്ച് താമസിച്ച് വളർന്നു പോന്ന ആ മഹിമ, ഏതൊരു ഭഗവാന്റെ ശ്വാസമാണോ വേദം, ആ വേദം ഭഗവാന്റെ ഒപ്പം ഇരുന്നിട്ടാ ഞങ്ങളെ ചൊല്ലിക്കേട്ട് പഠിച്ചത് എന്നാലോചിക്കുമ്പോ ഭാഗ്യേ നല്ലേ പറയണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. ഭഗവാൻ 3 ചോദ്യം കൊണ്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാ. ആദ്യത്തെ ചോദ്യം എന്താ ചോദിച്ചത്? വേളി കഴിഞ്ഞു എന്നാ ചോദിച്ചത്. നമ്മുടെ നാട്ടിൽ വേളി കഴിഞ്ഞു എന്നൊക്കെ ചോദിച്ചാൽ പിന്നെ 2-3 കൊല്ലത്തേക്ക് വേറെ ഒന്നും പറയാനുണ്ടാവില്ല. കഴിഞ്ഞതിൻ്റെ കേമത്തരം, കഴിഞ്ഞതിൻ്റെ ദുരിതമോ കഷ്ടപ്പാട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പറയാനുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒന്നും മിണ്ടിയില്ലേ, ദേഹം മിണ്ടിയില്ല. എന്താ അർത്ഥം? അതൊക്കെ ഉണ്ടായി ലോകത്തിൽ, അതൊക്കെ ഒരു സമ്പ്രദായം പോലെ നടന്നു എന്നല്ലാതെ അതിലങ്ങട്ട് ഒട്ടിപ്പിടിച്ച ആളൊന്നുമില്ല. അതുണ്ടായി 3 കഴിഞ്ഞു ചോദിച്ചില്ലല്ലോ. അതുപോലെ വേളിയും കഴിഞ്ഞു 16 ഒന്നും അല്ലാണ്ട് എന്ത് അത്രയൊക്കെ ഉള്ളൂ. അതിലൊന്നും ഒട്ടിപ്പിടിച്ചോനല്ല എന്ന് മനസ്സിലായി. നല്ല യോഗ്യതയില്ലേ ബ്രാഹ്മണന്. പിന്നെ 2ാമത്തെ ചോദ്യം, കച്ചിൽ ഗുരുകുലേ വാസം, ഗുരുകുലത്തിൽ കഴിഞ്ഞത് ഓർമ്മയില്ലേ എന്നാ ചോദിച്ചത്. അതിനും ബ്രാഹ്മണൻ മിണ്ടിയില്ല. കാരണം എന്താണെന്നറിയൂ, അങ്ങയ്ക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അങ്ങയ്ക്ക് ഓർമ്മയുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞറിയേണ്ട കാര്യമില്ല, എനിക്ക് ഓർമ്മയുള്ളതുകൊണ്ട് അങ്ങ് പറഞ്ഞിട്ട് ഞാൻ അറിയേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പം നമ്മൾ 2 ആളും കൂടി ഇത് പറഞ്ഞ ഇവർക്ക് മനസ്സിലാവൂല്ല. ഇവരാരും നമ്മുടെ കൂടെ ഗുരുകുലത്തില് ഉണ്ടായിട്ടുമില്ല. പിന്നെ ഇപ്പം എന്ത്? അതുകൊണ്ടാണ് മിണ്ടാഞ്ഞത്. പിന്നെ മാത്രമല്ല, ചിലരോടൊക്കെ നമ്മൾ പഴയ കാര്യങ്ങൾ ചോദിച്ചാലേ അവരെന്ത് ചെയ്യും? പണ്ട് പറഞ്ഞില്ലേ 60s കാശ്മീരിലാവണ കാലത്ത്, എൻ്റെ ഗുരുവായൂരപ്പ 60s ആയിട്ടേ ഉള്ളൂ. 2025 ആകുമ്പോഴേക്ക് പാണ്ടിലോറി കയറിയ മാതിരിയാവും നമ്മുടെ തല. പൊങ്ങച്ചങ്ങട്ട് പറഞ്ഞിട്ട് ചതഞ്ഞ് ചമ്മന്തിയായിട്ടൊന്നും പറയണ്ടെന്ന് മദ്യാവും. അതിനേക്കാളും ഭേദം കയറായിട്ട് മാവമിക്ക് കയറാറുന്നു എന്നൊക്കെ തോന്നിപ്പോവും. എന്താ കാരണം? ഇവിടെ തല വെച്ചതിനേക്കാളും തോന്നിയിട്ടില്ലേ? പൊങ്ങച്ചൻ പറഞ്ഞ ഇങ്ങോട്ട് കഥയില്ലേണ്ട. ഇദ്ദേഹത്തിന് അങ്ങനെ പൊങ്ങച്ചൻ പറഞ്ഞ ഏർപ്പാടൊന്നുമില്ല. വളരെ കൃത്യക്കാരനാണ്. ഒരു കൂടുതലൊന്നിലും ഇല്ലേ. 3ാമത്തെ ചോദ്യം ഗുരുനാഥനെ കുറിച്ചാണ് ചോദിച്ചത്. അതിങ്ങോട്ട് കേട്ടപ്പോൾ കണ്ടു അദ്ദേഹത്തിന്റെ ആ ഗുരുഭക്തി, ഭഗവത് ഭക്തി, മഹിമ എന്തല്ലേ സന്തോഷമായി. ആളെന്ന് തിട്ടപ്പെടുത്തിയ രൂപം ഭഗവാൻ എന്ത് ചെയ്തു? ബ്രാഹ്മണനെ നല്ലോണം ഒന്ന് നോക്കി. പാവം, എല്ലാം ഉണ്ട്, ഭക്തി ഉണ്ട്, ജ്ഞാനമുണ്ട്, വിരക്തി ഉണ്ട്, എല്ലാ മഹിമകളുണ്ട്, സമ്പത്തേ ഇല്ലായുള്ളൂ. ഭഗവാൻ നല്ലോണം അനുഗ്രഹിച്ചു കൊടുത്തു. എല്ലാം ബ്രാഹ്മണൻ ചോദിക്കാതെ തന്നെ എല്ലാം കൊടുത്തു എന്ന് മാത്രം. എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ കൊടുത്താൽ ഇനിയിപ്പോൾ ഒരു 1.25 ഉറുപ്പ്യ എങ്ങോട്ട് വാങ്ങണ്ടേ? അങ്ങനെയുണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ ദക്ഷിണ വാങ്ങിയാലല്ലേ അതിന് ഫലം മുഴുവനെ അവിടേക്കാവുള്ളൂ. ലച്ച എന്താണ്ടാവണത്? ലച്ച സൗജന്യം കൊടുത്താൽ മാതിരിയാവും. ഇപ്പം ഈ ബ്രാഹ്മണന് സൗജന്യം കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു വലിയ ആള് ഇല്ലാത്ത ആള് വാങ്ങിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞാൽ 2ാം തരം ആവില്ല. അത് പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്നും ഇങ്ങോട്ട് വാങ്ങണ്ടേ, എന്താ ഇപ്പം ഒന്ന് വാങ്ങുക എന്നിങ്ങനെ ആലോചിച്ചു വെച്ചാലും സംശയമൊന്നും ഉണ്ടായില്ല വാങ്ങണ്ടതിനെ കുറിച്ച്. അത് പണ്ട് ഗേറ്റിൽ കണ്ടപ്പോൾ തന്നെ കണ്ടതാണ്. അത് ഏത് വാങ്ങേണ്ട സാധനം ബ്രാഹ്മണനെ ആദ്യം കണ്ടു. പിന്നെ കണ്ടത് എന്താണ്? പുസ്തകം പിന്നെയാണ് കണ്ടത്. പുസ്തകത്തിന് മുകളിൽ മറ്റേതാ കണ്ടത്. ഇത് പുസ്തകത്തിന് അടിയിലാണ് പിടിച്ചത് വെച്ചാലും പുസ്തകത്തിന് മുകളിലായിട്ട് കണ്ടത് എന്താണ്? മുണ്ടിൽ പോത്തിഞ്ഞ പോത്തിയും മുഖ്യമായ പുസ്തകവും. ആദ്യം ഏതാ കണ്ടത്? പൊതി.
പിന്നെയാണ് പുസ്തകം കണ്ടത്. പുസ്തകമൊക്കെ പൊതി കഴിഞ്ഞിട്ടേ പുസ്തകമൊക്കെ വേണ്ടു. ആദ്യം പുസ്തകം നോക്കൂ, ശരിയല്ലേ? ഭഗവാൻ ആദ്യമേ കണ്ണ് വെച്ചതാണ് ആ പൊതിയിലേക്ക്. തരേരിക്കും എന്നൊക്കെ വിചാരിച്ചു. ബ്രാഹ്മണൻ കൊണ്ടുവന്നു വെച്ചാലും കൊടുക്കാൻ നോക്കുമ്പം ഒരു വൈമനസ് എങ്ങനെയാ അപ്പൊ ഈ 2-3 നേരം പാൽപ്പായസം കൂട്ടി ഊണഴിക്കണത്? ആരകയില് കല്ലും നെല്ലും എല്ലാമേറോമപ്രഥോകം. അതെങ്ങനെ കൊടുക്കും? ഇത് കല്ല് കടിക്കുക, എന്തെങ്കിലുമൊക്കെ വിഷമാവില്ലേ? കൊണ്ടുവന്നു. ഒരു മടിയുണ്ട്, ഒരു ജാള്യതയുണ്ട് പാവം. അതുകൊണ്ട് ആ മുണ്ടിന്റെ ഉത്തരീയത്തിന്റെ മറവിൽ ഇങ്ങനെ പിടിച്ച് കാണണ്ട എന്ന് വിചാരിച്ച് മറച്ച് പിടിച്ചതാ. ഭഗവാനാണെങ്കിൽ ചില സാധനങ്ങൾ ഏതോട്ടയിൽ തിരികെ വെച്ചാലും കണ്ടുപിടിക്കും. അതാ പണ്ടേ ഉള്ളതാണ്. യശോദയൊക്കെ കെട്ടി തൂക്കിയതും ചാടി കയറിയതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ട്. അത് പഴയ സ്വഭാവം, അതിപ്പോഴും ഉണ്ട്. ഒന്നും പറയണ്ട. ഭഗവാൻ നോക്കി നിൽക്കുക. ധൈര്യം കൊടുക്കണില്ല. എത്ര നോക്കിയിട്ടും കൊടുക്കണില്ല. ഒടുക്കം ഭഗവാൻ ചാരി നിന്ന് ബ്രാഹ്മണനോട് ചോദിച്ചു, ബ്രാഹ്മണോത്തമ കിമുപായനമാനീതം, അങ്ങില്ലത്തുനിന്ന് വരുമ്പോ എന്താ കൊണ്ടുവന്നത് ചോദിച്ചു. പൊതി കിട്ടാനാ ചോദിച്ചത്. ധൈര്യം കൊടുത്തില്ല. ആര്? ബ്രാഹ്മണൻ കൊടുത്തില്ലേ? എന്താ? അയ്യോ ചോദിച്ചിട്ട് എന്താ? ഞാൻ ചെറിയ പൊതിയാണ്, ഇതേ ഉള്ളൂ ഇവിടത്തേക്ക് എന്ന് ചോദിച്ചിട്ട് കൊടുത്തില്ലേ? അപ്പൊ പിന്നെ ഭഗവാനെ തോന്നി ചെറിയ പൊതി ആയതുകൊണ്ടേയിരിക്കും. ഭഗവാൻ പറഞ്ഞു, അണ്ണുഅപ്പി പൊതി ചെറുതാണെങ്കിലും കൊണ്ടുവന്നവന്റെ മനസ്സിന്റെ വലിപ്പല്ലേ എന്റെ വലിപ്പം. എന്നിട്ടും കൊടുത്തില്ല. ഞാവലാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും തരാത്തത് എന്ന് ശങ്കിച്ചിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? അതും പറഞ്ഞു, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അശ്നാമി പ്രയതാത്മന. പഴായാലും ഒരു കിണ്ടിയ വെള്ളമായാലും ഒരു തുളസി കതിരായാലും എന്തായാലും എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് അങ്ങക്ക് അറിയില്ലേ? എന്താ അർത്ഥം? തന്നോളൂന്ന്. ഏത് പൊതിയേ? ഇത്യുക്തോപി ദ്വിജസ്തസ്മൈ വ്രീഡിതഃ പതയേ ശ്രേയ പൃഥുക പ്രസൃതിം രാജൻ ന പ്രായച്ഛൽ അവാൻമുഖ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോലും പൃഥുക പ്രസൃതി, അവൽപ്പൊതി ഭഗവാന് കൊടുത്തില്ല ബ്രാഹ്മണൻ. ഭഗവാന് മനസ്സിലായി ഇതിനിപ്പോ പഴയ പണീനെ പറ്റുള്ളൂ. ഇത് പഴയ പണി, പുതിയ പണിയിൽ നോക്കിയതാണ്. കുറച്ചൊരു മര്യാദക്കാരനായതാണ്. എന്ത് മര്യാദക്കാരൻ? പണ്ടത്തെ പണി ഇപ്പൊ വേണ്ടല്ലോ, പ്രായമൊക്കെ ആയതല്ലേ, നിരീക്ഷിച്ചിട്ടാണ് ആ പണി എടുക്കാഞ്ഞത്. ഇല്ലിച്ച പണ്ടേ ഗേറ്റിന്റെ അടുത്ത് നിന്ന് പിടിച്ച് വാങ്ങുകയായിരുന്നു, വേണ്ടാച്ചതാണ്. അപ്പൊ നോക്കിയപ്പോ പണ്ട് ഗുരുകുലത്തിലൊക്കെ അങ്ങനെയാണ്, കണ്ണിമാങ്ങ പൊട്ടിച്ചിട്ടൊരു ഓട്ടുണ്ട്. പറയണ്ട, വല്ലാത്ത ജാതിയാണ് അങ്ങനെയൊക്കെ. അന്നത്തെ ആ കുട്ടിക്കാലത്തെ കുട്ടി സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടല്ലോ. നിരീച്ചു ഭഗവാന് മനസ്സിലായി സാരല്ലേ, പഴയ പണി എടുക്കാൻ നിരീച്ച് അടുത്തേക്ക് അങ്ങോട്ട് നീങ്ങിയിരുന്നിട്ട് എന്തായാലും അദ്ദേഹം അത് തരും തോന്നണില്ല. നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് പിടിച്ചു പറക്കി എന്നേ പറ്റുള്ളൂ. ഭഗവാൻ അങ്ങോട്ട് നീങ്ങിയിരുന്നിട്ട് ആ ബ്രാഹ്മണന്റെ കയ്യിൽ നിന്ന് ആ പൊതി പിടിച്ചങ്ങോട്ട് വാങ്ങിയിട്ട് യുദ്ധം വിചിന്യവസനാൽ ചീരബദ്ധാൽ ദ്വിജന്മന സ്വയം ജഹാര കിമിതം ഇതി പൃഥുകതണ്ടുലാൻ. ആ പൊതി ഇങ്ങോട്ട് പിടിച്ച് വാങ്ങിയിട്ട് എന്താ അത്, എന്താ അങ്ങ് കൊണ്ടുവന്നത് ചോദിക്കലും പൊതി പിടിച്ച് വാങ്ങലും കഴിഞ്ഞു. അയ്യോ അത് പോയി, പെട്ടെന്ന് ഇപ്പൊ ഇത് വിചാരിച്ചില്ല, എപ്പൊക്കെ അത് മാറിയിട്ടുണ്ടാവുന്ന നിരീക്ഷിച്ചത്. ഏത് ഗുരുകുലത്തിലെ പഴയതേ അതൊന്നും പോവില്ല. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു കുട്ടി ഉണ്ടാവുമല്ലോ. അത് ഇവിടെ നമ്മളിന് എത്ര പ്രായമായാലും നമ്മുടെ കൂടെ പഠിച്ചവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ പതിവ്. അത് വലിയ വലിപ്പത്തിലൊന്നും നോക്കില്ല. അപ്പൊ പഴയതൊക്കെ തന്നെ എടുക്കുക പുറത്തേക്ക്. അദ്ദേഹം മട്ടില്ല പിടിച്ചക്കിട്ട് വാങ്ങി പൊതി അഴിച്ചു എന്നൊക്കെ അവിടെ പറയുന്നത്. ആ ധൃതി കണ്ടിട്ട് പൊതി അഴിച്ചതാവില്ല, മാന്തി കീറിയതെന്തെങ്കിലും ആവും. അഴിക്കണമെങ്കിൽ അതിന്റെ വക്കും വാലൊക്കെ നോക്കിയിട്ടൊക്കെ വേണ്ട. അതിനൊക്കെ ആർക്കുണ്ട് നേരം? ആർത്തി എന്തുകൊണ്ട്? ആ ഒരു ധൃതി ഭഗവാൻ ആ പൊതി ഇങ്ങോട്ട് അഴിച്ചിട്ട് നോക്കി, ആ പൊതിയിലേക്ക് നോക്കിയിട്ട് പറയുകയും ചെയ്തു, എന്റെ ബ്രാഹ്മണ, ഇപ്പോഴും അങ്ങക്ക് ഇതൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലേ. ഈ ഗുരുകുലത്തിലാവണ കാലത്ത് ഈ അവല എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടപ്പെട്ട വസ്തുവായിരുന്നു ഭഗവാനെ. അത് ഓർമ്മിച്ച് അതന്നെ നോക്കി വെച്ച അങ്ങ് ഇപ്പോഴും ഇത് കൊണ്ടുവന്നില്ലേ. എനിക്കങ്ങോട്ട് വയ്യ. അതാ കാരണം എന്താല്ലേ അങ്ങയുടെ ആ പഴയ ഓർമ്മ. ചിലരങ്ങനെയുണ്ട്, നമുക്കൊക്കെ ഒന്നോരൊന്ന് കൊണ്ടുവന്നു വരുമ്പം നമ്മുടെ എന്താണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് ഇങ്ങനെ കൊണ്ടുവന്നിട്ടെന്നുണ്ടെങ്കിൽ തിരുമേനി ഇതൊരു സ്നേഹമല്ല കൊണ്ടുവരുന്നതിന് കേട്ടോ. എന്താല്ലേ ആ വലിയൊരു സ്നേഹത്തിന്റെ എന്നുവെച്ചാൽ അത് അങ്ങനെ അവിടെ തന്നെ എത്തണം എന്നുള്ള നിർബന്ധ ബുദ്ധിയാണേ. ആ ഒരു ഇഷ്ടം, സ്നേഹം, വാത്സല്യമൊക്കെ ഇല്ലേ, അതന്നെ ഇവിടെ പിടിച്ചങ്ങോട്ട് വാങ്ങി വർത്തമാനം പറയാൻ നിന്നപ്പോൾ ഇതൊന്നും തരാവില്ല എന്നിരിച്ചു ഒരു പിടി വാരി അങ്ങോട്ട് കഴിച്ചു.
ആവൂ, ഒരു പിടി ഇങ്ങോട്ട് വാരി കഴിച്ച് രണ്ടാമത്തേത് ഇങ്ങോട്ട് വാരുമ്പം രുക്മിണി ദേവി കയ്യെ പിടിച്ചു. കയ്യെ പിടിച്ചപ്പോ രുക്മിണി എന്ന് നോക്കി, എന്തിനാ പിടിച്ചത് എന്ന്. രുക്മിണി ദേവി ഭഗവാന്റെ തലേന്ന് മെല്ലെ ആ ചുമരിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് നീക്കിയിട്ട് ചവിട്ടില് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്തോ രഹസ്യം പറഞ്ഞതാണ്. നമ്മളിപ്പോ നമ്മൾ കേട്ടാൽ കുഴപ്പമൊന്നുമില്ല. പറഞ്ഞത് എന്താണെന്നറിയൂ, ഭഗവാനെ അങ്ങപ്പോ ഒരു പിടി വാരി കഴിച്ചപ്പോഴേക്ക് തന്നെ ഈ ബ്രാഹ്മണന് ഞാൻ ദ്വാരക പോലെ ഒരു ദ്വാരക അവിടെ പണിത് കൊടുത്തു. ഭഗവാനെ സമാക്കി. ആരേ? ബ്രാഹ്മണനെ. ഇനി അങ്ങ് ഒരു പിടിയും കൂടി വാരി കഴിച്ചാൽ എന്താ ഉണ്ടാവുക എന്നറിയൂ, ആ ബ്രാഹ്മണന്റെ ഇല്ലത്ത് മിറ്റടിക്കാൻ ഞാൻ പോണം. അത് വേണോ ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അത് വേണ്ട, ഇവിടെ തന്നെ വലിയ മിറ്റാണേ, ധരിച്ചു കഴിഞ്ഞിട്ട് അവിടെയും കൂടി സഹായിക്കില്ല, വേണ്ട വേണ്ട. സമാക്കിയോ ചോദിച്ചു. സമാക്കി. ഉറപ്പല്ലേ? ഉറപ്പ്. സംശയമില്ലല്ലോ? സംശയമില്ല. ഉറപ്പ്. സമാക്കിയില്ലേ? നന്നായി. എന്നാ ശരി, എന്നാ ആയിക്കോട്ടെ. ഒരു പിടി കൊണ്ടപ്പോ തരാം, ഇത് കൊണ്ടുപോയി പ്രസാദമായിട്ട് എല്ലാവർക്കും കൊടുത്തോളൂ. എന്നിട്ട് എല്ലാവർക്കും കൊടുത്തു. ബ്രാഹ്മണനോട് പറഞ്ഞു, ബ്രാഹ്മണ എന്തല്ലേ ഈ അവലിന്റെ ഒരു രസം. ഈ ബ്രാഹ്മണന്റെ കയ്യിലാ പിന്നെ കൊടുത്തയച്ചത് സർട്ടിഫിക്കറ്റ്, പാഞ്ചാലിക്കും കൂടി ഉള്ളത്. പണ്ടൊരിക്കൽ, ഇപ്പോഴൊന്നുമല്ല, പണ്ടൊരിക്കൽ പാണ്ഡവ മഹിഷിയുടെ ശാകോദനമുണ്ടു നാമിന്നോ ഭവാന്റെ പൃഥുകം തിന്നോ രണ്ടു കൊണ്ടുമുണ്ടായോളം സുഖവും തൃപ്തിയും കീഴിൽ ഉണ്ടായിട്ടില്ലൊരിക്കലും എനിക്കു സഖേ. പണ്ടാ പാഞ്ചാലി ഒരു ചീരക്കൂട്ടാൻ കൂട്ടിയിട്ട് ഒരു ഊണ് വിളമ്പലുണ്ടായി. ഇപ്പോഴും ഞാൻ അതിന്റെ രുചി മറന്നിട്ടില്ല. ഇനിയിപ്പൊ അങ്ങപ്പ തന്ന ഈ അവലില്ലേ, അതിന്റെ ഒരു രുചി വലിയ രുചിയില്ല. ഞാൻ എന്തായാലും കുലുക്കുഴിയില്ല. ഇതൊന്നും കേട്ട് കുലുക്കുഴിയാണ്ടിരിക്കരുത്. കുലുക്കുഴിയില്ല പറഞ്ഞതിന്റെ അർത്ഥം എത്ര കുലുക്കുഴിഞ്ഞ് വായ കഴുകി വൃത്തിയാക്കിയാലും ചില രുചി വായെന്ന് പോവില്ല. ശരിയോ തെറ്റോ? അങ്ങനെയില്ലേ? ചില രുചി അവിടെ കിടക്കും. വായ കഴുകി വൃത്തിയാക്കിക്കോളൂ, വിരോധമല്ലേ. രുചി അവിടെ. ആ രുചിയെ ഇതിന് അനുഗ്രഹിച്ചു. എന്തല്ലേ നമ്മളൊരാൾക്കൊരു വസ്തു കൊണ്ടുപോയിട്ട് അയാളത് കഴിച്ച് സന്തോഷമായി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അനുഗ്രഹമായി. ശരിയല്ലേ? ഇത് ഭഗവാന്റെ ആ തൃപ്പാദം അനുഗ്രഹിച്ച മാതിരിയായി. രാവണനും ഭഗവാനും കൂടി വർത്തമാനൊക്കെ പറഞ്ഞ് അന്ന് അവിടെ ഇരുന്ന് സന്തോഷമായി. പിറ്റേന്നാള് വെളിച്ചായപ്പം പറഞ്ഞു, ശോഭൂതേ. വെളിച്ചായപ്പം എന്നാ ഞാൻ ഇല്ലത്തേക്ക് മടങ്ങട്ടെ, അത്തേമാരോളോ ഉണ്ണിയോളൊക്കെ ഒറ്റയ്ക്കല്ലേ അവിടെ പോട്ടെ. ശരി, എന്നാ അങ്ങനെ ആവട്ടെ. നന്നായി. ബ്രാഹ്മണനെ നന്നായി സന്തോഷമായിട്ട് ഭഗവാൻ പറഞ്ഞേക്കും ചെയ്തു. ഭഗവാന്റെ അടുത്ത യാത്ര പറഞ്ഞ ബ്രാഹ്മണൻ യാത്രയും പറഞ്ഞു പോന്നു. അവിടുന്ന് അങ്ങനെ പോന്നു. ഇപ്പൊ എന്തേ പറയണ്ടു, സന്തോഷമായിട്ട് ഇങ്ങനെ ചിന്തിച്ചു. ഭഗവാന്റെ ഒരു സ്നേഹം എന്താ അല്ലേ. ആ ബ്രാഹ്മണനാണെന്ന് കണക്കാക്കിയിട്ടില്ലേ തന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനത്തെ മുണ്ട കൊടുത്തു പോയി ആരെയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യൂ. എന്താ അല്ലേ ആ ഭഗവാന്റെ ബ്രാഹ്മണ ഭക്തി. ഒന്നും പറയണ്ട, എന്നെ എന്തൊക്കെ തരത്തിലാ സൽക്കരിച്ചത്. ഈ വിചാരമായി പോയി ആർക്ക്? ബ്രാഹ്മണന്. അദ്ദേഹം വിചാരത്തിൽ അങ്ങോട്ട് മുഴുകി 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 നടക്കുക കാരണത്താലേ വഴി തെറ്റി തിരിച്ചവിടെ തന്നെ എത്തിപ്പെട്ടു. ദ്വാരകയില്. ദ്വാരകന്യല്ലോ, അല്ലല്ലോ, തന്തമാവ് ദ്വാരകയിൽ ഇല്ലല്ലോ. ഇത് ഇല്ലത്തെ പഠിക്കല മാവല്ലേ. നോക്കുമ്പോ അപ്പോഴത്തെ കുറെ സ്ത്രീകൾ മുട്ടോളം വളയും പട്ടുസാരിയൊക്കെ ചുറ്റിയിട്ട് കുത്തുവിളക്കും ചങ്ങലവട്ടയൊക്കെ പിടിച്ചിട്ട് വരുന്നു. അപ്പൊ എന്താ അമ്പലത്തിൽ ഉത്സവമായിരിക്കും. അദ്ദേഹം അതിന്റെ ഇടയ്ക്ക് നിന്നു. അപ്പോൾ അതാ വന്ന സ്ത്രീ മുമ്പിൽ നിൽക്കണ ആ സ്ത്രീയിലെ മുമ്പിലൊന്ന് ബ്രാഹ്മണോത്തമ. ശബ്ദം കേട്ടപ്പോൾ ആളെ മനസ്സിലായത് അതേമാരവളാണേ. ഇതെന്തപ്പത് എന്താ അല്ലേ ചോദിച്ചു. നല്ല വളയും മാലയും ആഭരണങ്ങളൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയും വെടുപ്പായിട്ടാ വന്നതേ. ചോദിച്ചു, അങ്ങ് ഇവിടുന്ന് പോയതിന്റെ ശേഷം ഉണ്ടായ മഹിമയാണ് ഈ കണ്ടതൊക്കെ, ആ ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞു. തൊഴുതു. ഭാര്യ ഇല്ലത്തെത്തിയപ്പോ ദ്വാരകയിലെത്തിയ മാതിരിയാ തോന്നിയതേ. ദ്വാരക പോലെ തന്നെയാണ് ഭഗവാൻ ഇവിടെ നേരെയാക്കി കൊടുത്തത്. സന്തോഷായി. ബ്രാഹ്മണൻ ഈ കണ്ട മഹിമ കണ്ടിട്ട് ഒന്നും ചോദിച്ചില്ല. ഭഗവാന്റെ തൃപ്പാദം ധരിച്ച ബ്രാഹ്മണൻ പറഞ്ഞു, ഭാര്യയെ ഇതൊക്കെ ഉണ്ടാവും, ഇതൊന്നും കണ്ട് ഭ്രമിക്കരുത്. വളരെ ശാന്തനായിട്ട് അദ്ദേഹം പറഞ്ഞതേ. എന്നുവെച്ചാ ഒന്നും ഇല്ലാത്ത ദിക്കിന്ന് പോയി ആള് എല്ലാം ഉള്ള ദിക്കിലേക്ക് വന്നപ്പോഴും അദ്ദേഹത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല. അദ്ദേഹം പറയും ചെയ്തു, ഇതൊക്കെ ഭഗവാന്റെ മഹിമയാണ്, അതുകൊണ്ട് ഇതിന്റെ മുകളിലൊന്നും ചിന്ത വെക്കേണ്ട. എവിടെയാ ചിന്ത വെക്കേണ്ടത്? തസ്യൈവമേ. അവിടെ മാത്രമേ വെക്കാവൂ. എവിടെ? തസ്യൈവമേ. തസ്യമേ നല്ല പറ. തസ്യ ഏവ. ആ ഏവയ്ക്ക് ഒരു അവധാരണം ഉണ്ട്. എന്താ? അവിടെ തന്നെ വെക്കാവൂ. എവിടെ? തസ്യൈവമേ. സൗഹൃദ സഖ്യ മൈത്രീ ദാസ്യം
പുനർജന്മനി ജന്മനി സ്യാൽ. ആ ഭഗവാന്റെ തൃപ്പാദത്തിലേ മനസ്സുറയ്ക്കാവൂ. ഏതേത് ജന്മം എവിടെ എങ്ങനെയൊക്കെ ഉണ്ടായി വന്നാലും അന്നൊക്കെ ആ മനസ്ഥിതി ഭഗവാന്റെ പാദപത്മങ്ങളിൽ ഉറച്ചിരിക്കണം. ഭഗവത് ഭക്തന്മാരോട് എന്നും ഞങ്ങൾക്ക് ചേർച്ചയുണ്ടാവണം. ഭഗവാന്റെ തൃപ്പാദം തൊഴുത ഭാവം കൊണ്ട് വിഷയാസക്തന്മാരോട് ബന്ധം ഉണ്ടാവരുത്, വിഷയങ്ങളിൽ വാസന ഉണ്ടാവരുതേ എന്ന് പറഞ്ഞ് ആ ബ്രാഹ്മണനും അദ്ദേഹത്തിന്റെ പത്നിയും ചേർന്ന് ഭഗവാനെ ഭജിച്ച് 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 അങ്ങനെ ഭഗവാൻ തന്നെ സൗഭാഗ്യങ്ങൾ അനുഭവിച്ചും കൊണ്ട് എന്നാലോ അതിലൊട്ടാതെ കണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, പത്മപത്രമിവ അംഭസ, താമരയില വെള്ളത്തിൽ ജീവിക്കുമ്പോഴും വെള്ളം കൊണ്ട് നനയാത്ത പോലെ ഈ സൗഭാഗ്യ സമൃദ്ധിയിൽ ജീവിക്കുമ്പോഴും ആ സൗഭാഗ്യ സമൃദ്ധിയിലൊന്നും പെട്ടുപോവാതെ ഭഗവാന്റെ തൃപ്പാദത്തിൽ ലയിച്ച് ആ രണ്ടുപേരും ഭജിച്ച് വൈകുണ്ഠത്തിലെത്തി പരീക്ഷിത്തെ. അതുകൊണ്ട് അങ്ങ് മനസ്സിലാക്കേണ്ടത് സർവാസാമപി സിദ്ധീനാം മൂലം തച്ചരണാർച്ചനം. എല്ലാ നന്മകൾക്കും കാരണം ഭഗവാന്റെ തൃപ്പാദത്തെ ഭജിക്കലാണ്. അതുകൊണ്ട് ഭഗവാനെ നല്ലോണം ഭജിച്ചോളൂ, എല്ലാം ഉണ്ടാവും. സമ്പത്തും സമൃദ്ധിയും നന്മയും യശസ്സും ശാന്തതയും സുഖവും എല്ലാം ഉണ്ടാവാൻ ഭഗവാങ്കൽ ഉറപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. പരീക്ഷത്തിന് സന്തോഷമായി. പരീക്ഷിത്ത് അപ്പം ചോദിച്ചു, അന്ന് പിന്നെ അക്കാലത്ത് എന്താ ഉണ്ടായത്? അക്കാലത്ത് കലശലായിട്ടൊരു സൂര്യഗ്രഹണം ഉണ്ടായി എന്ന് പറഞ്ഞു. വലിയൊരു സൂര്യഗ്രഹണം ഉണ്ടായത്. ഈ സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ അഥൈഗത ദ്വാരവത്യം വസതോ രാമകൃഷ്ണയോഹോ സൂര്യോപരാഗസ്വ മഹാനാസിൽ കൽപ്പക്ഷയെ യഥ. ലോകാവസാനത്തിനൊക്കെ ഉണ്ടാവണം ജാതി ഒരു സൂര്യഗ്രഹണം ഉണ്ടായി. ഈ സൂര്യഗ്രഹണം എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ദുഷ്കാലാണ്. ദുഷ്കാലമായതുകൊണ്ട് ഈ ദുഷ്കാല ദുരിതം തീരാൻ സൽക്കർമ്മങ്ങൾ ചെയ്യലാണ് വേണ്ടത്. യാദവന്മാരെല്ലാവരും കൂടി എന്ത് ചെയ്തു? കുരുക്ഷേത്ര ഭൂമി പുണ്യഭൂമിയാണല്ലോ, ആ പുണ്യഭൂമിയിൽ വന്നിരുന്ന് സൽക്കർമ്മങ്ങളായിട്ടിരുന്നു. അപ്പൊ പാണ്ഡവന്മാരും അവർക്കുണ്ടല്ലോ സൂര്യഗ്രഹണം, അവരെവിടേക്ക് പോകുന്നു? കുരുക്ഷേത്രത്തേക്ക് പോകുന്നു. ഈ പാണ്ഡവന്മാരും യാദവന്മാരും എല്ലാവരും പരസ്പരം ബന്ധുക്കളായതുകൊണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സന്തോഷിച്ച് അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് സത്സംഗമൊക്കെ ആയിട്ട് കൂടിക്കഴിഞ്ഞ് ആ കുരുക്ഷേത്ര ഭൂമിയിൽ കഴിച്ചു കൂട്ടുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി കഴിച്ചു കൂട്ടുമ്പോഴാണ് ഈ പാഞ്ചാലി എന്ത് ചെയ്തു? കൃഷ്ണഭഗ്നിമാര് ഭഗവാന്റെ ഭഗ്നിമാരെല്ലാവരും അടുത്ത് കണ്ടു. വലിയ സന്തോഷമായി. അവരുടെ അടുത്ത് ചെന്ന് തൊഴുതു. അവര് ഭഗവാൻ ഈ കൃഷ്ണഭഗ്നിമാരെയൊക്കെ വിവാഹം ചെയ്ത സമ്പ്രദായമൊക്കെ ഒന്ന് കേൾക്കണമെന്ന് പാഞ്ചാലിക്ക് ഒരു മോഹം. അവരത് പറഞ്ഞു. രുക്മിണിയും ജാമ്പവതിയും സത്യഭാമയും ഗാളിന്തിയും മിത്രവിന്ദ സത്യ ഭദ്ര ലക്ഷ്മണ നരകാസുരന്റെ കാരാഗ്രഹത്തിൽ നിന്ന് വന്ന പെങ്കടങ്ങള് എല്ലാവരും ആ ഭഗവാന്റെ ദാസിമാരായ വലിയൊരു ഭാഗ്യത്തിന്റെ കഥ എല്ലാവരും വിസ്തരിച്ച് പറഞ്ഞു. അങ്ങനെ അവർ ഈ ഭഗവത് കഥകളൊക്കെ പറഞ്ഞ് മരത്തിന്റെ ചോട്ടിലിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ മഹർഷിമാരവിടേക്ക് വന്നു. മഹർഷിമാര് എന്നൊക്കെ പറഞ്ഞാൽ നാരദാദികളായ മഹർഷിമാര്. ഈ മഹർഷിമാര് വന്ന സമയത്ത് മഹർഷിമാരെ നല്ലോണം നമസ്കരിച്ചു. ഭഗവാൻ നമസ്കരിച്ചു, ഭഗവാൻ ഇങ്ങടും നമസ്കരിച്ചു. രണ്ടു കൂട്ടരും അങ്ങടും ഇങ്ങടൊക്കെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് ഈ വസുദേവര് ഉണ്ടല്ലോ, വസുദേവര് ഈ മഹർഷിമാരുടെ അടുത്ത് വന്ന് തൊഴുതിട്ട് മഹർഷിമാരോട് ചോദിച്ചു, മഹർഷിമാരെ എനിക്കൊരു സംഗതി ചോദിക്കാനുണ്ട്, ഞാൻ ചോദിച്ചോട്ടെയോ? ചോദിച്ചോളൂ, എന്താ അങ്ങേക്ക് ചോദിക്കാനുള്ളത്? അതായത് എന്താ വെച്ചാല് നമോ വഹ് സർവദേവേഭ്യ ഋഷയ ശ്രോതുമർഹത കർമ്മണ കർമ്മ നിർഹാരോ യഥാസ്യാൽ നസ്തദുച്യത. ഇതാണ് പറഞ്ഞത്. നാരദ മഹർഷിയോട് ചോദിച്ച ചോദ്യമാണ്. എന്താ ചോദിച്ചത്? വസുദേവര് ചോദിച്ചതാണ്, കർമ്മം കൊണ്ട് കർമ്മമില്ലാതെ കണ്ടാക്ക് എങ്ങനെയാന്നൊന്ന് പറഞ്ഞു തരൂ എന്ന് ചോദിച്ചു. എന്താ ചോദിച്ചത്? കർമ്മം കൊണ്ട് കർമ്മം ഇല്ലാതെ കണ്ടാക്കണ വിദ്യ ഒന്ന് പറഞ്ഞു തരുമോന്ന്. ചോദ്യം മനസ്സിലായോ? ഭാഷ മനസ്സിലായോ എന്നല്ല, ചോദ്യം മനസ്സിലായോ? പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലായോ എന്നാ ചോദിച്ചത്. ഇല്ല ഇല്ല എന്ന് പറഞ്ഞോളൂ, വേഗം കണ്ട് പറഞ്ഞാൽ വേഗം തുടങ്ങാം. മനസ്സിലായിച്ച പിന്നെ അടുത്തത് പറഞ്ഞാൽ മതിയിൽ വെച്ചിട്ടാണ് ഒരു സൗകര്യത്തിന് ചോദിച്ചതാണ്. കർമ്മം കൊണ്ട് കർമ്മമില്ലാതെ കണ്ടാക്കുക എങ്ങനെയാന്നാ ചോദിച്ചത്. പഞ്ചസാര കഴിച്ച പ്രമേഹം ഇല്ലേണ്ടൊക്കെ എങ്ങനെയാ ചോദിച്ച മാതിരി. മനസ്സിലായില്ല? ചെളിവെള്ളം കൊണ്ട് കാല് കഴുകി കാലുമ്മിലെ ചെളി എങ്ങനെയാ കളയാന്ന് ചോദിച്ച മാതിരി. മനസ്സിലായില്ല? ഒരു പിടുത്തമില്ല. ഇല്ല, എല്ലാവരും ഇങ്ങനെ അന്താളിച്ചിരിക്കുക. എന്താന്ന് മനസ്സിലായില്ല വെച്ചാൽ പറയാം. അർത്ഥം മനസ്സിലായ ചോദ്യത്തിന്റെ അർത്ഥം? ഇല്ല എന്ന് പറഞ്ഞാൽ മതി, അർത്ഥം പറഞ്ഞുതരാം. ഇത് ചോദ്യം മനസ്സിലാവാണ്ട് ഉത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. ഉത്തരമൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കും. ഭാഗവതത്തിൽ ചോദ്യങ്ങൾ ആരും കേൾക്കില്ല. ചോദ്യം ഇല്ലെങ്കിൽ പിന്നെ എന്തുത്തര? ശരിയല്ലേ? കർമ്മം കൊണ്ട് കർമ്മമില്ല ഉണ്ടാക്കണം എന്താ ചോദിച്ചതിന് അർത്ഥം മനസ്സിലായോ? പലരും എന്നങ്ങോട്ട് പറയാം. ഇനി നമ്മുടെ നേരാ പോണതേ. ഏതായാലും ഈ കർമ്മം കൊണ്ട് കർമ്മമില്ലാതെയൊക്കെ പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ, നമ്മൾ ഈ ശ്രദ്ധിച്ച് കേൾക്കണേ, നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കാൻ കാരണം എന്താ? ഇതാരും മിണ്ടാത്തത്?
മുമ്പ് ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനാണ് നമ്മൾ ഭൂമിയിൽ. സംശയമില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നത് മുമ്പ് ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനാണ്. അപ്പം നമ്മൾ മുമ്പ് ചെയ്ത കർമ്മങ്ങളൊക്കെ കൂട്ടി അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ ഗോഡൗണിൽ, ഏത് ഗോഡൗൺ? കർമ്മ ഗോഡൗൺ, FCI ഗോഡൗൺ അല്ല, വലിയ ഗോഡൗൺ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കൂട്ടിയിടാൻ, സ്വരൂപിച്ച് വെക്കാനുള്ള സ്ഥലം, സംഭരിക്കാനുള്ള സ്ഥലം. ഇങ്ങനെ കോടിക്കണക്കിന് ടൺ കർമ്മങ്ങളാണ് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. ആ എത്രയോ ജന്മങ്ങളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച കർമ്മങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതിൽ നിന്ന് ഒരു 500 ഗ്രാം ഒരു പ്ലാസ്റ്റിക്കിന്റെ ഉറയിലാക്കി അടുത്തേ കയ്യിൽ പിടിച്ചിട്ട് ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞിട്ട് പോരുക അവിടേക്ക്. എന്നിട്ട് 500 ഗ്രാം ഇവിടെ അനുഭവിച്ച് തീർത്താൽ നമ്മൾ അങ്ങോട്ട് തന്നെ പോകും. എന്നിട്ട് അവിടുന്ന് ഒരു 300 ഗ്രാം എടുത്തിങ്ങോട്ട് വരും നാണിക്കുട്ടി എന്നും പറഞ്ഞിട്ട് അത് ഇവിടെ അനുഭവിച്ച് തീർത്തിട്ട് പിന്നെ ഇങ്ങനെ കുറേശ്ശെ കൊണ്ടുവന്ന് അനുഭവിച്ച് തീർത്ത് എന്ത് തീരണം? പറഞ്ഞോളൂ, വേഗം പറയൂ. ആ ഗോഡൗണിലെ കർമ്മങ്ങൾ തീരണം. ശരി, 250, 500 ആണെങ്കിൽ അവിടെ കോടിക്കണക്കിനുണ്ട്. എന്നാലും ശരി, ഏതെങ്കിലും ഒരു കാലത്ത് ഇന്നും നാളെയൊന്നും അല്ലെങ്കിലും കുറെ കാലം കഴിയുമ്പോഴെങ്കിലും തീരുമല്ലോ എന്നൊരു പ്രതീക്ഷയുണ്ട്. അവിടെ ഇരിക്കട്ടെ, പ്രതീക്ഷയുടെ കാര്യം നേരെയാക്കി തരാം. നോക്കൂ, നമ്മൾ ഈ 250, 500 ഒക്കെ ആയിട്ട് അനുഭവിക്കാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ബസ്സിൽ കയറിയപ്പോൾ എന്ത് ചെയ്തു? ആ കാർന്നവരുടെ കാലിൻ്റെ തള്ളവിരലിൻ്റെ മുകളിൽ കയറി നിന്ന് ഇങ്ങനെ നാട്ടുമാങ്ങയുമ്പോൾ ആന കയറിയ മാതിരിയായി. എങ്ങനെ ഉണ്ടാവും ആ വിരല്? നാട്ടുമാങ്ങ പഴുത്ത് വീണ നാട്ടുമാമ്പഴല്ലേ, ചന്ദ്രക്കാരൻ മാങ്ങയുടെ നമ്മൾ ആന കയറി എങ്ങനെ ഉണ്ടാവും? അതൊക്കെ പിന്നെ ആലോചിച്ചോളൂ. ചളി വെള്ളിയായിപ്പോയി കാലിൻ്റെ വിരല്. അതൊരു 5000 കിലോ ഉണ്ടായിരുന്നു. അത് എവിടേക്ക് പോയി? ഗോഡൗണിലേക്ക് പോയി. പിന്നെ നമ്മൾ അമ്പലത്തിൽ തൊഴാൻ വന്നപ്പം നമ്മൾ അമ്പലത്തേക്ക് തിക്കും തിരക്ക്, നമ്മൾ JCB പോണ മാതിരി അപ്പോൾ ഇങ്ങനെയല്ലേ പോവുക. അങ്ങനെ അവിടെ ചെന്ന് തൊഴാൻ നിന്ന് കുറേശ്ശൊരു തെരി ബഹളൊക്കെ നമ്മൾ അമ്മുട്ടമ്മയുടെ വയറ്റത്ത് ഒരു കുത്തും കൊടുത്തു. അതുണ്ടായിരുന്നു, ഒരു 3000 കിലോ ഉണ്ടായിരുന്നു. അത് എവിടേക്ക് പോയി? ഗോഡൗണിലേക്ക് പോയി. ഇനി വിസ്തരിക്കൊന്നും വേണ്ട. നമ്മൾ രാവിലെയും വൈകുന്നേരം, ഉച്ചയ്ക്കും വൈകുന്നേരം, രാവിലെ ഉച്ചയ്ക്കും രാത്രിയൊക്കെ ആയിട്ട് ഉണ്ടാക്കണം 5000, 2000, 3000, 4000 ഒക്കെ എവിടേക്ക് പോകും? ഗോഡൗണിലേക്ക് പോകും. നമ്മൾ കൊണ്ടുവന്നത് എത്രയാണ്? 500 ഗ്രാം. ഇപ്പൊ പോയത് എത്രയാണ്? ഒരു ദിവസം കൊണ്ട് 5000, 10000 ഒക്കെ പോണുണ്ട്. അങ്ങനെ നോക്കിയാൽ നമ്മളെ കർമ്മം തീരാൻ സാധ്യതയുണ്ടോ? ഇല്ലേ? തീരില്ല. എന്താ കാരണം? 500 ഗ്രാം കൊണ്ടുവന്ന് നമ്മൾ 50,000 ആക്കിയിട്ടാ കൊടുത്തേക്കുന്നത്. പെട്ടിക്കട സൂപ്പർ മാർക്കറ്റ് ആക്കണ മാതിരി വലിയ ബിസിനസ് അത് ഉണ്ടല്ലേ? ശരിയല്ലേ ഇത്? അപ്പൊ എന്ത് ചെയ്യും? കർമ്മം ചെയ്യാണ്ടിരിക്കാൻ വയ്ക്കോ? അതും വയ്യ. ചെയ്താലാണെങ്കിലോ ഈ ജാതി എന്ത് ചെയ്യും എന്നാണ് ആര് ചോദിച്ചത്? നാരദ മഹർഷിയോട് വസുദേവർ. ഇപ്പം മനസ്സിലായ ചോദ്യത്തിന്റെ അർത്ഥം? കർമ്മം ചെയ്യും വേണം, ചെയ്താൽ ഇജാതി ബുദ്ധിമുട്ടുണ്ട്, ചെയ്യാണ്ടിരിക്കാനും വയ്യ. എന്തോ. അപ്പൊ നമുക്ക് ഒരു ചോദിച്ചത് എങ്ങനെയാണ്? കർമ്മം ചെയ്യും വേണം, ചെയ്യുമ്പോ എന്ത് പാടില്ല? അതുകൊണ്ട് വേറെ ഉണ്ടാവാൻ പാടില്ല. എന്തും കൂടി വേണം? അവിടെ ഗോഡൗണിൽ ഇരിക്കുന്നത് തീരും വേണം. കൊണ്ടുവന്ന് 500 ഗ്രാമും തീരണം. നമ്മൾ കൊണ്ടുവന്ന് 500 ഗ്രാമും തീരണം. അതുകൊണ്ട് ഇനി വേറെ ഒന്നും ഉണ്ടാവാനും പാടില്ല. അവിടെ കൂട്ടിയിട്ടതും തീരണം എന്നാണ്. ഈ ഗ്രാമ, ഗോഡൗണ്, ടൺ എന്നൊക്കെ പറഞ്ഞത് ഒരു ചിന്തയ്ക്ക് വിഷയം ഉണ്ടാക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് ഇനി ഇത്തിരി ശാസ്ത്രീയമായ ഭാഷയിൽ ഇപ്പൊ പറഞ്ഞ വേദാന്തം ഒന്നും പറയാം. നമ്മൾക്ക് ഈ ലോകത്തിൽ നമ്മളെ ബന്ധിപ്പിക്കുന്ന സാധനം എന്താണെന്നറിയോ? 3 ജാതി കർമ്മങ്ങളാ. ഏതൊക്കെയാ 3 കർമ്മം? 1 സഞ്ചിതം, 2 പ്രാരബ്ധം, 3 ആഗാമി. ഈ സഞ്ചിതം എന്ന് പറഞ്ഞാൽ നമ്മൾ പല ജാതി ജന്മങ്ങളിൽ കൂട്ടി വെച്ചതാണ്. അതാണ് ഗോഡൗണിലത്തെ കർമ്മം എന്ന് പറഞ്ഞത്. അതിന്റെ പേരാണ് എന്താ? സഞ്ചിത കർമ്മം. രണ്ടാമത്തേത് പ്രാരബ്ധം. പ്രാരബ്ധം ചെന്താ? 500 ഗ്രാം ആയിട്ട് ഇങ്ങോട്ട് പോകുന്നു പറഞ്ഞില്ലേ? അതായത് ഫലം തരാൻ തുടങ്ങിയതിന്റെ പേരാണ് എന്ത്? പ്രാരബ്ധ. അതാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് അനുഭവിക്കുന്നത് പ്രാരബ്ധ കർമ്മം, രണ്ടാമത്തെ ജാതി. ഈ പ്രാരബ്ധാദി കർമ്മങ്ങൾ അനുഭവിക്കുമ്പം ഉണ്ടാവണ അടുത്ത കർമ്മങ്ങളാണ് എന്ത്? ആഗാമി എന്ന് പറയുന്നത്. അർത്ഥം ആഗാമിച്ച പിന്നെ വരുന്നത്. ഈ 3 തരം കർമ്മങ്ങളാണ് നമുക്ക് ദുരിതം ഉണ്ടാക്കുന്നത്. ഈ 3 തരം കർമ്മങ്ങളെയും ഇല്ലാതെ കണ്ടാക്കി എങ്ങനെ ഈ ജന്മം സഫലമാക്കാം? ജന്മം കൊണ്ട് തന്നെ കാര്യം എങ്ങനെ നേരിയേക്കുന്ന ചോദിച്ചത്. ഇപ്പൊ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായില്ലേ? അതിനെന്താ വിദ്യ? ആ വിദ്യയാണ് പറഞ്ഞു. ചോദ്യം കേട്ടപ്പം, ചോദ്യത്തിന്റെ ഭംഗി കണ്ടപ്പം നാരദ മഹർഷി പറഞ്ഞു, നന്നായി, ചോദ്യമൊക്കെ നന്നായി, വളരെ നല്ല ചോദ്യമാണ്. ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്, ഭഗവാനോടായിരുന്നു ചോദിക്കേണ്ടത്. ഇപ്പൊ ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിക്കേണ്ട ഞങ്ങളോട് ചോദിച്ചത് എന്തുകൊണ്ടാണെന്നറിയൂ? ഭഗവാൻ മകനാണല്ലോ എന്ന് തോന്നുകൊണ്ടൊരു വില കുറച്ചിലുണ്ടേ, അതുകൊണ്ടാണ്. ഇല്ലെങ്കിലും നമുക്ക് അടുപ്പം കൂടിയാൽ നമ്മൾക്ക് എന്തുണ്ടാവും? ഒരു വില കുറച്ചിലുണ്ടാവും. ആരോടായാലും അടുപ്പം കൂടിയ വില ഉണ്ടാവില്ല. മകനായതുകൊണ്ട് മകനോട് അടുപ്പം കുറച്ച് കൂടെ, അതുകൊണ്ട് തീരെ വില ഉണ്ടാവില്ല. ആരോടായാലും നമുക്ക് അടുത്ത് കൂടിയ, ദൂരെ എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ, അടുത്ത് കാണുമ്പോൾ
കുറച്ച് ദിവസം അടുത്താ പിന്നെ ഒരു ആരോടായാലും അടുപ്പം കൂടിയ വില ഉണ്ടാവില്ല. ശരി. സന്നികരിഷോ ഹിമർത്യാനാം അനാദരണ കാരണം ഗംഗം ഹിത്വായ ധാന്യംഭ തത്രത്യോ യാതി ശുദ്ധയേ. അതാണ്, അങ്ങനെയാണ്. അടുപ്പം കൂടിയ വില ഉണ്ടാവില്ല. ഏതുപോലെ? ഗംഗം ഹിത്വായ ധാന്യംഭ. ഗംഗയുടെ കരയിൽ താമസിക്കുന്ന ഒരു ഗംഗയിൽ മുങ്ങില്ല. നമ്മൾ ചോദിച്ചു, നമ്മൾ ഇവിടുന്ന് വണ്ടി കൂലി കൊടുത്ത് 3-4 ദിവസത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ഗംഗയുടെ കരയിൽ ചെന്നതാ. അപ്പൊ അവിടെ താമസിക്കുന്നോട് ചോദിച്ചു, ഗംഗയിലാണല്ലേ കുളി ചോദിച്ചത്. ചിലവർ ദൂരെന്നൊക്കെ പറഞ്ഞവര് മുങ്ങും, പാവ അവർക്ക് അറിയില്ലല്ലോ. ഞങ്ങൾ പൈപ്പിന്റെ വിട്ട് എന്നാ കുളിക്കാന്ന്. നമ്മൾ പിന്നെ വണ്ടി കൂലി കൊടുത്തത് ആലോചിച്ചപ്പോൾ ഇവിടുന്ന് ഒരു സാധനം ഇങ്ങോട്ട് പോയി, പിന്നെ മുങ്ങി ഇങ്ങോട്ട് പോകുന്നു. ശരിയോ തെറ്റോ? ഇങ്ങനെയാണ്. അടുത്തുള്ള തൊട്ടടുത്ത അമ്പലത്തേക്ക് തൊഴാൻ പോവില്ല. എന്നിട്ട് പറയും മറ്റേ ദിക്കില് എന്താ ശക്തി. ഏത് മറ്റേ ദിക്കില? ഏതെങ്കിലും മറ്റേ ദിക്കിലേക്ക് കുത്തി തള്ളി പോവും. അവിടെ ചെന്ന് എന്താ ശക്തി, അവിടെ എന്താ ശക്തി ഇങ്ങനെ പറയും. 9-12 മണിക്കൂർ നിന്നിട്ടാ ഞാൻ തൊഴുതത്. മുമ്പ് അതിൻ്റെ ഇടയ്ക്ക് എന്തൊരു ജാതി കുത്താ വയറ്റത്തൊക്കെ കിട്ടിയത്. എന്താ ശക്തി? കുത്തിനല്ല ശക്തിയാ. അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്തല്ലേ വിവരല്യായ സജ്ജനങ്ങളെ, അങ്ങനെയൊന്നും പറയരുത്. നോക്കൂ, പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ? നമുക്ക് തൊട്ടടുത്ത ദേവരോട് അടുപ്പം കൊണ്ട് എന്ത് തോന്നുകയാണ്? അവിടെ കുറവാണ്. മറ്റത് ദൂരെ ആയതുകൊണ്ട് പിന്നെ വയറ്റത്തൊക്കെ നല്ലോണം കിട്ടുകൊണ്ടും ഒരു ശക്തി തോന്നുകയാണേ. ശക്തിയൊക്കെ എല്ലാ ദിക്കിലും ഉണ്ടേ. അതിപ്പോ എന്താ പറയുക? അത് നമുക്ക് അടുത്തതിനോട് തോന്നാത്തതിൻ്റെ കാരണം അടുപ്പം കൂടി എന്നുള്ളൊരു വിഷമാണ്. അങ്ങനെ അടുപ്പം കൂടിയിട്ട് വില കുറയ്ക്കരുത് കേട്ടോ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയോ? അടുപ്പം കൂടിയിട്ട് നമ്മളൊരു മഹാത്മാവിനോട് അടുപ്പം കൂട്ടിയിട്ട് വില കുറച്ചാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? നമ്മളെ കൊണ്ട് അദ്ദേഹത്തിന് ഒരു കുറച്ചിലും വരില്ല. ആർക്കാണ് ഇഷ്ടം? നമുക്ക് അദ്ദേഹത്തിന്റെ മഹിമയൊന്നും വേണ്ട മാതിരി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അടുപ്പം കൂടുമ്പം വില കുറയണോ എന്നുണ്ടെങ്കിൽ അടുപ്പം ലേശം കുറച്ചിട്ടാണെങ്കിലും വില ലേശം കൂട്ടുക നല്ലത്. എന്നാൽ നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവേ. അതാ പറഞ്ഞത്. ഏതായാലും ഭഗവാൻ തൃപാദം ഇവിടെ ഉണ്ടായിട്ട് ചോദിക്കേണ്ട ഞങ്ങളോടല്ലേ ചോദിച്ചതിൻ്റെ മറുപടി പറയാമെന്നും പറഞ്ഞു. അതായത് ഈ പറഞ്ഞതായ ഇപ്പം പറഞ്ഞില്ലേ, കർമ്മം കൊണ്ട് കർമ്മല്യേണ്ടയൊക്കെ നമ്മൾ ഗൃഹസ്ഥന്മാരെ, ഇപ്പം ഇവിടേക്ക് എല്ലാവരും ഗൃഹസ്ഥന്മാരാണല്ലോ. സന്യാസിമാരെയൊന്നും നോക്കിയിട്ട് കാണാനൊന്നുമില്ല, ബ്രഹ്മചാരിമാരൊന്നും ഉണ്ടാവില്ല. സന്യാസി ഗൃഹസ്ഥന്മാരാവും എല്ലാവരും. കുട്ടി കുടുംബമൊക്കെ ആയിട്ട്, ഇല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാവണമെന്ന് മോഹിക്കണവരോ ഉള്ളവരോ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യക്കാരല്ലേ നമ്മുടെ നാട്ടിൽ ധാരാളം ഉള്ളത്. അവരുടെ ധർമ്മമാണ് പ്രധാനമായത് പറയുന്നിട്ട്. ഗൃഹസ്ഥന്മാരെ നമ്മൾ അറിയായതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. ചിലർക്ക് നമ്മുടെ ഇടയിൽ ആളുകൾക്ക് നന്നാവണം, നല്ല മട്ടിൽ നടക്കണം എന്നൊക്കെ മോഹമുള്ളവരുണ്ട്. പക്ഷെ രൂപമില്ല, എന്തില്ല, എന്താ എങ്ങനെയാ വേണ്ടതെന്ന് പറഞ്ഞു തരാനും ആരുമില്ല. എന്തിലും നോക്കിയാലും അറിയാൻ നിശ്ചയമില്ല. എന്നിട്ട് നമ്മൾ കണ്ടതൊക്കെ കേമാണോ നിരീച്ചിങ്ങനെ ഒരു അന്താളിച്ചിങ്ങനെ ഒരു കൂട്ടം അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു ബുദ്ധിമുട്ട്. ആരെയും കുറ്റം പറഞ്ഞതല്ല, അങ്ങനെ ഒരു നിവൃത്തിയില്ലായ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ പറയണേ, നോക്കൂ, അതായത് ഈ കർമ്മം കൊണ്ട് കർമ്മല്യണ്ടാക്കാനുള്ള വിദ്യ എന്താണെന്നറിയോ? നമ്മൾ മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ജനിച്ചു വരുമ്പം 5 കടങ്ങളായിട്ടാണ് വരുന്നത്. മനുഷ്യന്മാർക്കൊക്കെ ജന്മനാ 5 കടണ്ട്. ഈ 5 കടങ്ങൾ 5 ദിക്കിലേക്കുള്ളത് നമ്മളെ യഥാശക്തി തീർത്താൽ എന്ത് തീർന്നു? കർമ്മങ്ങളൊക്കെ തീർന്നു. അതെങ്ങനെ 5 ഏതൊക്കെയാണ്? ആരോടൊക്കെയാ കടം? ആദ്യത്തെ കടം ഋഷിമാരോട്, രണ്ടാമത്തേത് പിതൃക്കളോട്, മൂന്നാമത്തേത് ദേവന്മാരോട്, നാലാമത്തേത് ജന്തുജീവജാലങ്ങളോട്, 5-മത്തേത് മനുഷ്യന്മാരോട്. എന്ത് ഋഷിമാരോടുള്ള കട എന്താണ്? ഋഷിമാരോടുള്ള കട എന്താണെന്നറിയാം? നമ്മളിപ്പോൾ ഈ ഭാഗവതം കേൾക്കണോ, രാമായണം കേൾക്കണോ, ഭാരതം വായിക്കണോ, കേൾക്കണോ, പഠിക്കണോ, മനസ്സിലാക്കണോ, സത്യവും ധർമ്മവും നീതിയും ദയൊക്കെ ആയിട്ട് നല്ല മട്ടുമാതിരിയായിട്ട് ജീവിക്കുക, അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ ജീവിക്കണമെന്നുള്ളതല്ലാത്തവർക്ക് കൊടുക്കണോ? സന്തോഷമായിട്ട് കൊടുത്തു കൊണ്ടും വാങ്ങി നല്ല മട്ടുമാതിരിയായിട്ട് സേവിച്ചും സ്നേഹിച്ചൊക്കെ കഴിച്ചു കൂട്ടി പോകണം. ഈ സംസ്കാരവും സമ്പ്രദായവും നമുക്ക് തന്നതാരാണ്? നമ്മുടെ പൂർവികന്മാരായ ഋഷീശ്വരന്മാര് തന്നു. പിന്നെ നമ്മൾ ഈ ഭാഗവതം എങ്ങനെയപ്പോ കേൾക്കണത്? നമുക്ക് നമ്മുടെ ഗുരുനാഥൻ തന്നു, അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ കൊടുത്തു. അങ്ങനെ ഗുരുപരമ്പരയാ പോയി കുറേ പിന്നാക്കം പോയി എവിടെ എത്തും? വേദവ്യാസ ഭഗവാന്റെ അടുത്തൊക്കെ എത്തും. ഇങ്ങനെ ഋഷിമാരെ പരമ്പരയാ കൈമാറി തന്ന വിദ്യ കൊണ്ടാണ് നമ്മളൊക്കെ എന്ത് ചെയ്യണത്? സന്തോഷമായിട്ട് ജീവിച്ചു പോണത്. ഈ ഗുരുനാഥന്മാർ ഈ വിദ്യ തന്നതിന് അവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുത്തുവോ? അപ്പൊ നമ്മൾ എന്ത് വിദ്യ എവിടെ പോയി പഠിച്ചാലും പണം കൊടുക്കാണ്ട് പഠിക്കണ വല്ല വിദ്യ ഉണ്ടോ? യോഗ ക്ലാസ്സിന് പോയാൽ പണം കൊടുക്കണ്ടേ? പാട്ട് പഠിക്കാൻ പോയാൽ പണം കൊടുക്കണ്ടേ? നൃത്തം പഠിക്കാൻ പോയാൽ പണം കൊടുക്കണ്ടേ? സ്പോർട്സിന്റെ കഥ പഠിക്കാൻ പോയാൽ പണം കൊടുക്കണ്ടേ? എന്തിന് വെറുതെ നമ്മളവിടെ എന്തിന് പോയാലും, നമ്മൾ എന്ത് തുന്നൽ പഠിക്കാൻ പോയാലും എന്ത് വേണം? വേണം. സ്കൂളിൽ പോയാലും ഫീസ് കൊടുക്കണം, കോളേജിൽ പോയാലും കൊടുക്കണം. അങ്ങനെ സെമിസ്റ്റർ വെച്ച് കൊടുക്കണ്ടേ പണം? അതെ, നമ്മളിവിടെ വന്ന എന്തെങ്കിലും കൊടുത്തു? അപ്പൊ ഭാഗവതം കേൾക്കാൻ വന്നതിന് ഒന്നും കൊടുക്കായിട്ട് തന്നെ ആരും വരുന്നില്ല. ശരിയല്ലേ? അത്
അങ്ങനെ ഒന്നും നമ്മളാരും പണം ഒന്നും കൊടുക്കണമെന്നില്ല. നമ്മുടെ സൗകര്യം പോലെ വരണോ കേൾക്കണോ പഠിക്കണോ പോകണോ ആരും ഒന്നും ചോദിക്കാറുമില്ല. ശരിയല്ലേ അത്? അപ്പം ഈ വിദ്യകൾ തന്ന ഗുരുനാഥന്മാർ ഋഷീശ്വരന്മാരുണ്ട്, നമ്മുടെ പൂർവികന്മാർ. അവരോട് നമുക്കൊരു കടമുണ്ട്. ആ കടം തീർക്കാനുള്ള വിദ്യ എന്താണെന്നറിയോ? നമ്മൾ ഈ പഠിച്ചതായ ശാസ്ത്രാർത്ഥം അറിയാത്തവർക്ക് പറഞ്ഞു. ഇപ്പം നമ്മളിവിടെ വന്നിരുന്ന് കേട്ടു, മനസ്സിലാക്കി വെച്ചു. അതറിയാത്തവർക്ക് നല്ലോണം പറഞ്ഞു കൊടുത്ത എന്തായി? നമ്മുടെ കടം തീർന്നു. ഋഷിമാരോടുള്ള കടം ബുദ്ധിമുട്ടുണ്ടോ ഇതിനൊക്കെ? ബുദ്ധിമുട്ട്. അങ്ങനെയാണ് നമ്മുടെ ഇടയിൽ ശാസ്ത്രങ്ങൾ പടർന്നും പകർന്നും പോകുന്നതേ. അല്ലാതെ നമ്മുടെ ഇടയിൽ മതപാഠശാലയിൽ രാവിലെ ഉന്തിത്തള്ളി പല്ലിയേക്കേണ്ട പോയി പഠിച്ചു വരുന്നതൊന്നും അല്ല എന്ത് മതപഠനം. എന്നിട്ട് ആളുകൾ പറഞ്ഞു നമ്മുടെ ഇടയിൽ മാത്രം മതപഠശാലയില്ല. മതപഠശാല വെച്ച് നോക്കണം. 2 ദിവസം വെക്കാം, 3-ാമത്തെ ദിവസം പഠിപ്പിക്കുന്ന ആളുണ്ടാവും, കമ്മിറ്റിക്കാരുണ്ടാവും, 4-ാമത്തെ ദിവസം പഠിപ്പിക്കണമുണ്ടാവും, 5-ാമത്തെ ദിവസം കമ്മിറ്റിക്കാർ മാത്രം ഉണ്ടാവും. കണ്ടിട്ടില്ല അല്ലേ? അത് 2 ദിവസം വെച്ച് നോക്കുക പറയാം. നേരം പോക്ക് പറയില്ല, ആരും വരിക അങ്ങനെ കിട്ട. അങ്ങനെ പാഠശാലയിലൊന്നും പോയിട്ടല്ല നമ്മുടെ സമ്പ്രദായം നമ്മൾ പഠിച്ചത്. നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഓരോ സമ്പ്രദായങ്ങൾ പറഞ്ഞു. ഉണ്ണി അങ്ങനെ പാടില്ല, ഇങ്ങനെയാണ് വേണ്ടത്, കുളിച്ചാൽ അങ്ങനെ വേണം, കുളിക്കുമ്പോൾ ഇങ്ങനെ വേണം, കാല് കഴുകിയിട്ട് ഇങ്ങനെ വേണം, വടക്കോട്ട് തിരിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പടിഞ്ഞാട്ട്, അല്ലെങ്കിൽ കിഴക്കോട്ട്, അങ്ങനെ ഓരോന്നും നമുക്കാരാ പറഞ്ഞു തന്നത്? കോളേജിലെ പ്രൊഫസറാ? അല്ല, അത് അദ്ദേഹം പുസ്തകമൊക്കെ വായിച്ച അർത്ഥം പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞു തന്നിട്ടില്ല? ജീവിക്കണ സമ്പ്രദായങ്ങൾ, ചിട്ടി സമ്പ്രദായങ്ങളൊന്നും നമുക്ക്, അതൊക്കെ അച്ഛനമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, മുത്തപ്പൻ, വല്യശ്ശൻ, അല്ലെങ്കിൽ അപ്പന്മാര്, വല്യശ്ശന്മാര്, കാരണവന്മാര്, അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടരല്ലേ പറഞ്ഞു. അപ്പൊ അവരൊക്കെ ഋഷിമാരാണേ. അപ്പൊ അവരുടെ വെളിച്ചം കൊണ്ടാണ് നമ്മൾ ഈ ജീവിക്കണം. അപ്പൊ അവരോടുള്ള കടം തീരേണ്ട വിദ്യയാണ് ഈ അധ്യാപനം ബ്രഹ്മയജ്ഞ. പഠിച്ചത് നേരാമണ്ണം പറ്റും. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു തന്നത് നമ്മൾ അതുപോലെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്താലല്ലേ അത് നിലനിൽക്കുള്ളൂ. അങ്ങനെയല്ലേ വേണ്ടത്? അതാണ്. ഇനി 2ാമത്തെ കടം എന്താ? അധ്യാപനം ബ്രഹ്മയജ്ഞ. പിതൃയജ്ഞസ്തു തർപ്പണം. പിന്നെ പിതൃക്കളോടൊരു കടമുണ്ട്. ആരേ പിതൃക്കള്? അതെ, നമ്മൾ ഈ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ മലയാള നാട്ടിൽ സകല ദിക്കിലും വായിച്ചിട്ടുണ്ട്. ഈ ചോദ്യം എവിടെ ചോദിച്ചാലും ഈ ഉത്തരം കിട്ടുക. എല്ലാവരും ഒരേ മാതിരി അങ്ങനെ പറയാം. ഈ പിതൃക്കള് പറഞ്ഞാൽ മരിച്ചു പോയവര് എന്നല്ല അർത്ഥം വ്യത്യാസമുണ്ട്. പിതൃക്കള് പറഞ്ഞാൽ മരിച്ചുപോയി എന്ന് പറയരുത്. അപ്പൊ അച്ഛൻ, മുത്തശ്ശൻ, മുത്തശ്ശി, അമ്മ, മുത്തശ്ശന്മാര്, മുത്തശ്ശിമാര്, അങ്ങനെയൊക്കെയുള്ള പരമ്പരയില് ഇതിൽ നമ്മുടെ പൂർവികന്മാരൊക്കെ പിതൃക്കൾ, അതിൽ മരിച്ചതുണ്ടാവും, ജീവിക്കാൻ. പിതൃസ്വത്ത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മരിച്ചുപോയി അച്ഛൻ്റെ സ്വത്ത് എന്നാ നമ്മൾ പറയല്ലേ? അത് പിതൃസ്വത്താണ്, ഇത് 5 സെന്റ് ഞാൻ വാങ്ങിയതാണ്. എന്താ അർത്ഥം? അച്ഛൻ കസേരയിൽ ഇരിക്കണ്ട അവിടെ. അപ്പൊ സുഹൃത്ത് ചോദിച്ചോട്ടോ, നീ വാങ്ങിയത് ഏതാ? ഇത് ഞാൻ വാങ്ങിയതാണ്. പറ്റേതോ? അത് പിതൃസ്വത്താണ്. അച്ഛനോട് നോക്കി എന്താ അതിന്റെ അർത്ഥം എന്ന്. മരിച്ചുപോയ അച്ഛൻ്റെ അല്ല, അച്ഛന് പിതൃസ്വത്ത് പറഞ്ഞാൽ അച്ഛൻ വഴി ഭാഗിച്ച് കിട്ടിയ ആ പരമ്പരയാ കിട്ടിയതായതുകൊണ്ടാണ് പിതൃ. അപ്പൊ പിതൃ എന്ന് പറഞ്ഞ അർത്ഥം എന്തല്ല, നമ്മൾ പറഞ്ഞ മാതിരി മരിച്ചുപോയേ ആള് നല്ല അർത്ഥം. പൊതുവേ നമ്മുടെ നാട്ടിൽ മരിച്ചു പോയി എന്നാ പറയേ. എന്നിട്ട് ആളുകൾ എന്ത് ചെയ്യും? ആളുകള് പിതൃ ചെയ്യാനായിട്ട് കർക്കിടകത്തിലും തുലാമാസത്തിലൊക്കെ പുഴയുടെ കരയിൽ തിക്കി തള്ളി വരുന്നവരാണ് പിതൃക്കൾ എന്നാണ് നമ്മുടെ വിചാരം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? വണ്ടി വിളിച്ചു പോകും. 8:15 വണ്ടിക്കാണ് നമ്മൾ പോയത്. 8:45 വണ്ടിക്ക് ഇങ്ങോട്ടും വണ്ടിക്ക് ഷീട്ടെടുത്ത് വെച്ചിട്ടുണ്ടേ. അങ്ങോട്ട് 8:15 പോയി 8:45. ഈ 8:15 8:45 ഇടയ്ക്ക് ആ പിതൃക്കൾ തയ്യാറായി നിന്നോണം. എന്നാ പിതൃക്കളുടെ കാര്യം നേരെയാണ് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് പോരും. പിതൃ പറഞ്ഞ് പോകേണ്ടി വരും. പിന്നെ എന്നിട്ട് അവിടെ ചെന്ന് നമ്മളെ ഈ വണ്ടി പോകുമ്പോഴേക്ക് ഇത് കഴിച്ചു കൂട്ടി പോകാനല്ലോ, വരിക്കേ നിൽക്കല്ലേ. അപ്പൊ പിമ്പിലുള്ളവൻ നമ്മൾ ഇങ്ങോട്ട് ഉന്തി, നമ്മൾ അങ്ങോട്ട് ഉന്തി, അവൻ ഇങ്ങോട്ട് ഉന്തി, നമ്മൾ അങ്ങോട്ട് ഉന്തി, അവൻ ഇങ്ങോട്ട് ഉന്തി, നമ്മൾ ഇവൻ ഉന്തി പുഴയിലിട്ടു. ഇവൻ പിതൃ ആയി. ഇവന്റെ മക്കൾ അടുത്ത കൊല്ലം ഇവിടേക്ക് വരണം. എന്തിന്? ഇവനെ പിതൃവാക്കാൻ. എന്തുണ്ട് ഇതൊക്കെ? അങ്ങനെയല്ല കേട്ടോ. ഈ പിതൃയജ്ഞം എന്ന് പറഞ്ഞ അർത്ഥം പിതൃയജ്ഞസ്തു തർപ്പണം. തർപ്പണാണ്. തർപ്പണം ചെന്താ നമ്മളിങ്ങനെ അതൊക്കെ ശരി, അതൊക്കെ ക്രിയയായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ. തർപ്പണം എന്നുള്ള വാക്കിന്റെ അർത്ഥം തൃപ്തൗ എന്നാണ് ധാതു. തൃപ്തിപ്പെടുത്തണം ക്രിയക്കാണ് എന്താ പറയുക? തർപ്പണം. തൃപ്തി എന്തത്? അച്ഛൻ, അമ്മ, മുത്തശ്ശന്മാര്, ഇവരൊക്കെ ഉണ്ടല്ലോ. എന്താ നമുക്ക് ഇവരോടൊരു കടം? പിതൃക്കളോട് കടണ്ടേ? പിതൃക്കൾ പറഞ്ഞാൽ അച്ഛനമ്മ, മുത്തശ്ശ പരമ്പരയാണ്. അവരോട് എന്താ കടം? നമുക്ക് ഈ ശരീരം, ഈ സംസ്കാരം തന്നതാരാ? എവിടുന്ന കിട്ടിയത്? റേഷൻ കടയിൽ നിന്നോ? അല്ലല്ല, റേഷൻ കടയിൽ നിന്നൊന്നുമല്ല കിട്ടിയത്. ബസ് സ്റ്റാൻഡിൽ നിന്ന്, റേഷൻ കടയിൽ നിന്നൊന്നുമല്ല കിട്ടിയത്. നമുക്ക് ഈ ശരീരം, ഈ സംസ്കാരം തന്നത് നമ്മുടെ അച്ഛൻ, അമ്മ, മുത്തശ്ശന്മാരുടെ പരമ്പരയെന്നല്ലേ കിട്ടിയത്. അവര് തന്നെ ആ നല്ല സമ്പ്രദായവും വെളിച്ചും നമ്മുടെ കയ്യിൽ ഉണ്ടായതുകൊണ്ടല്ലേ തല്ല് കൊള്ളാണ്ട് നമ്മൾ നടക്കണത്.
നമ്മൾ ചിന്തിച്ചു നോക്കൂ, നമ്മളിപ്പോൾ എന്താ വെച്ചാൽ നാട്ടുകാരുടെ കൈ കൊണ്ട് പടക്ക എന്ന് വാങ്ങണ്ടേ? എന്താ കാരണം? കയ്യിലിരിപ്പം മോശമായതുകൊണ്ട്. അത് മോശമാവാതെ നമ്മൾ എങ്ങനെയാക്കിയതാരാ? നമ്മുടെ അച്ഛൻ അമ്മ, അവർ രണ്ടാളും മാത്രമല്ല, മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്, അമ്മാവന്മാര്, വല്യച്ഛന്മാര്, അപ്പന്മാര്, കാർന്നോന്മാര്, എന്തൊക്കെ ആളുകൾ നമ്മളെ നേരെയാക്കാൻ ഉണ്ടായിട്ടുണ്ട്. ഇവരൊക്കെ കൂടി നേരെയാക്കിയിട്ട് ഇപ്പം നേരെ ചെയ്ത് ഇത്രയേ ഉള്ളൂ. അത് വേറെ കാര്യം. എന്നാലും അവരൊക്കെ ഉത്സാഹിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയായത്. അപ്പം അവരോട് നമുക്കൊരു കട ഉണ്ട്. ആ കട എങ്ങനെ തീർക്കണം? തർപ്പണം തൃപ്തിപ്പെടുത്തുക. അച്ഛനമ്മ മുത്തശ്ശനൊക്കെ നമ്മുടെ കുടുംബത്തൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ തൃപ്തിപ്പെടുത്തുക അർത്ഥം എന്താ? നമ്മുടെ പ്രായമൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാവും അവർക്ക്. അവരെയൊക്കെ സന്തോഷിപ്പിച്ച് സന്തോഷത്തോടെ പരിപാലിക്കുക, അത്രേ വേണ്ടൂ. അച്ഛനമ്മമാരൊക്കെ പ്രായമായവരുണ്ടെങ്കിലേ ധാരാളം ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാൻ വലിയ പട്ടമേത്തൊന്നും കൊടുത്തില്ലേ വെച്ചാലും നല്ല വർത്തമാനെങ്കിലും പറയാലോ. അച്ഛാപ്പ എങ്ങനെയുണ്ട്, വയ്യായിക്ക് വ്യത്യാസം ഉണ്ടോ, മരുന്നൊക്കെ കഴിച്ചിട്ട്? ഉണ്ണിയെ നല്ലോണം വ്യത്യാസം ഉണ്ട്. ഊണൊക്കെ കഴിച്ചിട്ട് അപ്പം നല്ലോണം ഊണൊക്കെ ഇപ്പം നല്ലോണം കഴിക്കാൻ പറ്റുന്നുണ്ട്. പണിയില്ലാണ്ട് ഇപ്പോൾ ഒരു അച്ഛപ്പം കുറച്ച് ദിവസമായിട്ട് പണിയില്ല. ഇപ്പൊ വൈകുന്നേരം കഞ്ഞിയായ അച്ഛന് വിഷമാവൂ. എൻ്റെ ഉണ്ണിയെ കഞ്ഞിയെ നല്ലത്, ഞാൻ കുറച്ച് ദിവസമായി ഇങ്ങനെ പറയാനിരിക്കണോ കഞ്ഞി മതി എന്ന്. പിന്നെ ഉണ്ണിക്ക് വിഷമാവോ നിരീച്ച് മിണ്ടാണ്ടിരുന്നതാണ്. അത് മതി ഉണ്ണിയെ, അത് മതി, നന്നായി. അച്ഛൻ ഊണ് കഴിക്കാൻ തന്നെയാണ് മോഹം. എന്നാൽ ഉണ്ണിക്ക് വേദനയാവരുത് നിരീച്ച് അച്ഛൻ പാവം പറഞ്ഞത് കേട്ടില്ലേ? മകനും സന്തോഷമായി ആയിക്കോട്ടെ. എന്നാൽ ഇതൊരു സ്നേഹമല്ലേ? നല്ല വർത്തമാനെങ്കിലും പറഞ്ഞൂടെ? ധാരാളം കൊടുത്തിട്ടില്ലെങ്കിലും നമ്മുടെയൊക്കെ നാട്ടിൽ എത്രയുണ്ട് ഇതൊക്കെ? ഇങ്ങനെ വല്ലതും ഉണ്ടോ? ചിന്തിച്ചു നോക്കൂ. എന്തൊക്കെ നമ്മൾ കാണിച്ചു കൂട്ടിയതാ കുട്ടിക്കാലത്ത്, എന്തൊക്കെ കാണിച്ചെന്നിട്ട് അതൊക്കെ സഹിച്ചോരാണ് ആര്? ഈ പറഞ്ഞ കൂട്ടരെ. ഇപ്പൊ നമ്മൾ വലിയ നിലയിലെത്തി, അവര് പാവം വശാവല്ലേ, കയ്യ കാലൊക്കെ വശല്ലാണ്ടേ. ഇപ്പൊ നമുക്ക് എന്തായി? അധികപ്പറ്റായിട്ട് തോന്നുകയാണ്. എന്തല്ലേ മനുഷ്യനാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നല്ല വർത്തമാനം പറഞ്ഞും നല്ല മട്ടും മാതിരിയിലും സ്നേഹത്തോടെ കൂടെ കൂട്ടി കൊണ്ടാടി നടന്ന് അവരെ എങ്ങനെ ആ മട്ടില് പരിപാലിക്കുക, അത്രേ വേണ്ടു. അതാണ് എന്ത്? തർപ്പണം എന്ന് പറയുക. തൃപ്തിപ്പെടുത്തുക, തൃപ്തിയായി, സന്തോഷമായി, സമാധാനായി എന്ന് തോന്നേ വേണ്ടു. അതിന്റെ പേരാണ് ഈ പിതൃയജ്ഞസ്തു തർപ്പണം. പിന്നെ മൂന്നാമത്തെ കടം ദേവന്മാരോടാണ്. ദേവന്മാരോട് എന്താ കടം? ആരാ ദേവന്മാര്? അഗ്നി, വായു, വെള്ളം, ഈ ജാതി. കുട്ടികളോട് ഒന്ന് അടങ്ങി നിൽക്കാൻ പറയൂട്ടോ, ഒച്ചപ്പാടുണ്ടാക്കാണ്ട് ഒന്ന് നോക്കിക്കോളൂ. ഈ ദേവന്മാരോടുള്ള കടം വായു ആയാലും വെള്ളമായാലും അഗ്നി ആയാലും ഇതൊക്കെ ദേവ സംഭൂത സമ്പ്രദായങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നേരെയായാലേ നമ്മൾ ഭൂമിയിൽ എന്ത് ചെയ്യുള്ളൂ? വെള്ളം ചീത്തയാണെങ്കിൽ നമുക്ക് രോഗം വന്ന് മരിച്ചു പോവില്ലേ? വായു ചീത്തയാണെങ്കിൽ നമുക്ക് ആയുസ് ആരോഗ്യമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇതൊക്കെ കേട്ടിട്ടില്ലേ? വായു മലിനീകരണം. എന്ത് സ്കൂള് പൂട്ടി, എന്ത് പൂട്ടി? മറ്റേ പുക വന്നിട്ട് ഒക്കെ മറന്നു. വേഗം പുകയൊക്കെ പോയപ്പോൾ മറന്നു. കേട്ടിട്ടില്ലേ? പുക വരണമെന്ന്. നമ്മുടെ വായു മലിനമായതും വെള്ളം മലിനമായിട്ട് കുടിക്കാൻ വയ്യാണ്ടായതും വെള്ളത്തിൽ കൂടി വയ്യായോ, ഇതൊക്കെ പാത്രത്തിൽ. അപ്പൊ ഇതൊക്കെ ശുദ്ധമായാലേ നമുക്ക് ലോകത്ത്, അപ്പൊ ഈ പ്രപഞ്ചത്തില് ഈ കാണുന്നതായ അന്തരീക്ഷാദികളൊക്കെ ശുദ്ധമായിട്ട് അതിൻ്റെയൊക്കെ അധിദേവതമാരെ പ്രസാദിപ്പിച്ച് പുറപ്പെടുന്ന പേരാണെന്ത്? ദേവപൂജ എന്ന് പറയണ്ടേ. അപ്പൊ എന്ത് ചെയ്യണം? ദേവന്മാരോടുള്ള പൂജ എന്താണ്? ദേവന്മാരോടുള്ള കടം തീരാനുള്ള വിദ്യ അതാണ് ഹോമം. ഹോമോ ദൈവോ. ദേവന്മാരോടുള്ള കടം തീർക്കാനുള്ള വിദ്യ ഹോമാണ്. ഹോമിക്കാൻ അറിയില്ലല്ലോ എനിക്ക്, ഹോമിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് തീയിൽ കൊണ്ടുപോയി കത്തിച്ച് കളയൊന്നും ചെയ്യരുത്. എന്ത് ചെയ്യണം? ഹോമിക്കാൻ. ഇപ്പൊ പായസം ഹോമിക്കാൻ വെച്ച് നമുക്ക് ഹോമം അറിയില്ല, എന്ത് ചെയ്യണം? വെറുതെ വർഗ്ഗ കൂട്ടി കത്തിക്കരുത്. ആ ഹോമിക്കാൻ ഉദ്ദേശിച്ച ദ്രവ്യം ദാനം ചെയ്താലും മതി. ഇപ്പൊ പായസം ഹോമിക്കാൻ വെച്ചു, നമുക്ക് ഹോമിക്കാൻ അറിയില്ല. വിശക്കണ കുട്ടികൾ ഇങ്ങനെ വരിക, കുട്ടികളെ പായസം കഴിക്കൂ. ഹോമിച്ച ഫല അതൊരു വേറെ ഹോമ. ഏതഗ്നിയിലാ അത് ഹോമിച്ചത്? അത് ഹോമം തന്നെയാണ്. ഏതഗ്നിയിലാ ഹോമിച്ചത്? ജഠരാഗ്നിയിലാ ഹോമിച്ചത്. കുറച്ചും കൂടി നല്ല ഹോമ അതാണല്ലേ. കുറച്ചു പേർക്കൊക്കെ തൃപ്തിയാവും ചെയ്തു. അകത്തിരിക്കണ വൈശ്വാനരമൂർത്തിയായ ഭഗവാൻ സന്തുഷ്ടനാവും. നെയ്യ് ഹോമിക്കാൻ വെച്ചു, ഉണ്ണാനിരിക്കുന്നവർക്ക് വിളമ്പി കൊടുക്കും, ഉണ്ണട്ടെ. അതും എന്ത് ഫലാണ്? ഹോമിച്ച ഫല. ബുദ്ധിമുട്ടുണ്ടോ? ആ കടം തീർന്നു. ഏത് കടം? മൂന്നാമത്തെ കടം. നാലാമത്തെ കടം ജന്തുജീവജാലങ്ങളോടുള്ള കടാണേ. എന്താ എത്രയോ ജന്തുക്കളുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ജീവിക്കണതേ. പാവപ്പെട്ട ജന്തുജീവജാലങ്ങളുടെ സഹായം ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കില്ല. ഇപ്പൊ മണ്ണിര അല്ലെങ്കിൽ എന്താ ഞാഞ്ഞോളൂ എന്താ അവിടേക്ക് പറയുക? രണ്ടും പറയൂലേ? പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ആ മണ്ണിൻ്റെ അടിയിലെ പുഴുവില്ലേ, അതിന് ആ പുഴു മരത്തിൻ്റെയും ചെടികളുടെയും സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ശരീരാവശിഷ്ടങ്ങൾ മണ്ണോട് കൂട്ടി തിന്ന് ദഹിപ്പിച്ച് വിസർജിച്ച് അതാണ് വളമായിട്ട് നമ്മൾ ചക്കയും മാങ്ങയും തേങ്ങയും നെല്ലും പഴവും ഒക്കെ ഉണ്ടായിട്ട് കഴിച്ച് ജീവിച്ചു പോണത്. ആ പാവപ്പെട്ട പ്രാണി ഇല്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കില്ലേ? മണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ എന്തൊക്കെ ജന്തുക്കൾ. എന്ത് നിസ്സാരമായി കാക്കയില്ലെങ്കിൽ നമ്മുടെ നാട് എന്തിനു പറ്റും? കാക്ക അറിയില്ലേ? IAS-കാരന് IPS-കാരന് അടുത്തടുത്ത് താമസിക്കുക, അപ്പുറം നല്ല വിവരമാണ്, റോഡിൻ്റെ വക്കത്ത്.
എന്തോ ഒരു വിവരം, അവരുടെ വിവരം കണ്ട് റോഡിന്റെ മുകളിലേക്ക് പരന്നൊഴുകിയിട്ട് വണ്ടി ബ്ലോക്ക് ആവുക. ഇത്രയ്ക്ക് വിവരാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ രണ്ടാളുടെയും വീടിന്റെ നേരെ നടുക്ക് മുമ്പിലായിട്ട് റോഡ് മുമ്പിൽ ഒരു എലി ചത്ത് കിടക്കുകയാണ്. അപ്പൊ IAS പറഞ്ഞു IPS അത് കുഴിച്ച മൂടേണ്ടത്, തിരിച്ചു മറ്റവനാണ്. അങ്ങനെ 2 ദിവസം 3 ദിവസമായി ആരും അതിനെ കുഴിച്ചു മൂടാൻ പോയില്ല. എലി എന്ത് ചെയ്തു? എലി ആ കിടന്ന കിടപ്പില് സ്വന്തം നിലയിൽ അങ്ങോട്ട് വിവരം അറിയിച്ചു തുടങ്ങി. ഇനിയല്ല. എന്നിട്ടും ഇവരെന്ത് ചെയ്തു? മൂക്കിലെ 2 ഓട്ടയിലും ഡബിൾ മുണ്ട് തിരികെ നടന്നു എന്നല്ലാതെ ഒരു തൂമ്പ വാങ്ങിയിട്ട് മന്തിയിട്ട് അത് മണ്ണിന്റെ അടിയിലാക്കാൻ അവര് ചെയ്തില്ല. അങ്ങനെ നാറി ഇരിക്കുമ്പോഴാണ് ഒരു കറുത്തൊരു കാക്ക വന്നിട്ട് എന്ത് ചെയ്തു? ആ എലിയെ വാലിന്റെ മുകളിൽ തൂക്കിയെടുത്ത് എങ്ങോട്ടോ കൊണ്ടുപോയി. ഇരിക്കട്ടെ, കഥയത്തേന് അവിടെ ഇരിക്കട്ടെ. IAS കൊണ്ടാണോ നാടിന് ഗുണമുണ്ടായത്? IPS കൊണ്ടാണോ നാടിന് ഗുണമുണ്ടായത്? അതോ സ്കൂളിലേക്ക് പോവാത്ത കറുത്ത കാക്കയെ കൊണ്ടോ? കാക്കയല്ല, സ്കൂളിലേക്ക് പോവാത്ത കറുത്ത കാക്ക. സൂക്ഷിച്ച് പറയുന്നു. ശരിയല്ലേ? കാക്ക സ്കൂളിലേക്ക് പോയിട്ടുണ്ടോ? ഇല്ല. സുന്ദരനാണോ? അല്ല, കാക്ക കറുത്തിട്ടാണ്. സ്കൂളിലേക്ക് പോയിട്ടില്ല. എഴുതാൻ അറിയില്ല കാക്കയ്ക്ക്, വായിക്കാൻ ഒട്ടും അറിയില്ല. പക്ഷെ ലോകത്തിന് ഉപകാരം ഉണ്ടായത് ആരെ കൊണ്ടാണ്? കാക്കയെ കൊണ്ട്. മനസ്സിലായി? ഇങ്ങനെ നോക്കിയാൽ ലോകത്തിൽ എല്ലാ ജന്തുക്കളെ കൊണ്ടും മനുഷ്യന് ഉപകാരമുണ്ട്. ലോകത്തിൽ ഒരു ഉപകാരവും ഇല്ലാത്തൊരു ജന്തുവേ ഉള്ളൂ. നമുക്ക് അടുത്ത ഭാഗം പറയുക. പറഞ്ഞ് നമ്മൾ അവിടെ തന്നെ എത്തി. അതേതാ ജന്തു? പറയണ്ട. അതൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ 10 ജന്തുക്കളെ പുറത്ത് കേട്ടാൽ മോശമല്ലേ? ഇറങ്ങി പോകുമ്പോൾ പശു ഇങ്ങനെ നോക്കും. നമ്മൾ തമ്മിൽ മനുഷ്യന്മാരങ്ങനെ പറയാൻ പാടുണ്ടോ? ശരിയല്ലേ? ഇത് ലോകത്തിൽ ഒരു ഉപകാരവും ഇല്ലാത്തൊരു ജന്തു ഉള്ളത് ഏതാ ജന്തു? ഒരു ഉപകാരം, ഉപദ്രവം ഉണ്ടേ ഇനി. ശരി, ആ ജന്തുക്കളോടൊരു കടൻ, ആ കടം തീർക്കാനുള്ള വിദ്യക്ക് പറയുന്ന പേരാണ് എന്ത്? ബലി. എന്താ? നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഒരംശം, പണ്ടൊക്കെ അങ്ങനെ പതിവുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അരി വെച്ച് വാർത്ത അമ്മ എന്ത് ചെയ്യും? ഒരു ചട്ടകം ചോറ് അങ്ങോട്ട് കോരിയിട്ട് വല്ല മോരോ അല്ലെങ്കിൽ വെണ്ണയോ തൈരോ എന്തെങ്കിലും കൂട്ടി കുഴച്ചിട്ട്, കൂട്ടാനൊന്നും പതിവില്ല, എന്തെങ്കിലുമൊക്കെ കൂട്ടാനും അങ്ങനെ നിർബന്ധമില്ല, ഇങ്ങനെ വല്ല മോരോ തൈരൊക്കെ പതിവ്. കൂട്ടി കുഴച്ചിട്ട് കിഴക്കേ മുറ്റത്ത് ആ കല്ലിന്റെ മുകളിൽ ഒരു ഇലയില് ആ ഉരുളി അവിടെ കൊണ്ടുപോയി വെക്കും. നമുക്കറിയില്ല, ആദ്യം അവിടെ കൊണ്ടുപോയി വെക്കുന്നുണ്ട് വിളമ്പുള്ളൂ. ഇതെന്തിനാ അമ്മേ ചോദിച്ചാൽ അമ്മ പറയും പുറത്തേക്ക് കൊടുക്കുക എന്നാ പറയുക. പുറത്തേക്ക് കൊടുക്കുക. അത് ആർക്കാ കൊടുക്കണത്? ആർക്കാന്ന് അമ്മ നോക്കില്ല. കാക്ക വന്ന് തിന്നും, ചിലപ്പം പൂച്ചയോ നായോ വന്ന് തിന്നും, കിളികൾ, കുരുവികൾ, പ്രാണികൾ, ചെറിയ പക്ഷികൾ, അതിൽ ഉറുമ്പ്, അത് ആരാ കഴിക്കണമെന്ന് അമ്മ നോക്കില്ല. വൈകുന്നേരം ആകുമ്പോൾ ഇല കല്ലിന്റെ മുകളിലുണ്ടെങ്കിൽ തോണ്ടിയിട്ട് ഒരു കിണ്ടി വെള്ളം അതിന്റെ മുകളിൽ ഒഴിക്കും. ഇല്ലെങ്കിൽ ഇലയൊക്കെ പറന്ന് പോയിട്ടുണ്ടാവും. പിറ്റേന്നാളും ഒരു കിണ്ടി വെള്ളം ഒഴിച്ച് അതിന്റെ മുകളിൽ ഇത് വെക്കും. പിന്നെ മനസ്സിലായി നമ്മൾ പഠിച്ചപ്പോൾ ഇതാണേ എന്ത്? ബലി. ഏതെങ്കിലും ജന്തുക്കൾ നമ്മൾ ഊണഴിക്കുമ്പോൾ അവർ ഒരാൾക്കെങ്കിലും ഇത്തിരി വിശപ്പ് മാറിയാൽ അതായില്ലേ എന്ന് വിചാരിച്ചു. അതൊക്കെ നമ്മൾ പണ്ടൊക്കെ ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ ഈ ശുദ്ധമൊന്നും നിശ്ചല്ലെങ്കിൽ പോലും എച്ചിലും പറ്റൊന്നും കണക്കാക്കാത്തവരാണെങ്കിൽ പോലും ഉണ്ട ഇലയിൽ എച്ചിലായ ഇലയിലാണെങ്കിൽ പോലും ഒരു ഉരുള ചോറ് നായയ്ക്ക്, അല്ലെങ്കിൽ ഒരു ഉരുള ചോറ് പൂച്ചയ്ക്ക്, അല്ലെങ്കിൽ ഒരു ഉരുള ചോറ് കാക്കയ്ക്ക് എന്നൊക്കെ. കോഴിക്ക് കൊടുക്കും. കോഴി പിന്നെ അഡ്രസ്സുള്ള കോഴിയാണേ. നമ്മുടെ കോഴി, നാരായണനാരുടെ കോഴി എന്നൊക്കെ. കോഴിക്ക് മേൽവിലാസമുണ്ട്, കാക്കയ്ക്കോ? പറയൂ കേൾക്കട്ടെ. കാക്കയ്ക്ക് മേൽവിലാസല്ലേ? ആരോരും ഇല്ലാത്ത ജന്തുവാണേ കോഴിക്കെന്ന് പരിക്ക് പറ്റിയ ആളുകൾ വരിയായിട്ട് വരും. അതുവരെ ആരും വരില്ല. ഉപദ്രവിക്കുമ്പോഴൊന്നും ആരും വരില്ല. ഉപദ്രവം കഴിഞ്ഞ് പറ്റിയ ആരും വരും? ഉടമസ്ഥൻ വരും. ഇതെങ്ങനെ ശരിയല്ലേ? ഇത് ഇപ്പൊ കോഴിയുടെ കാര്യം നമ്മൾ പറയണ്ട. കാക്കയോ പൂച്ചയോ നായയൊക്കെ ഉണ്ടാവില്ലേ? എന്താല്ലേ? അപ്പൊ നമ്മുടെ ആഹാരത്തിന്റെ ഒരു അംശം പണ്ടൊക്കെ കൊടുത്തായിരുന്നു. ഇന്നിപ്പോ നമ്മൾ കുഴച്ചുരുട്ടിയിട്ട് കാക്കയ്ക്ക് ആയിക്കോട്ടെ, ഇനി വേണ്ട. പൂച്ചയ്ക്ക് ആയിക്കോട്ടെ, ഇല്ലേ വേണ്ട. നായയ്ക്ക് ആയിക്കോട്ടെ, ഇല്ലേ വേണ്ട. അതും കൂടി മെഴുങ്ങിയ അതായി. അങ്ങോട്ട് മെഴുങ്ങുക. എന്നിട്ടോ ഇതൊക്കെ പിന്നെ ഒടുക്കം ഈ കൂട്ടി ഇതൊക്കെ പിന്നെ കിഴിക്കുക. എങ്ങനെ? വെറുതെ നാട് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം. എന്തല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മൾ ആഹാരം കഴിക്കുമ്പം ഒരു ലേശം മറ്റുള്ള ജന്തുക്കൾക്കൊക്കെ കൊടുത്തു നോക്കും. ഒരു പുണ്യണേ. ഇല്ലെങ്കിൽ യൂണ് കൊടുത്ത ശീലമുള്ള കൂട്ടർക്ക് ഏതെങ്കിലും ഒരു നായയോ പൂച്ചയോ ഏതെങ്കിലും ഒരു ജന്തു വിശന്ന് വരുമ്പം ലേശം ആഹാരം കുറച്ച് ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി പിടിച്ച് കൊടുത്തു നോക്കൂ. നായയെക്കൊണ്ടേ പൂച്ചയൊക്കെ അത് ഉണ്ടെന്നറിഞ്ഞ് വയറ് നിറഞ്ഞ ആ നായയോ പൂച്ച എന്താ വെച്ചാൽ ആ ജന്തു തിരിച്ചു പോകുമ്പം ശ്രദ്ധിച്ചിട്ടുണ്ടോ ആവോ? കൊടുത്തവർക്കറിയാം. ആ ജന്തു കൊടുത്തയാളെ ഒന്ന് തിരിഞ്ഞു നോക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നായയും നോക്കും, പൂച്ചയും നോക്കും. എന്ത് ജന്തു ആണെങ്കിലും ഉണ്ട് കഴിഞ്ഞ് വയറ് നിറഞ്ഞ ആ ജന്തു പോകുമ്പോൾ കൊടുത്തയാളെ നോക്കും. ജന്തുക്കളൊക്കെ നോക്കും, മനുഷ്യന്മാർ നോക്കില്ല. ഒരൊറ്റ പോക്കാ. വല്ലാത്ത ജാതിയത്. തിരിഞ്ഞു നോക്കും, പിന്നെ കണ്ടാൽ തന്നെ മിണ്ടില്ല. അങ്ങനെയുണ്ട്. ഈ ജന്തുക്കൾ അങ്ങനെയല്ല. അവർ കൊടുത്തയാളെ നോക്കിയിട്ടേ പോകുള്ളൂ. ആ നോട്ടത്തിൽ പെട്ടാൽ ഒന്നും പറയണ്ട, അനുഗ്രഹമായി എന്നാ പറയുക. ഭഗവാനാണ് നോക്കണത്. കണ്ണ് നായയുടെ ഔഷധം നോക്കണത് ആരാണ്?
അനുഗ്രഹമാണ്. ആ ഒരു പ്രത്യേക അതൊക്കെ പണ്ട് നമുക്ക് അറിയില്ല, ഇങ്ങനെയൊക്കെ കൊടുത്താൽ അമ്മമാർക്കൊക്കെ ഇഷ്ടണ്ടാവും. അതൊക്കെ ചോറ് കൊടുത്താൽ എന്തിനു കൊടുത്താലും ആഹാരമൊക്കെ കുറേശ്ശെ കൊടുക്കണം. പാവം ഈ ജന്തുക്കളുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഒരു ജന്തുവിനെ ആക്രമിക്കാനും കൊല്ലാനും തിന്നാനും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. എല്ലാ ജന്തുക്കളെയും മനുഷ്യന് തിന്നാൻ ഉണ്ടാക്കിയതാണെന്നൊക്കെ പഠിപ്പിക്കുന്ന സമ്പ്രദായങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നു കൂടിയിട്ടാണ് ഇങ്ങനെ നാശം ഉണ്ടായതേ. അതിലൊന്നും നമ്മൾ ചെന്ന് ചാടി പോകണ്ട, ആക്കെ അവർ പറഞ്ഞോട്ടെ, അത് നമുക്ക് കേൾക്കാൻ നിൽക്കണ്ട. നമുക്ക് നമ്മുടെ സമ്പ്രദായം എന്ത് കേമാണ്. ലോകം അതുകൊണ്ടാണ് ഭാരതത്തിൽ വന്ന് പാട് കിടക്കുന്നത്. ഇവിടുത്തെ സൗന്ദര്യം കണ്ടിട്ടും ഇവിടുത്തെ സ്വർണം കണ്ടിട്ടും നെയ്യും എണ്ണയും കണ്ടിട്ടും ഒന്നുമല്ല. പിന്നെ എന്താ ഇവിടുത്തെ സംസ്കാരവും ഇവിടുത്തെ ഈ ഒരു ഏത് കാലത്ത് അതൊക്കെ ഉപദേശിച്ചതെന്ന് ആലോചിക്കണം. ഏത് കാലത്ത് വേദങ്ങളിലെ ധർമ്മ പറയുന്നത്, വേദം എന്നുണ്ടായി എന്നാ പറയുന്നത്. ശാസ്ത്രകാരന്മാർക്ക് പോലും അറിയില്ല ഏത് 10,000 കൊല്ലം മുമ്പാണ് ഉണ്ടായതെന്ന്. അല്ലാത്തതൊക്കെ നമ്മൾ കാണുന്ന 500, 1000, 1500 അപ്പുറത്തേക്കൊന്നും ഇല്ല. ധരിച്ചു വെച്ചോളൂ കേട്ടോ. അതുകൊണ്ട് മുറ്റത്തെ മുല്ലയ്ക്ക് ആ ബുദ്ധിമുട്ട് എല്ലായ്ക്കലുണ്ട്. മുറ്റത്തെ മുല്ല ചെയ്തുകൊണ്ട് മണം ഉണ്ടാവില്ല, മറ്റേത് പറമ്പിലത്തെ മുല്ല ചെയ്തുകൊണ്ട് നല്ല മണാവുകയെ. സൂക്ഷിച്ചോളൂ. അതാണ് ഇപ്പം ഈ പറയുന്നതായ ജന്തുജീവജാലങ്ങളുള്ള കടൽ തീരാൻ ഇത്രയുള്ള ബുദ്ധിമുട്ടില്ലേ. എന്തോ ഒരിത്തിരി ആഹാരം കൊടുക്കുക. ഇനിയിപ്പോൾ വേനൽക്കാലൊക്കെയാണ് വരുന്നത് കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ പഴയ പാത്രത്തിൽ കോരി പറമ്പിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വെക്കും. വല്ല നായോ പൂച്ചയോ കിളികളൊക്കെ എത്ര കിളികൾ വെള്ളം കിട്ടാണ്ട് ചത്തു പോകുന്നുണ്ടെന്ന് അറിയോ. നമ്മളിങ്ങനെ പണ്ടൊക്കെ ഇത്തിരി വെള്ളമൊക്കെ ഇപ്പോൾ പാത്രം കഴുകണ വെള്ളം, മുണ്ട് മുക്കണ വെള്ളം, കാല് കഴുകണ വെള്ളം, എന്തെങ്കിലുമൊക്കെ വെള്ളം എവിടെയെങ്കിലും കൊട്ടത്തളത്തിൽ വെള്ളം, കോരന ദിക്കിലെ വെള്ളം. ഇപ്പം നമ്മളതൊക്കെ പൂട്ടിക്കെട്ടി മറ്റേ ഓട്ടയിലേക്ക് ആക്കിയിട്ട് ഒരു ദിക്കിലോ ഒരു തുള്ളി വെള്ളം ഇല്ല. നമ്മൾ മോന്തുക എന്നല്ലാതെ ഒരു പ്രാണിക്ക് ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല. ഉണ്ടോ? കുളമില്ല. മണ്ണിട്ട് മൂടിയിട്ടാണ് നമ്മൾ മാളിക ഉണ്ടാക്കിയത്, തോട് മൂടിയിട്ടാണ് നമ്മൾ റോഡ് ഉണ്ടാക്കിയത്. എന്താ വെള്ളത്തിൻ്റെതുള്ളത്? ചിന്തിച്ച് നോക്കുക. വല്ലതും ഉണ്ടോ? ഇല്ല. ജന്തുക്കൾ, പാവം പക്ഷികൾ, തുള്ളി വെള്ളം അതിന് വേണ്ട. ഒരു ഔൺസ് വെള്ളം അതിന് ഒരാഴ്ചയ്ക്ക് ഉണ്ടാവും. എന്തോ ആ ഒരു തുള്ളി വെള്ളത്തിനാണ് ചത്തുപോയത് എന്ന് ആലോചിക്കും. നമ്മൾക്കല്ലേ പാപം. നമ്മൾ പാപികളായതുകൊണ്ടല്ലേ ആ ജന്തു കിട്ടാതെ ചത്തത്. അതുകൊണ്ട് അത് ചെയ്യരുത്. വല്ല പാത്രങ്ങളൊക്കെ വെള്ളം കോരി വെക്കുക. എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി പൊട്ടിയ പാത്രമൊക്കെ ഉണ്ടാവില്ല ഉപയോഗിക്കാത്തത്. നായ കുടിക്കട്ടെ. നമുക്ക് കുടിച്ചു പോകുമ്പോൾ പറയും, ഹൗ നാരായണ, നമുക്ക് വെള്ളം കൂടി മുട്ടില്ല. ഹൗ നാരായണ, നമ്മുടെ ജന്മം നേരി. ഓരോ അനുഗ്രഹമാണതേ. കുട്ടികളെയൊക്കെ നമ്മളൊരു ദിക്കിൽ കണ്ടതാ. ചെറിയ മക്കൾ വായനയ്ക്ക് പോയപ്പോഴേ 5, 10, 15 വയസ്സായ കുട്ടികളൊക്കെ പാത്രങ്ങളൊക്കെ മരത്തിന്റെ മുകളിൽ കെട്ടി തൂക്കുക. എന്താ കുട്ടികളെ തിരുമേനി വെള്ളം കുടിക്കണം. എന്തല്ല മക്കളുടെയൊക്കെ ഒരു മനസ്സിന്റെ വലിപ്പം. അങ്ങനത്തെ കുട്ടികളാണ് വളരേണ്ടത്. അവരൊക്കെ വലിയ വലിയ മഹിമയുള്ളവരായിട്ട് തീരും. സമൂഹത്തിന് വേണ്ടതാ അങ്ങനത്തെ കുട്ടികളെ. അർത്ഥം മനസ്സിലാവില്ലേ? വയ്യാത്തവരുടെ വേദനയും കഷ്ടപ്പെടുന്നവരുടെ വിഷമവും ആഹാരമില്ലാത്തവരുടെ വേദനയൊക്കെ മനസ്സിലാക്കുന്ന ഒരു തലമുറ ഉണ്ടാവുമ്പോഴേ ലോകം നന്നാവുള്ളൂ. വെട്ടാനും മുറിക്കാനും ആരും വേണ്ട. അതൊക്കെ എല്ലാവരും മുറിച്ചോളൂ. ദുഷ്ടതയാണോ പഠിപ്പിക്കേണ്ടത്? നല്ലതല്ലേ പഠിപ്പിക്കേണ്ടത്? അത് പഠിപ്പിച്ചു വിടുതാണ് കഥ. അത് കഴിഞ്ഞ് 5ാമതൊരു കടം കൂടി ഉണ്ട്. ആരോടാന്നറിയോ? മനുഷ്യന്മാരോട് എന്താ കടം? നമ്മൾ നോക്കൂ, ചോറ് ഉണ്ണണോ, ആഹാരം കഴിക്കണോ? നമ്മൾ നെല്ല് കുത്തി നമ്മുടെ പാടത്ത് കൃഷി ചെയ്ത് നെല്ല് കുത്തിയ ചോറല്ലല്ലോ നമ്മൾ ഉണ്ണണത്. കുമ്പളങ്ങ കൊണ്ട് നല്ല കാളം കൂട്ടി. കുമ്പളങ്ങ നമ്മുടെ പറമ്പിലുണ്ടായതല്ലല്ലോ. ഇത് ഇവിടുന്ന് ഏതോ നാട്ടിലെ കർഷകൻ നെല്ലുണ്ടാക്കി കുമ്പളങ്ങയും മത്തങ്ങയും വെള്ളരിക്കയും ഉണ്ടാക്കി കയറ്റി അയച്ച് മടക്കി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? വെച്ചുണ്ണം. ആ കർഷകനോട് നമുക്കൊരു കടമുണ്ട്. നമ്മൾ മുണ്ട് കൊടുത്തില്ലേ? മുണ്ട് ആരുണ്ടാക്കി? നമ്മൾ രാവിലെ ഉണ്ടാക്കിയ മുണ്ടോ? അതൊന്നെടുത്ത് പുറത്തേക്ക് പോകരുത് കേട്ടോ. നമുക്ക് മുണ്ടുണ്ടാക്കാൻ അറിയാം. അത് കൊടുത്താൽ പ്രാന്താന്ന് പറയില്ലേ? അപ്പം അത് ഏതോ പാവപ്പെട്ട തൊഴിലാളി ഏതോ നാട്ടിലുണ്ടാക്കിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വസ്ത്രം. അദ്ദേഹം നല്ല വസ്ത്രം കൊടുത്തിട്ടില്ല, കീറിയതാ കൊടുത്തു. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ വസ്ത്രമാണ് നമ്മൾ ധരിച്ചത്. അപ്പം ആ തൊഴിലാളിയോട് നമുക്കൊരു കടണ്ട്. അപ്പൊ ചോദിക്കാനുള്ളൊരു ചോദ്യം ഇപ്പൊ എന്താ ചോദിച്ചാൽ, കാശ് കൊടുത്തിട്ടല്ലേ, സൗജന്യമല്ലല്ലോ എന്ന് ചോദിക്കാനല്ലേ ചുണ്ട് ഇങ്ങനെയാക്കിയത്. തോന്നി ഉറക്കെ ചോദിച്ചില്ല എന്നല്ല, നമുക്കത് കണ്ടാൽ മനസ്സിലാവും. അതിന് മറുപടി കൂടി ഇങ്ങോട്ട് പറയുക, കാശ് കൊടുത്തിട്ടല്ലേ. സജ്ജനങ്ങളെ, കാശ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഈ പിന്നെ അരി നെല്ല് കൃഷി ചെയ്യണം, കൃഷി ചെയ്യൽ നിർത്തി. അദ്ദേഹം കൃഷി നിർത്തി. കുമ്പളങ്ങി മത്തങ്ങ ഒക്കെ കൃഷി നിർത്തി. ഒന്നുമില്ല. നമ്മൾ എന്തുണ്ണം? നമ്മൾ ആ വടക്കേ ഭാഗത്ത് വാഴയുടെ എല്ലാം മുറിച്ചിട്ടിട്ട് അതിൽ 500-ന്റെ ഒരു നോട്ട് വിളമ്പി, അതിൽ നമ്മൾ ഒരു 5-ന്റെ ഒരു നാണയത്തൊട്ടും വിളമ്പി പറക്കാണ്ടിരിക്കാനും. ഇരുന്ന് ഉണ്ണന്നെ 500-ന്റെ ഉണ്ണാൻ പറ്റുമോ? നോട്ട് കയ്യിലുണ്ട്, പക്ഷെ ഉണ്ണാൻ പറ്റുമോ? പറ്റില്ല. മുണ്ട് ഉണ്ടാക്കണയാൾ, വസ്ത്രം ഉണ്ടാക്കണയാൾ വസ്ത്രം ഉണ്ടാക്കൽ നിർത്തി, തീരെ നിർത്തി. നമ്മൾ എന്തുടുക്കും? 500-ന്റെ നോട്ട് ഇങ്ങനെ വില ഇങ്ങനെ തച്ചുകൊടുത്ത് ഒരു 200-ന്റേത് തോളത്തിട്ട് ഒരു 100-ന്റേത് മുഖം തുടങ്ങി പറയണ്ട. കൊടുക്കാൻ പറ്റുമോ? പറഞ്ഞ് കാശ് കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല. കാശ് മനുഷ്യ പ്രയത്നത്തിന് സമല്ല. മനുഷ്യന്റെ പ്രയത്നത്തെ വിനിമയം ചെയ്യാനുള്ള ഉപാധി മാത്രമാണ് എന്ത്? നാണയം അല്ലെങ്കിൽ പണം. കൽപ്പിത മൂല്യമുള്ള വസ്തുവാണ്, അല്ലാതെ എന്തല്ല. അരി ഏതെങ്കിലും അരിയാ. കൽപ്പിച്ചാലും കൽപ്പിച്ചില്ലെങ്കിൽ അരി വെച്ച് ഉണ്ണാൻ പറ്റും, ശരിയല്ലേ? ഇത് 500-ന്റെ നോട്ട് ഇന്നിപ്പം നമ്മൾ കൈകാര്യം ചെയ്യണം. നാളെ ഗവൺമെന്റ് പറഞ്ഞ് ഈ സാധനം ഇനി നാളെ മുതൽ പറ്റില്ല പറഞ്ഞാലോ, അത് നമ്മൾ നിലം തുടയ്ക്കാൻ എടുക്കാനേ പറ്റുള്ളൂ. അതിൽ ആ മൂല്യം കൽപ്പിച്ചത് അവർ പിൻവലിച്ചു. പണ്ട് നമ്മൾ വെയിലത്ത് നിന്ന് ഓർമ്മയില്ലേ? മറ്റേ വീതി ഉള്ളത് പോയപ്പം
നമ്മുടെ കയ്യിൽ പിന്നെ കൂടുതലില്ലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? വിഷമിച്ചില്ല. കൂടുതലുള്ളവനൊക്കെയാണ് ചൊറിഞ്ഞും കുത്തി നിലവിളിച്ചപ്പോഴും നിലവിളിക്കുന്നുണ്ട്. എന്ത് നിലവിളി തീർന്നിട്ടില്ല അന്ന്, ശരിയല്ലേ? ഇത് നമുക്ക് നിലവിളിയൊന്നുമില്ല. അന്ന് 2 ദിവസമൊക്കെ കുറച്ച് കഷ്ടപ്പെട്ട മാതിരി തോന്നിച്ചാൽ ഇപ്പോൾ ഒരു വിഷമവും ഇല്ല, ശരിയല്ലേ? ഇത് എന്താ കാരണം? നമ്മൾ പൂഴ്ത്തി വെച്ചതൊന്നുമില്ല. അന്നാന്ന് വൈകുന്നേരം രാവിലെ കിട്ടുന്നത് വൈകുന്നേരം കിട്ടുന്നത് രാവിലെ എന്നുള്ള മട്ടായതുകൊണ്ട് അങ്ങനെയാണ്. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം കൽപ്പിച്ച് വെച്ചൊരു മൂല്യമാണ് ആ കടലാസിനുള്ളത്. ആ മൂല്യം പിൻവലിച്ചാൽ നോട്ട് ബുക്കിലെ കടലാസ് അല്ലേ, നോട്ട് ബുക്കിൽ നിന്ന് കയറിയ കടലാസും 500-ന്റെ നോട്ടൊക്കെ ഒരു കടലാസാണ്, അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ പ്രയത്നത്തെ ഇങ്ങനെ നിസ്സാരാക്കി കാണാൻ പാടില്ല. ഈ മനുഷ്യന്മാരോടുള്ള നമ്മുടെ കടന്നു തീർക്കാനുള്ള വിദ്യയാണ് ഇപ്പൊ പറഞ്ഞതായ നിറയജ്ഞോതിഥി പൂജനം. അതിഥികളെ പൂജിക്കുക. അതിഥികൾ ആരാണ്? അതിഥി എന്ന് പറഞ്ഞാൽ ആരാന്നറിയൂ? നമ്മൾ അങ്ങനെ ധരിക്കരുത്. ഇന്ന് വിദ്യതേ തിഥി, നാളും പക്കും തിഥി ഇല്ലാണ്ട് യാദൃച്ഛികമായിട്ട് കടന്നു വരുന്നവരെയാണ് എന്ത് പറയുക? അതിഥി. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ആരെങ്കിലുമൊക്കെ വരും, ആരാ നമുക്കറിയില്ല. അവര് വരും, ഊണൊക്കെ കഴിക്കും, വെള്ളമൊക്കെ കുടിക്കും, എന്തെങ്കിലും 5 10 ഉറുപ്പ്യ 50 ഉറുപ്പ്യ എന്തെങ്കിലും കൊടുത്തു പോകും. ഇപ്പോഴും വരാറുണ്ട്. ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ധാരാളം വരാറില്ല. അതിന്റെ മുമ്പ് ഓരോരുത്തരെ ദിവസവും ഉണ്ടാവും 1 2 പേര് എവിടെന്നെങ്കിലും ഇങ്ങനെ വരും. അവനെ പഠിപ്പരയിൽ കുറച്ചു നേരം വിശ്രമിക്കും, പിന്നെ വടക്കേ വരാന്തയിൽ വന്നിരിക്കും, ഊണും കഴിക്കും, സന്തോഷമായി 5 10 ഉറുപ്പ്യം കൊടുക്കും. അവര് പിന്നെ പിറ്റേത്തെ കൊല്ലം അങ്ങനെയൊക്കെ വരാറുണ്ടായിരുന്നു. എന്താ കാരണം? നമ്മുടെ ആരും അല്ല, അവരാരാ നമുക്ക് അറിയൂല. എന്നാലും ഊണ് കഴിച്ച് സന്തോഷമായിട്ട് ചിരിച്ചിട്ടൊരു പോക്കുണ്ട്. ആ ചിരി ഒരു ഭംഗിയുള്ള ചിരിയാണ്. ആ പോണ ഇത്തിരി നേരം അവിടെ മയങ്ങിയ സന്തോഷത്തിൽ പോയിട്ട് വരാട്ടോ എന്നൊക്കെ പറഞ്ഞ അവർ പോവും ചെയ്യും. ആരോ നമുക്കും അറിയില്ല, ആരോ നമുക്കൊരു ലാഭവും അവരെ കൊണ്ടില്ല, അവർക്ക് നമ്മളെ കൊണ്ടും ഒരു അങ്ങനെയുള്ള ചില ഒരു സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു. അതാണ് യാദൃച്ഛികമായിട്ട് വരുന്നവരെ നമ്മളെ കൊണ്ട് ആവണ മാതിരി നമ്മളെ സൽക്കരിച്ച് ധാരാളം കൊടുക്കലല്ല അതിഥി പൂജ. പിന്നെ എന്താണെന്നറിയൂ? അവനവന്റെ ഹൃദയം, ശുദ്ധമായ ഹൃദയം. ചില ദിക്ക് പോയാൽ നമുക്ക് തോന്നില്ലേ, കഴിച്ചതൊക്കെ ലേശാണെങ്കിലും അവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ല. എന്താ കാരണം? ആ ഹൃദയത്തിന്റെ ഭംഗിയാണ്. ഇപ്പൊ അതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി ഇപ്പൊ അതിഥി വരിക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ്? വൈകുന്നേരം ആകുമ്പോൾ ഭർത്താവിന്റെ കൂടെ സന്ധ്യ ആകുമ്പോൾ ഒരാളും കൂടി കയറി വരിക. ഭാര്യയാണെന്ന് വെച്ചാൽ എന്താ വിചാരിച്ച വെച്ചാൽ ഇനിയിപ്പോ കുറച്ച് പാത്രത്തിൽ കുറച്ച് ചോറുണ്ട്, അതങ്ങോട്ട് ഉണ്ട്, 2 ആൾക്കും കൂടി ഉണ്ണാന്നാലും സീരിയൽ മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒന്നിനെയും കൂടി വലിച്ചു കയറ്റി അങ്ങനെ കൊണ്ടുവരുന്നത് സന്ധ്യ ആകുമ്പോൾ. എന്താ അല്ലേ, ഭർത്താവ് എന്നിട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, മുട്ടിയെ നിനക്കറിയില്ലേ നമ്മുടെ ഗോവിന്ദൻകുട്ടി അമ്മയ്ക്ക് ഇങ്ങനെ അരിച്ച കയറി വരുന്നുണ്ട് മുട്ടി എന്നും പറഞ്ഞിട്ട്. പിന്നെ പറയാൻ വയ്യല്ലോ, അതിഥി ആയതുകൊണ്ടൊന്നും മിണ്ടിയില്ല. അറിയാന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ വർത്തമാനം പറയാം, ഞാനൊന്ന് കുളിച്ചിട്ട് വരാ പറഞ്ഞു. വീട്ടുകാരും കുഞ്ഞോട്ടൻ എന്ത് ചെയ്തു? കുളിക്കാൻ പോയി. ഇപ്പൊ ഗോവിന്ദൻകുട്ടി അമ്മൂട്ടിയമ്മയും കൂടി വർത്തമാനം പറയണേ. അമ്മൂട്ടിയമ്മ ചോദിച്ചാൽ എന്താ ശല്യം? അപ്പൊ വൈകുന്നേരം ആയാൽ ഒരു വലിയ മഴ, വല്ലാത്ത മഴ, ചോരൂല്ല എന്ന് പറഞ്ഞു. ആരെ? അമ്മൂട്ടിയമ്മ. അപ്പൊ നമ്മുടെ ഈ അതിഥി ഗോവിന്ദൻകുട്ടി പറഞ്ഞു, ഇല്ല വെളിച്ചാവുമ്പോഴേക്കൊക്കെ ചോരും എന്നും പറഞ്ഞു. അത് തീരുമാനമായി. ഇന്ന് പോവില്ല, തീരുമാനമായി. ഒന്ന് പോവില്ല എന്ന് പറയാൻ ഒരു മരുന്ന് പണി നടത്തിയതാ. ഇന്ന് പോവോ ചോദിക്കാൻ വയ്യല്ലോ, മോശല്ലേ? പോവില്ല തീരുമാനം. ഒന്നും പറയണ്ട. അയ്മ ഇത് ചെയ്തു, ഇത് പോവില്ലല്ലോ. ഞാൻ അടുക്കളയ്ക്ക് വന്ന് പാത്രത്തേക്ക് നോക്കിയപ്പോൾ കഷ്ടി കുറച്ച് ചോറുണ്ട്, സാരല്ല 2 ആൾക്കും കൂടി വിളമ്പി കൊടുക്കാം. പട്ടിണി കിടന്നാലും അത് മുടക്കണ്ടല്ലോ. ദീപാരാധനയല്ല, സീരിയൽ. ദീപാരാധനയാണോ? ദീപാരാധന നാളെ ഉണ്ടാവും. സീരിയൽ എന്ന് കണ്ടാൽ പിന്നെ നാളെ സീരിയൽ മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് വിചാരിച്ചു? 2 ആളും കൂടി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് മേശേമ്പിൽ ഊണഴിക്കാനിരുന്നു. ഭർത്താവിന് ഇലയിട്ടു, ഈ ഗോവിന്ദൻകുട്ടി വിരുന്നുകാരനും ഇലയിട്ടു. 2 ആൾക്കും ഇലയിട്ടിട്ട് ഈ അമ്മ എന്ത് ചെയ്തു? അമ്മൂട്ടിയമ്മ ഭർത്താവിന്റെ ഇലയിലേക്ക് ആദ്യം വിളമ്പി 9 വറ്റ്. ഭർത്താവ് ഇങ്ങനെ നോക്കി, അമ്മയുടെ മുഖത്തേക്ക് അമ്മയങ്ങോട്ട് നോക്കിയില്ല, അമ്മൂട്ടിയമ്മ നോക്കിയില്ല. എന്നിട്ട് എന്ത് ചെയ്തു? വിരുന്നുകാരൻ്റെ ഇലയിലേക്ക് 2 ചട്ടക അങ്ങോട്ട് വിളമ്പി. എന്നിട്ട് കാളനും വിളമ്പി. അദ്ദേഹമാണെങ്കിൽ കാളം കൂട്ടണോ കുഴക്കണോ ഉരുട്ടണോ മുഴുങ്ങണോ, കാളം കൂട്ടണോ കുഴക്കണോ ഉരുട്ടണോ മുഴുങ്ങണോ, ഈ നല്ല രസമായിട്ട് ഉണ്ണഴിക്കണ്ട. ഇയാളാണെങ്കിലോ ഈ 9 വറ്റ് പടിഞ്ഞാട്ട് കുഴയ്ക്കുക, കിഴക്കോട്ട് കുഴയ്ക്കുക, തെക്കോട്ട് കുഴയ്ക്കുക, വടക്കോട്ട് കുഴയ്ക്കുക. എന്താ കാരണം? ഇതങ്ങോട്ട് ഒരു ഉരുള ഉണ്ടാ തീരാനേ ഇല്ല. എൻ്റെ കൂടെ കുഴച്ച് കളിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ എന്ത് ചെയ്യും പിന്നെ വേറെ? അപ്പൊ ഈ വിരുന്നുകാരൻ ചോദിച്ചു, അല്ല കുഞ്ഞൂട്ടാ, നീ ഇപ്പൊ ഊണൊക്കെ കുറച്ചു, എന്തുണ്ടായേ ചോദിച്ചു. ഇയാൾ എന്തെങ്കിലും ഇനി വേണ്ടാത്ത വർത്തമാനം പറയേണ്ട വെച്ചാൽ അമ്മൂട്ടിയമ്മ എന്നെ പറഞ്ഞു, ഞാൻ വളരെ കൺട്രോളറാണെന്ന് പറഞ്ഞു. റെയിൽവേയിലെ കൺട്രോളർ അല്ല, വളരെ നിയന്ത്രിച്ചിട്ടാണെന്നാ പറഞ്ഞത്. ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ അത് പറഞ്ഞാലൊരു വിലയാണല്ലോ വെച്ചിട്ട് അങ്ങനെ പറഞ്ഞത്. ഒന്നും പറയണ്ട. അപ്പൊ ഇദ്ദേഹം മനസ്സിലാക്കി എന്തോ കാര്യമുണ്ട്, ഇല്ലച്ചവൾ ഇങ്ങനെ വിളമ്പില്ല എന്ന്. അയാൾ നല്ല അനുസരണയുള്ള ഭർത്താവ് ആയതുകൊണ്ട് അങ്ങനെ കുഴച്ച് കളിച്ച് അവിടെ ഇരുന്നു. മറ്റോനാച്ചാ നല്ലോണം ഉണ്ടേ. അപ്പൊ ഈ ഭർത്താവ് പറഞ്ഞു, അമ്മൂട്ടിയെ വിളമ്പിക്കോളോ. അമ്മ ഇങ്ങനെ വിളമ്പുന്നുണ്ട്. ബനാച്ച അങ്ങനെ നമ്മൾ ഈ പാടത്തെ വരുമ്പത്തെ ഞണ്ടിന്റെ മാളത്തേക്ക് പാത്രം കൊണ്ട് വെള്ളം കോരി ഒഴിച്ച് അങ്ങനെ ഉണ്ടാവും. കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടില്ലേ? നിറയില്ലേ അത്? അതേമാതിരി ഇവൻ ഇങ്ങനെ ഗുളും 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 അങ്ങനെ ഉണ്ണാനേ. ഇവിടെ അച്ഛ വിളമ്പിക്കോളോ എന്ന് പറഞ്ഞു. ഇവിടെ അച്ചാൽ ഈ ചട്ടകും പാത്രം കൂടി 1 2 പറഞ്ഞ് തെറ്റി അതിൻ്റെ ഇടയ്ക്ക്.
ചട്ടുക എന്തോ ചോദിച്ചു, പന്നി എന്താ തോണ്ടാൻ ചോദിച്ചു, നീ എന്താ അങ്ങോട്ടും ഇങ്ങോട്ട് കശ പീശ. ഇതൊക്കെ നാട്ടുകാർ കേൾക്കാൻ തുടങ്ങി. എന്ത് ചട്ടുകും പാത്രം കൂടിയില്ല ഷണ്ഠ. അപ്പോഴ ഇതിലൊന്നും ഇല്ലല്ലോ വിളമ്പാൻ. അപ്പൊ ഭർത്താവാച്ച വിളമ്പിക്കോളൂ ഒന്ന്. പിയമ്മന്ന് ചാരി നിന്നിട്ട് ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, മറ്റേയാള് കാണാൻ വയ്യല്ല, മോശല്ലേ, പാത്രത്തിലൊന്നും. ഇത് അടയാളം കാണിച്ചതിന്റെ ശേഷം ഭർത്താവ് പിന്നെ മുഖത്തേക്കേ നോക്കിയില്ല, പിന്നെ താഴത്തേക്ക് നോക്കിയിട്ട്. ഈ ദുഷ്ടനാണെങ്കിൽ മുഖത്തേക്ക് നോക്കണമില്ലല്ലോ എന്നുള്ള വേവലാതിയോടെ ഭാര്യ വിഷമിച്ചിട്ട് ചോറുമില്ല, വിളപ്പിക്കോളൂ മറ്റവനാ ചോറിക്കണമുണ്ട് മുഴുങ്ങണമുണ്ട്. ഒട്ടുക്കം ഭാര്യ മേശയുടെ അടുത്തേക്ക് ചാരി അങ്ങോട്ട് നിന്നിട്ട് ഭർത്താവിന്റെ കാലിന്റെ ദുഷ്ടൻ നോക്കട്ടെ ചവിട്ടി അങ്ങോട്ട് തേച്ചു. എന്നിട്ട് നോക്കിയില്ല. ആര്? ഭർത്താവ് മുഖത്തേക്ക് നോക്കി. തൽക്കാലം പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രി നമ്മൾ വൈകുന്നേരം കൊയ്യുന്ന കുട്ടിയെ വീട്ടുകാരൻ കുഞ്ഞൂട്ടൻ എന്ത് ചെയ്തു? കൊണ്ടുപോയി ആ വടക്കേ ഭാഗത്തെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി. ഒരു 8-8:30 മണിക്ക് കൊണ്ടുപോയി കിടക്കാനൊക്കെ ഏർപ്പാടാക്കിയിട്ട് ഒരു 10:30 മണിക്ക് അധികം പോകുമ്പോഴും ഇവൻ മുറിയുടെ ഉള്ളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അങ്ങനെ അപ്പൊ എന്താ കൊയ്ത്തും കുട്ടിയെ ഉറങ്ങണില്ലേ ചോദിച്ചു. ഉറങ്ങണുണ്ട്. എന്നിട്ട് എന്താ ഉറങ്ങാത്തത്? അത് കട്ടിലിന്റെ മുകളിൽ വേണോ താഴെ വേണോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നും പറഞ്ഞു. അതെന്താ ചോദിച്ചു. കട്ടിലിന്റെ മുകളിലാണെങ്കിൽ ഉരുണ്ട് വീഴും, താഴെയാണെങ്കിൽ ഉരുണ്ട് കയറുമെന്നും പറഞ്ഞു. തൊട്ട് പരട്ടാൻ എന്തെങ്കിലും ഉണ്ടാവുമോ ചോദിച്ചു. അപ്പൊ കുറച്ചാ മറ്റേ കൊട്ടച്ചുക്കാതി ധാന്യന്തരം പിണ്ടജയിലും കൂട്ടി കുഴച്ചത് കുറച്ച് കൊടുത്തു. അതൊക്കെ പെരട്ടിയിൽ കിടന്ന് 5 മണിക്ക് വിളിച്ചെഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ചൊരു കട്ടൻ ചായയും കൊടുത്ത് കൊയ്ന്നുകുട്ടി വിരുന്നേരനെ കുഞ്ഞൂട്ടം വീട്ടുകാരൻ കൊണ്ടുപോയി ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി ബസ് കയറ്റി വിട്ടു. നമ്മൾ ഈ അതിഥികൾ വന്നാൽ ബസ് കയറ്റി വിടണം കേട്ടോ. പോകുമ്പം അതൊരു മര്യാദയാണ്. എന്താണെന്നറിയോ? ഇല്ലെങ്കിൽ ഇപ്പം ബസ് കിട്ടിയില്ലേ പറഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരും. നമ്മൾ സൂക്ഷിച്ച് ചെയ്യേണ്ട ഓരോ കാര്യം. എന്നിട്ട് ബസ് കയറ്റി വിട്ടു എന്ന് മാത്രമല്ല, വളവും തിരിഞ്ഞ് അതേ പോയാൽ അവിടെ ഒരു കുഴിയുണ്ട്. ആ കുഴിയിൽ ബസ് ചാടിയ വള്ളി പൊട്ടും. അപ്പം അതും പൊട്ടിയിട്ടില്ല, ബസ് പോയി എന്ന് ഉറപ്പാക്കിയിട്ടാണ് ആര് പോകുന്നത്? വീട്ടുകാരൻ കുഞ്ഞൂട്ടൻ തിരിച്ചങ്ങോട്ട് കയറി വരുമ്പോൾ അമ്മൂട്ടിയമ്മ അവിടെ അങ്ങനെ നിൽക്കണ്ട, പടിയുടെ പൂമോസ പടിയുടെ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. കയ്യിൽ ചട്ട കൊണ്ട് ഉടൻ മഹാദേവി ഇടത്ത് കയ്യാൽ അഴിഞ്ഞ വാർപ്പും കുഴലൊന്നും തൂക്കി ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കി എന്നുള്ള മട്ടിലിങ്ങനെ നിൽക്കുകയാണേ. അപ്പൊ ചോദിച്ചു, എന്താ മുട്ടി എങ്ങനെ നോക്കണത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഒന്ന് നോക്കൂ മനുഷ്യനെ നാണം കെടുത്ത്. എന്താ നാണക്കേടുണ്ടായേ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാനേ ഈ പാത്രത്തിൽ ചോറില്ല എന്ന് പറഞ്ഞ എത്ര ചോറുണ്ടായിരുന്നില്ലേ പാത്രത്തില്? ഇല്ല. അതല്ലേ പറഞ്ഞു. നീ ഒരു അടയാളം തരട്ടെ, എനിക്കറിയില്ലല്ലോ പാത്രത്തിൽ ചോറില്ല. അതല്ലേ ഞാൻ കണ്ണോണ്ട് ഇങ്ങനെയൊക്കെ നീ കണ്ണോണ്ട് കാണിച്ചത്. അതാ ഞാൻ നിരീക്ഷിച്ചു, നിനക്ക് ആ പഴയ അപസ്മാരം വീണ്ടും വന്നതാണെന്ന്. സ്വതേ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ പേടിയാ. പിന്നെ അപസ്മാരം കൂടി വന്നാൽ പതിനാറ് പേടിച്ചിട്ടായാലും നോക്കാഞ്ഞത്. ശരി ആയിക്കോട്ടെ സംഭവിച്ചു. അത് അപസ്മാരം ആയിക്കോട്ടെ. എന്നാ ഞാൻ മേശയിലേക്ക് ചാരി നിന്ന് കാലിന് ചവിട്ടി തിരിച്ചില്ലേ, എന്നിട്ടൊന്ന് നോക്കാറുന്നില്ലേ ചോദിച്ചു. അമ്മൂട്ടി, നീ ചവിട്ടിയിരുന്ന ആള് മാറിയിട്ട് അത് നമ്മുടെ ഗോവിന്ദൻകുട്ടിയുടെ കാലിനാ ചവിട്ട് കൊണ്ടത്. അയാളാണെങ്കിൽ മതിയേ എന്നും പറഞ്ഞ് നിർത്തി പോവുകയും ചെയ്തു. അതാണ് ഈ കൊട്ടൻ ചുക്കാതി തരും ഉരുണ്ട് കയറുന്നൊക്കെ പറഞ്ഞതേ. 88 കിലോ ഭാരം. ഇതൊക്കെ ചവിട്ടിയ പാണ്ടിലോറി കയറിയ മാതിരി വലിയ കാല് അതൊക്കെ പരട്ടിയിട്ട് അതിന് ശേഷം ഗോവിന്ദൻകുട്ടി ഒരു ദിക്കിലിരിക്കും വിരുന്നേരനായിട്ട് അവനവന്റെ കുടുംബത്തെ കഞ്ഞിയുടെ വെള്ളം കുടിച്ച് സന്തോഷമായിട്ട് അവിടെ ഇരിക്കും. അതിഥി പൂജനം. ഈ അതിഥി പൂജ പണ്ട് ഭാരതത്തിന്റെ ഒരു വലിയ സമ്പ്രദായമാണ്. ഈ 5 എണ്ണം, അതായത് ഋഷിമാരോട്, ദേവന്മാരോട്, പിതൃക്കളോട്, ജന്തുജീവജാലങ്ങളോട്, മനുഷ്യന്മാരോടുള്ള 5 കടങ്ങൾ ആരാണോ നേരാമണ്ണം തീർക്കണത് അവർക്ക് കർമ്മം ഇല്ലാതെ കണ്ടാവും. ഇതൊക്കെ ഗൃഹസ്ഥന്റെ കർത്തവ്യങ്ങളാണ്. ഈ പറഞ്ഞ 5 എണ്ണം. ഇതിന് പറയുന്ന പേരാണ് പഞ്ചമഹായജ്ഞം എന്ന് പറയും. എന്താ പേര്? പഞ്ചമഹായജ്ഞം. ഈ പേര് ആദ്യം പറയാണ്ടിരിക്കാൻ കാരണം ഇത് കേട്ടാൽ ചിലപ്പോൾ പേടിച്ചു പോകും. അതുകൊണ്ടാണ്. സാധന ഇതാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യണതൊക്കെ തന്നെയാണ്. ചെയ്യണത് തോന്നും പോലെ ഓരോന്നാണ് ചെയ്യണത് എന്ന് മാത്രം. അങ്ങനെയല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ 5 കർമ്മങ്ങൾ യഥാശക്തി ചെയ്താൽ കർമ്മം കൊണ്ട് കർമ്മല്ലേണ്ടി. മാത്രമല്ല, ഇപ്പൊ ഗൃഹസ്ഥന്മാരായ നമ്മൾ ഏതെങ്കിലും തരത്തില് പാപകർമ്മങ്ങൾ അറിയാതെയാണെങ്കിലും ചെയ്യേണ്ടി വരും. ഇത് ഈ അറിയാതെ ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് നടന്നു പോകുമ്പോൾ ഈ പ്രാണിയെ ചവിട്ടി ചത്തുപോയി, അപ്പൊ ഒരലെടുക്കുമ്പോൾ ഒലക്കെടുക്കുമ്പോൾ അടിച്ചു വാരുമ്പോൾ അങ്ങനെയൊക്കെ പല പ്രവൃത്തികൾ ഈ അറിയാതെ കണ്ട് ചെയ്യുന്ന പാപങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണ് എന്താ ഈ ഭൂതയജ്ഞം എന്ന് പറഞ്ഞില്ലേ നമ്മള്. ഭൂതയജ്ഞ എന്താർത്ഥം? ജന്തുജീവജാലങ്ങൾക്ക് ആഹാരം കൊടുക്കുക എന്ന് പറഞ്ഞില്ലേ. അതോടെ ഈ പാപവും ഇല്ലാതെ കണ്ടാവുന്ന. ഇങ്ങനെ 5 തരത്തിലുള്ള കർമ്മങ്ങള് ഗൃഹസ്ഥന്മാര് നിർബന്ധമായിട്ട് അനുഷ്ഠിച്ച് പുറപ്പെട്ടാൽ അവർക്ക് അതുകൊണ്ട് നന്മ ഉണ്ടാവുള്ളൂ. ഈ കർമ്മനിർഹാരം, കർമ്മം കൊണ്ട് കർമ്മല്ലേണ്ടിയാവുക എന്ന് പറഞ്ഞ മഹിമ ഇങ്ങനെയാണ് ഉണ്ടാവേണ്ടത്.